വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രം ബൈ ഫാദർ ലിയോ കപ്പൂച്ചിൻ. 1-ാം അധ്യായം. അസീസി നഗരം. അസീസി പട്ടണം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവചരിത്രം ശരിയായി മനസ്സിലാക്കുവാൻ അദ്ദേഹം ജനിച്ചു വളർന്ന പശ്ചാത്തലം അല്പം പഠിക്കേണ്ടതുണ്ട്. കാരണം ഒരുവൻ ജനിച്ചു വളർന്ന രാജ്യത്തിന്റെ ഭൂപ്രകൃതിയും ചരിത്ര സംഭവങ്ങളും ഒരുവന്റെ സ്വഭാവ രൂപീകരണത്തെയും വളർച്ചയെയും സാരമായി ബാധിക്കുന്നതാണ്. ഭൂപ്രകൃതി. യൂറോപ്പിൽ ഇറ്റലിയുടെ ഏതാണ്ട് മധ്യത്തിലായി അംബ്രിയ ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി സുന്ദരമായ ഒരു ചെറിയ പട്ടണമാണ് അസീസി. ഇറ്റലിയിലെ ഭൂപ്രകൃതിക്ക് പലതുകൊണ്ടും കേരളത്തോട് സാമ്യമുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3 പ്രകൃതി വിഭാഗങ്ങൾ ഇറ്റലിയിലുണ്ട്. ഇടനാട്ടിൽ കിഴക്ക് പടിഞ്ഞാറായി നീണ്ടുകിടക്കുന്ന സാമാന്യം വലിയ ഒരു കുന്നിന്റെ തെക്കേ ചെരുവിൽ അസീസി നഗരം സ്ഥിതി ചെയ്യുന്നു. ഈ കുന്നിന്റെ അടിവാരം മുതൽ മുകൾ വരെ കെട്ടിടങ്ങൾ ഇടതിങ്ങി പടിപടിയായി ഉയർന്നു നിൽക്കുന്നു. അത് സമുദ്രത്തിൽ നിന്ന് കാണുവാൻ വളരെ കൗതുകമുണ്ട്. തന്നിമിത്തം തെക്ക് ഭാഗത്തെ വിസ്തൃതമായ സ്പോലോറ്റോ താഴ്വരയിൽ എവിടെ നിന്ന് നോക്കിയാലും അസീസി പട്ടണം മുഴുവൻ ഒറ്റ നോട്ടത്തിൽ കാണാം. ഈ പട്ടണം ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ടിൽ പണി ചെയ്യപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു. ക്രിസ്തുവബ്ദം 12-ാം നൂറ്റാണ്ടിൽ ഇത് കൂടുതൽ ബലിഷ്ഠമായി പണിതു. അതായത് പട്ടണത്തെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി ഇതിനു ചുറ്റും 40 അടി ഉയരമുള്ള കോട്ട പണിയുകയും ഒരു ഗോപുരം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് റോക്ക എന്ന് പറയപ്പെടുന്നു. അസീസി പട്ടണത്തിന് ഏകദേശം 100 ഏക്കർ വിസ്തീർണമുണ്ട്. ഈ നഗരത്തിന്റെ കിഴക്ക് ഭാഗത്ത് അപ്പനയിൽ പർവ്വതത്തിന്റെ തുടർച്ചയായ സുബാസിയോ മല കാണാം. പള്ളികൾ. ക്രിസ്തുവബ്ദം 50-ാം സംവത്സരത്തിലാണ് അസീസിയിൽ വിശുദ്ധ ക്രിസ്പോൾഡോ ക്രിസ്തുമതം പ്രസംഗിച്ചത്. എന്നാൽ 250-ൽ വിശുദ്ധ റുഫീനോയാണ് ഈ നഗരത്തെ പൂർണ്ണമായി മാനസാന്തരപ്പെടുത്തിയത്. അദ്ദേഹം ഒരു രക്തസാക്ഷിയായി വീരചരമം പ്രാപിച്ചു. 412-ൽ അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ അസീസിയിൽ ആഘോഷമായി കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ നാമത്തിൽ അസീസിയിൽ പണി ചെയ്യപ്പെട്ട ദേവാലയത്തിൽ അവ നിക്ഷേപിക്കുകയും ചെയ്തു. 4-ാം നൂറ്റാണ്ട് മുതൽ അസീസിയിൽ അനേകം പള്ളികൾ ഉണ്ടായിരുന്നു. BC 3-ാം നൂറ്റാണ്ട് മുതൽ നഗരമധ്യത്തിൽ ഉയർന്നു നിന്നിരുന്ന മിനേർവ ദേവിയുടെ ക്ഷേത്രം AD 4-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ നാമത്തിലുള്ള പള്ളിയായി രൂപാന്തരപ്പെട്ടു. അവിടെ നിന്ന് 2 ഫർലോങ് കിഴക്ക് മാറി വിശുദ്ധ റുഫീനോയുടെ നാമത്തിലുള്ള ഭദ്രാസന പള്ളിയും 3 ഫർലോങ് തെക്ക് കിഴക്കായി, അതായത് താഴെയായി വിശുദ്ധ ഗീവർഗീസിന്റെ നാമത്തിലുള്ള പള്ളിയും 2 ഫർലോങ് തെക്കോട്ട് മാറി മെത്രാസന മന്ദിരവും മാതാവിന്റെ വലിയ പള്ളിയും അധികം അകലത്തിലില്ലാതെ വിശുദ്ധ നിക്കോളാസിന്റെ നാമത്തിലൊരു പള്ളിയും തെക്ക് കിഴക്കേ കോട്ടവാതിലിൽ നിന്ന് 6 ഫർലോങ് തെക്കായി വിശുദ്ധ ദമിയാനോസിന്റെ ഒരു ചെറിയ പള്ളിയും തെക്ക് വശത്തെ കോട്ടവാതിലിന് സമീപം വിശുദ്ധ പത്രോസിന്റെ നാമത്തിൽ ഒരു ചെറിയ പള്ളിയും അവിടെ നിന്ന് 2 മൈൽ തെക്കോട്ട് മാറി സമതലമായി കിടക്കുന്ന സ്പോലോറ്റോ താഴ്വരയിൽ പോർസിംഗ്ല എന്ന സ്ഥലത്തുള്ള മാലാഖമാരുടെ രാജ്ഞിയുടെ നാമത്തിൽ മറ്റൊരു ചെറിയ പള്ളിയും 12-ാം നൂറ്റാണ്ടിന് മുമ്പ് മുതലൊക്കെ ഉണ്ടായിരുന്നു. ജനങ്ങളുടെ സാമൂഹ്യ നിലവാരം. 10, 11, 12 എന്നീ നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ നിലവിലിരുന്ന സാമുദായിക വ്യവസ്ഥിതിക്ക് കേരളത്തിലുണ്ടായിരുന്ന ജന്മി കുടിയൻ വ്യവസ്ഥിതിയോട് സാമ്യമുണ്ട്. അവിടെ അതിന് ഫ്യൂഡലിസം എന്നാണ് പറയപ്പെട്ടിരുന്നത്. മാടമ്പികളായ ജന്മികൾ യുദ്ധകാലത്ത് കുടിയാന്മാരെ സംരക്ഷിച്ചിരുന്നുവെങ്കിലും മറ്റവസരങ്ങളിൽ അവരെ പലവിധത്തിലും കഷ്ടപ്പെടുത്തിയിരുന്നു. മാടമ്പികൾ ഐശ്വര്യ സമൃദ്ധിയിൽ ജീവിതം നയിച്ചപ്പോൾ കുടിയാന്മാർ ജീവിത ദുരിതങ്ങളാൽ വലഞ്ഞിരുന്നു. അസീസിയിലെ സ്ഥിതി ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല. ജന്മിമാർ അഥവാ പ്രഭുക്കന്മാർ ജർമ്മൻ ചക്രവർത്തിമാരുടെ മേൽക്കോയ്മ അംഗീകരിച്ച് അവരുടെ ആശ്രിതരായി വാണു. ഇറ്റലിയെ ജന്മിമാരെ മയോരസ് എന്നും മെജോറസ് മേലാര് മേച്ചേരിക്കാർ വലിയ തറവാട്ടുകാർ എന്നൊക്കെയാണ് അർത്ഥം. കുടിയാന്മാരെ മിനോരേസ് എന്ന് പറഞ്ഞാൽ അത് അധകൃതർ, കീച്ചേരിക്കാർ ചെറിയ തറവാട്ടുകാർ എന്നൊക്കെയാണ് അർത്ഥം എന്നും വിളിച്ചിരുന്നു. യുദ്ധം ചെയ്യുക, രാജ്യത്തെ രക്ഷിക്കുക, ഭരിക്കുക എന്നീ അവകാശാധികാരങ്ങൾ മേച്ചേരിക്കാർക്കുമായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ആജ്ഞാനുവർത്തികളായി അസ്വതന്ത്രരായി കീച്ചേരിക്കാർ ജീവിച്ചിരുന്നു. ഈ കീച്ചേരിക്കാർ തന്നെ 2 തരക്കാരുണ്ടായിരുന്നു, അതായത് വില്ലെയിൻസ്, സെർവ്സ്. ഇവരിൽ ആദ്യത്തെ കൂട്ടരുടെ ജോലി കൃഷി, കൈത്തൊഴിൽ, അതായത് വില്ലൈൻസിന്റെ ജോലി കൃഷി, കൈത്തൊഴിൽ, വാണിജ്യം എന്നിവയായിരുന്നു. സ്വതന്ത്രമായി എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാനുവാദം അവർക്ക് നൽകപ്പെട്ടിരുന്നു. പക്ഷേ മേച്ചേരിക്കാർ തടഞ്ഞാൽ വില്ലൈൻസ് ചൊൽപ്പടിക്ക് നിൽക്കാതെ തരമില്ല. വില്ലൈൻസിൽ ചിലർ 11-ാം നൂറ്റാണ്ട് മുതൽ ഗ്രീസ്, ടർക്കി, പാലസ്റ്റൈൻ, അറേബ്യ, പേർഷ്യ മുതലായ മധ്യപൂർവ്വ ദേശങ്ങളിൽ പോയി കച്ചവടം നടത്തി വലിയ ധനവാന്മാരായി തീർന്നു. എങ്കിലും സമുദായത്തിലുണ്ടായിരുന്ന അവരുടെ സ്ഥാനം മിനോരസ് ആയിരുന്നു. അതായത് ചെറിയ കുടുംബക്കാർ, ചെറിയ വീട്ടുകാർ, തറവാട്ടുകാരായിരുന്നു. അവരാണ് ഇടത്തരക്കാരായ ബൂർഷ്വാസ്. അവർക്ക് ധനം ഉണ്ടായിരുന്നെങ്കിലും 12-ാം നൂറ്റാണ്ട് മധ്യകാലം വരെ അവർക്ക് മാന്യത ലഭിച്ചിരുന്നതെന്ന് മാത്രമല്ല, ചിലപ്പോഴെല്ലാം ഭരണകക്ഷികളായ മേച്ചേരിക്കാരുടെ മർദ്ദനങ്ങൾക്ക് അവർ പാത്രമായിരുന്നു. ഇടത്തരക്കാരായ ഈ ബൂർഷ്വാസ് പിന്നീട് ശക്തി പ്രാപിച്ച നഗരസഭകൾ രൂപീകരിക്കുകയും ഭരണം കൈക്കലാക്കുവാൻ യത്നിക്കുകയും ചെയ്തു. തദവസരത്തിൽ ഇരു കൂട്ടരും തമ്മിൽ ഭയങ്കര സംഘടനകൾ നടന്നു. കീച്ചേരിക്കാര് സെർവ്സ് എന്നറിയപ്പെട്ടിരുന്നവർ, അതായത് 2-ാമത്തെ കൂട്ടർ കീച്ചേരിക്കാരിൽ സെർവ്സ് എന്നറിയപ്പെട്ടിരുന്നവർ മേച്ചേരിക്കാരുടെ പുരയിടങ്ങളിൽ താമസിച്ച് മിക്കവാറും അടിമകളെ പോലെ വേല ചെയ്തിരുന്നവരാണ്. കുറെ അകലെ യാത്ര ചെയ്യുവാൻ പോലുമുള്ള അനുവാദം അവർക്ക് നൽകിയിരുന്നില്ല. അവർ നിസ്സഹായരും ദരിദ്രരുമായിരുന്നു. നഗരങ്ങൾ തമ്മിൽ പലപ്പോഴും ശണ്ടകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. വിജയിക്കുന്ന കക്ഷികൾ പരാജിതരാകുന്ന കക്ഷികളോട് വളരെ ക്രൂരമായി നിന്ദ്യമായി വർത്തിച്ചിരുന്നു. നഗരങ്ങളും വിളവുകളും തീവച്ച് നശിപ്പിക്കുക, ശത്രുക്കളെ അപമൂലം അംഗഭംഗം വരുത്തുക മുതലായവ അക്കാലത്ത് സർവ്വസാധാരണമായിരുന്നു.
12ാം നൂറ്റാണ്ടിന്റെ മധ്യഘട്ടത്തിൽ ജർമ്മനിയിലെ ഫ്രെഡറിക് ബാർബറാസോ ചക്രവർത്തിയുടെ അധികാര സീമയിൽ ഉത്തര ഇറ്റലി ഉൾപ്പെട്ടു. 1774 സാധാരണ ജനങ്ങൾ അതായത് മിനോരസ് എന്ന് പറയുന്ന ആളുകൾ സ്വാതന്ത്ര്യം ലഭിക്കാൻ പ്രയത്നിച്ചെങ്കിലും അത് പരാജയത്തിൽ കലാശിച്ചു. 1777 ഫ്രെഡറിക് ബാർബറാസോ അസിസിയിലെ റോക്ക ഗോപുരത്തിൽ പ്രവേശിക്കുകയും തന്റെ വിശ്വസ്ത സേവകനായ കോൾറാഡ് ലുറ്റ്സൺ പ്രഭുവിന്റെ നേതൃത്വത്തിൽ ഒരു പട്ടാളത്തെ അവിടെ താമസിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഫ്രെഡറിക് ബാർബറാസോ 1790 നാട് നീങ്ങുകയും ഹെൻറി 6ാമൻ ചക്രവർത്തി ആവുകയും ചെയ്തപ്പോൾ ജർമ്മനിയിൽ സർവത്ര കുഴപ്പങ്ങളുണ്ടായി. ഫ്രെഡറിക് അന്യായമായി കൈയടക്കി വെച്ചിരുന്ന മാർപ്പാപ്പയുടെ വക സ്ഥലങ്ങൾ വീണ്ടെടുക്കുവാൻ ഇതൊരു പറ്റിയ അവസരമായി ഇന്നസെന്റ് തൃതീയൻ മാർപ്പാപ്പ കണ്ടുകൊണ്ട് തന്റെ അടുക്കൽ വരുവാൻ കോൺറാഡ് ലുറ്റ്സൺ പ്രഭുവിന് കൽപ്പന കൊടുത്തു. പ്രഭു സമാധാനപൂർവ്വം കീഴടങ്ങുവാൻ തീരുമാനിക്കുകയും മാർപ്പാപ്പയുടെ പ്രതിനിധികളെ സന്ദർശിക്കുവാൻ അസിസിയിലെ റോക്കായിൽ നിന്ന് 1797 പുറപ്പെട്ട് നാർണി നഗരത്തിലേക്ക് പോവുകയും ചെയ്തു. ഇത് തന്നെ തക്കമെന്ന് കരുതി അസിസി നഗരവാസികൾ റോക്കായിലുണ്ടായിരുന്ന ജർമ്മൻ പട്ടാളത്തെ നശിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും റോക്ക ഇടിച്ചു നിരത്തി അതിന്റെ കല്ലുകൊണ്ട് നഗരത്തിന് ചുറ്റും കോട്ട പണിയുകയും ചെയ്തു. ജർമ്മൻ പക്ഷക്കാരായിരുന്ന ജന്മികളിൽ പലരെയും അസിസി നഗരസഭ കൊന്നൊടുക്കി. അസിസി നഗരവാസികളുടെ ഈ ആക്രമണത്തെ മാർപ്പാപ്പ അപലപിക്കുകയും പ്രമാണികളെ മഹ്റോൻ ചൊല്ലുകയും ചെയ്തു. ജന്മിമാരിൽ ചിലർ 7 മൈൽ അകലെയുള്ള പെറുജിയ നഗരത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പെറുജിയ നഗരം മാർപ്പാപ്പയുടെ സ്വത്തിൽ ഉൾപ്പെട്ടിരുന്നതാണ്. അസിസിയിലെ ജന്മിമാർ പെറുജിയയുമായി യോജിച്ച് അസിസി നഗരത്തോട് യുദ്ധപ്രഖ്യാപനം ചെയ്തു. 1201 അസിസിയും പെറുജിയയും തമ്മിൽ യുദ്ധം നടന്നു. മയോരസും തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു അത്. ഇന്നസെന്റ് തൃതീയൻ മാർപ്പാപ്പ പെറുജിയയുടെ ഭാഗത്തായിരുന്നുവെന്ന് പറയേണ്ടതില്ലല്ലോ. ഈ യുദ്ധത്തിൽ അസിസിയിലെ മിനോരസ് കക്ഷികൾ തോറ്റുപോയി. അവർക്ക് മാർപ്പാപ്പയോടുള്ള വെറുപ്പ് വർദ്ധിക്കുന്നതിന് ഇത് കാരണമായി ഭവിച്ചു. അസിസിയിലെ ജന്മനായിരുന്ന അപഹരിക്കപ്പെട്ട സ്വത്തുക്കൾ അസിസി നഗരസഭ തിരിച്ചു കൊടുക്കാമെന്നുള്ള വ്യവസ്ഥയോടുകൂടി 1202 പെറൂജിയയും അസിസിയയും തമ്മിൽ സന്ധി നടന്നു. തദവസരത്തിൽ അസിസിയുടെ ഭരണം സാധാരണക്കാരന്റെ കൈകളിലായി. 1203 നഗരാധിപനായി തെരഞ്ഞെടുക്കപ്പെട്ടത് പത്തിറീനി വിഭാഗത്തിൽപ്പെട്ട ഒരുവനായിരുന്നു. ഈ വസ്തുതയിൽ നിന്ന് അവിടുത്തെ പൊതുജനങ്ങളുടെ അന്നത്തെ മനോഭാവം മനസ്സിലാക്കാം. അവർ 1797 ഇടിച്ചു തകർത്ത റോക്ക ഗോപുരം 1203 വീണ്ടും പണിയുകയുണ്ടായി. അത് ഇന്നും അവിടെ നിലനിൽക്കുന്നു. ആധ്യാത്മിക നിലവാരം. സഭാ നേതൃത്വത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ അതിരുകടന്ന ഇടപെടൽ നിമിത്തം 10ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ തിരുസഭാ ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഘട്ടമെന്ന് വിശേഷിപ്പിച്ചാൽ അതിൽ തെറ്റില്ല. ഒരുതരം മന്ദിത ബാധിച്ച ആധ്യാത്മിക നേതൃത്വം സഭാഗാത്രത്തെ ആഗമനം ഗ്രസിച്ചു. തന്നിമിത്തം സഭയിലാകമാനം പലതരത്തിലുള്ള പാളിച്ചകളും സംഭവിച്ചു. ഇങ്ങനെ അസമത്വത്തിന്റെയും അനീതിയുടെയും ദൈവഭക്തി രാഹിത്യത്തിന്റെയും അസമാധാനത്തിന്റെയും ഒരു കാലഘട്ടമായിരുന്നു 12ാം നൂറ്റാണ്ട്. യൂറോപ്പിൽ പൊതുവെയും അസിസിയിൽ പ്രത്യേകമായും സമാധാനം എന്ന വാക്കിന് അന്ന് യാതൊരു അർത്ഥവുമില്ലായിരുന്നു. അസിസി നഗരത്തിന്റെ പ്രസിദ്ധീകരണ കാരണം. ഈ പ്രകാരമുള്ള ചരിത്ര പശ്ചാത്തലത്തിലാണ് സമാധാന ദൂതനായ ഫ്രാൻസിസ് അസിസി നഗരത്തിൽ പൂജാതനായത്. പ്രസ്തുത നഗരം ചെറുതെങ്കിലും അഭിമാനം കൊള്ളുവാൻ അതിന് പലതുമുണ്ടെന്ന് നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇന്ന് അസിസിയെ ഭുവന പ്രസിദ്ധമാക്കുന്നത് അവയൊന്നുമല്ല. 1181 അവിടെ ജനിച്ച ഫ്രാൻസിസ് ആണ്. അസിസി എന്നത് ഇക്കാലത്ത് ഫ്രാൻസിസിന്റെ പര്യായമായി തീരത്തക്കവണ്ണം ആ പട്ടണത്തിന്റെ മഹിമ ഫ്രാൻസിസിനെ ആശ്രയിച്ച് നിലകൊള്ളുന്നു. ഇന്ന് അവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ആ നഗരത്തിന്റെ ഏതൊരു ഭാഗത്തും ഫ്രാൻസിസിനെ കാണുന്നത് പോലെ അനുഭവപ്പെടുന്നു. എവിടെ നോക്കിയാലും ഫ്രാൻസിസിനെ സംബന്ധിച്ച കാഴ്ചകൾ ദൃശ്യമാകുന്നു. ഇന്നും അസിസി നഗരം ഫ്രാൻസിസിന്റെ കാലത്തേതിൽ നിന്ന് ഗണ്യമായി വ്യത്യാസപ്പെട്ടിട്ടില്ല. അന്നത്തെ കെട്ടിടങ്ങളും ഗോപുരവും കോട്ടയും ഇന്നും അവിടെയുണ്ട്. കൂടുതലായി കാണുവാൻ കഴിയുന്നത് വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിത സംഭവങ്ങൾ വിശദീകരിക്കുവാൻ നിർമ്മിച്ചിട്ടുള്ള ബൃഹത്തായ മന്ദിരങ്ങളാണ്. ഇക്കാലത്ത് 50,000 ജനത്തിൽ കൂടുതൽ അസിസിയിൽ സ്ഥിരമായി താമസിക്കുന്നില്ല. എങ്കിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ശരാശരി 2000-ലേറെ ആളുകൾ വിശുദ്ധ ഫ്രാൻസിസിനെ കബറിടത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനായി ദൈനംദിനം ഓടിക്കൂടുന്നുണ്ട്. 3 നില കെട്ടിടങ്ങളുള്ള 3 നിലകളുള്ള മനോഹരവും ഗംഭീരവുമായ ഒരു ബസിലിക്ക, വലിയ പള്ളിയാണ് വിശുദ്ധ ഫ്രാൻസിസിന്റെ കബറിടം. അസിസി നഗരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്മാരകം ഈ ബസിലിക്കയിലാണ്. കിഴക്ക് പടിഞ്ഞാറായി നീണ്ടു നിൽക്കുന്ന അസിസി നഗരത്തിലെ പടിഞ്ഞാറേ അറ്റത്ത് പ്രൗഢഗംഭീരമായി ഉയർന്നു നിൽക്കുന്ന ഈ ദേവാലയവും ഇതിന്റെ മണിമാളികയുമാണ്. 2 മൈൽ അകലെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ഏതൊരു തീർത്ഥകന്റെയും ദൃഷ്ടിയിൽ പ്രഥമമായി പതിയുന്നത് ഈ ദേവാലയവും ഇതിന്റെ മണിമാളികയുമാണ്. ഇന്ന് അസിസി നഗരത്തിൽ 25 പള്ളികളാണുള്ളത്. അവയിൽ 2ാം സ്ഥാനം അർഹിക്കുന്നത് ഒരു കാലത്ത് ചെറുതും ഇന്ന് ഗംഭീരവുമായിരുന്ന പോർസിയുംഗല ദേവാലയം അഥവാ മാലാഖമാരുടെ രാജ്ഞിയായ മറിയത്തിന്റെ പള്ളിയാണ്. ഇവിടെയാണ് വിശുദ്ധ ഫ്രാൻസിസ് തന്റെ 1ാം സഭയുടെ ആദ്യത്തെ ആശ്രമം സ്ഥാപിച്ചത്. ഇവിടെ വെച്ചാണ് വിശുദ്ധൻ ഇഹലോകവാസം വെടിഞ്ഞതും. തീർത്ഥകരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന 3ാമത്തെ ദേവാലയം വിശുദ്ധ ക്ലാരയുടെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിക്കപ്പെടുന്ന പള്ളിയാണ്. അതൊരിക്കൽ വിശുദ്ധ ഗീവർഗീസിന്റെ നാമത്തിൽ പണിയപ്പെട്ടതാണെങ്കിലും ഇന്ന് വിശുദ്ധ ക്ലാരയുടെ പള്ളി എന്ന് വിളിക്കപ്പെടുന്നു. അധ്യായം 2. ജനനം. ജീവിത പ്രശ്നങ്ങളെപ്പറ്റി കേൾക്കുവാനും വായിക്കുവാനും ഇന്നത്തെ ജനങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട്. അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ മഹായോഗങ്ങളിൽ സാധാരണ ജനങ്ങളുടെ കഷ്ടസ്ഥിതിയെപ്പറ്റി പ്രസംഗകർ വർണ്ണിച്ചതിനു ശേഷം ഇന്നയാളിനെ ജയിപ്പിച്ചാൽ കുറഞ്ഞ വിലയ്ക്ക് അന്നവസ്ത്രാദികൾ ലഭിക്കുന്നതിനും കൂടിയ വിലയ്ക്ക് ഉൽപാദന സാധനങ്ങൾ വിൽക്കുന്നതിനും ഇടയാക്കുന്നതാണെന്ന് പ്രഖ്യാപിക്കാറുണ്ട്. ഇത്തരം പ്രസംഗങ്ങൾ 2-4 മണിക്കൂർ അനങ്ങാതെ ഇരുന്ന് മുഷിച്ചിൽ കൂടാതെ കേൾക്കുവാൻ പലരും സന്നദ്ധരാണ്. കാരണം അവർ ജീവിത പ്രശ്നങ്ങളെപ്പറ്റി കേൾക്കുകയാണ്. അതിനേക്കാൾ വലിയ വിഷയമില്ലെന്നാണ് അവരുടെ ധാരണ.
ലോകൈക ഗുരുനാഥനായി ഈശോ അരളിച്ചിരുന്നു, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ജീവനെക്കുറിച്ചോ, എന്തൊടുക്കും എന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ആഗ്രഹിച്ചിട്ട് വേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലയോ? ആകാശത്തിലെ പറവുകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളെ ശേഖരിക്കുന്നില്ല. സ്വർഗ്ഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് അവയെ സംരക്ഷിക്കുന്നു. നിങ്ങൾ ആശങ്കപ്പെടുന്നത് എന്തിനാ? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നുവെന്ന് പരിശോധിക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നിൽക്കുന്നുമില്ലല്ലോ. സോളമൻ പോലും അയാളുടെ പ്രതാപകാലത്ത് തന്നെയും അവയിൽ ഒന്നിനെ പോലെ അലങ്കരിക്കപ്പെട്ടിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടപെടുന്നതുമായ വൈല്യപ്പുലിനെ ദൈവം ഇപ്രകാരം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ അതിൽ വളരെയധികമായി നിങ്ങളെ അണിയിക്കുകയില്ലയോ? ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും നിങ്ങൾ ആദ്യമായി അന്വേഷിക്കും, അപ്പോൾ ഇവയെല്ലാം കൂടെയും നിങ്ങൾക്ക് താഴെപ്പെടും. വിശുദ്ധമത്തായ സുവിശേഷം 6:21-31 വാക്യങ്ങൾ. ഈശോനാഥൻ ഈ വാക്കുകളെ പറ്റി ഗാഢമായി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും ഭക്ഷണപാനീയങ്ങളുള്ള അമിതാസക്തി മനുഷ്യമഹത്വത്തിന് മങ്ങലേൽപ്പിക്കുമെന്ന്. മനുഷ്യരുടെ ആത്മരക്ഷയിൽ ദൈവത്തിനുള്ള താല്പര്യം. ദൈവസുതൻ തിരുവ് അവതാരം ചെയ്ത് നിത്യജീവിതത്തിലേക്കുള്ള മാർഗം കാണിച്ചു തന്നതിന് ശേഷം സ്വർഗാരോഹണം ചെയ്തിട്ട് ഇപ്പോൾ 19 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. അവിടുന്ന് പഠിപ്പിച്ച സനാതന സത്യങ്ങൾ മനുഷ്യ മനസ്സിൽ നിന്ന് വിവിധ കാരണങ്ങൾ തേഞ്ഞു മാഞ്ഞു പോകുവാൻ തുടങ്ങി. മനുഷ്യരിൽ ഭൂരിഭാഗവും ഭൗതിക ജീവിതത്തെയും ലൗകിക വസ്തുക്കളെയും കൂടുതലായി സ്നേഹിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് നാശഗർത്തത്തിലേക്ക് ഗമനം ചെയ്യുന്നു. ഈ ദുരവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം ക്രിസ്തീയ ചൈതന്യം മനുഷ്യ ഹൃദയത്തിൽ പുനഃസ്ഥാപിക്കുന്നതിന് ഓരോ കാലഘട്ടത്തിൽ ഓരോ മഹാത്മാക്കളെ ഭൂലോകത്തിലേക്ക് അയച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഉത്തേജനത്താൽ നയിക്കപ്പെട്ട പ്രസ്തുത പുണ്യാത്മാക്കൾ കാലദേശ അവസ്ഥയ്ക്ക് അനുസൃതമായി ക്രിസ്തീയ തത്വങ്ങളെ മുൻനിർത്തി പ്രവർത്തിച്ച് നിത്യരക്ഷാമാർഗം സമകാലീനർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇപ്രകാരമുള്ള മഹാപുരുഷന്മാരിൽ ചിലരാണ്: 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ബസീലിയോസ്, 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ആഗസ്തീനോസ്, 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ബെനഡിക്ട്, 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ റോമുവാൾഡ്, 11-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ബ്രൂണോ, 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ബെർണാർഡ്, 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഫ്രാൻസ്, 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഡൊമിനിക്, 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഇഗ്നീഷ്യസ്, ആവിലാലെ വിശുദ്ധ ത്രേസ്യ എന്നിവർ. ഇവരിൽ പല കാരണങ്ങളാലും അഗ്രഗണ്യൻ അസിസിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണെന്ന് സമർത്ഥിച്ചുകൊണ്ട് 11-ാം പീസ് മാർപ്പാപ്പ അദ്ദേഹത്തെ ദ്വിതീയ ക്രിസ്തു എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. റീത്തെ എക്സ്പിയാപ്പിസ് എന്ന വിശ്വലേഖനം 1926. പിതാവും മാതാവും. ലോകത്തിന് നവജീവൻ പ്രദാനം ചെയ്യാൻ വഴിതെളിച്ച വിശുദ്ധ ഫ്രാൻസിസ് 1182 സെപ്റ്റംബർ മാസം 26-ാം തീയതി അസീസി നഗരത്തിൽ പൂജാതനായി. അദ്ദേഹത്തിന്റെ പിതാവായ പീറ്റർ ബെർണാർഡ് മിനോരസ് സമുദായത്തിലെ ബൂർഷ്വ വർഗത്തിൽപ്പെട്ട ഒരു കച്ചവടക്കാരനായിരുന്നു. കച്ചവടം മൂലം കൈവന്ന ധനം കൊണ്ടും ധൈര്യം, അഭിപ്രായ ദാർഢ്യം മുതലായ സ്വഭാവവിശേഷം കൊണ്ടും പീറ്റർ ബെർണാർഡ് അസീസിലെ പൗരന്മാർക്കിടയിൽ ഒരു പ്രമുഖ സ്ഥാനം ആർജിച്ചിരുന്നു. ധനസ്ഥിതിയും പേരും പെരുമയും വർദ്ധിപ്പിക്കുവാൻ സർവ്വതാ യത്നിച്ചുകൊണ്ടിരുന്ന ഒരുവനാണ് അദ്ദേഹം. 1797 അസീസിയിലെ പൗരന്മാർ റോക്ക ഗോപുരം തകർക്കുകയും കോട്ട കെട്ടിപ്പടുക്കുകയും ചെയ്തപ്പോൾ പീറ്റർ ബെർണാർഡ് തന്റെ കർമ്മധീരത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ന്യായമായി അനുമാനിക്കാവുന്നതാണ്. അസീസി നഗരത്തിലെ സംഭവബഹുലമായ രംഗങ്ങളിൽ നിന്ന് ക്ലേശിച്ചു വരുന്ന ഭർത്താവിനെ ആശ്വസിപ്പിക്കാൻ പോരുന്ന സൗമനസ്യവും സാമർഥ്യവും ഫ്രാൻസിസിന്റെ മാതാവിന് ഉണ്ടായിരുന്നു. കാലിത്തൊഴുത്തിൽ പിറക്കുന്നു. ഭൂമിയിൽ വലിയ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനായി ദൈവം ചില മഹാത്മാക്കളെ നിയോഗിച്ച് അയക്കുമ്പോൾ അവരുടെ ജന്മത്തിലും ജീവിതത്തിലും പല പ്രത്യേകതകൾ കാണാറുണ്ട്. ദിവ്യരക്ഷകന്റെ മുന്നോടിയായ സ്നാപക യോഹന്നാൻ പൂജാതനാകുന്നതിന് മുമ്പ് വിശദീകരിക്കപ്പെട്ടു. ദിവ്യരക്ഷകന്റെ ജീവിതം അക്ഷരാർത്ഥത്തിലും ആന്തരാർത്ഥത്തിലും അനുകരിച്ച് ലോകത്തെ നവീകരിക്കുന്നതിന് ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് ജാതനായത് ദിവ്യനായ ഉണ്ണീശോയെ പോലെ ഒരു കാലിത്തൊഴുത്തിലാണ്. ധനാഢ്യയായ ഒരു സ്ത്രീ കാലിത്തൊഴുത്തിൽ കിടന്ന് പ്രസവിക്കുവാൻ സംഗതിയായത് എങ്ങനെയെന്ന് ചിലർ ചോദിച്ചേക്കാം. ദൈവപരിപാലനയിൽ സംഭവിക്കാൻ പാടില്ലാത്തതൊന്നുമില്ലല്ലോ. വലിയ പ്രസവവേദന പീക്ക സഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വഴി വന്ന അപരിചിതനായ തീർത്ഥകൻ പറഞ്ഞു, പീക്ക കാലിത്തൊഴുത്തിൽ പോയി കിടന്നാൽ ക്ലേശമെന്നിയെ പ്രസവിക്കും. നദിയിൽ വീണ് വെള്ളം കുടിച്ച് മരിക്കുവാൻ തുടങ്ങുന്നയാൾ കയ്യിൽ കിട്ടുന്ന കച്ചിക്കഷ്ണത്തെ പോലും മുറുകെ പിടിക്കും എന്നതുപോലെ എത്രയും വേഗത്തിൽ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ പീക്കായി കാലിത്തൊഴുത്തിൽ കൊണ്ടുപോയി കിടത്തി. തൽക്ഷണം അവൾ പ്രസവിക്കുകയും ചെയ്തു. ഇങ്ങനെ പിറവി മുതൽ തന്നെ ഫ്രാൻസിസ് ക്രിസ്തുവിനോട് സാമ്യമുള്ളവനായി തീർന്നു. അന്ന് രാത്രിയിൽ മാലാഖമാരുടെ ഗാനം അസിസിയിൽ കേൾക്കുകയുണ്ടായി എന്നുള്ള ഐതിഹ്യം 13-ാം ലയോ മാർപ്പാപ്പ തന്റെ വിശ്വലേഖനത്തിൽ ചേർക്കുവാൻ മടിച്ചില്ല. 1882 പുറത്തിറങ്ങിയത്. ആവോസ് പിക്കാത്തോ. പ്രസ്തുത തൊഴുത്ത് ഒരു കപ്പേളയാക്കപ്പെട്ടുവെന്നും അതിന്റെ പ്രവേശന ദ്വാരത്തിൽ താഴെ കാണുന്ന ലിഖിതമുണ്ടെന്നും 14-ാം നൂറ്റാണ്ടിൽ രേഖയിൽ കാണുന്നുണ്ട്. ഈ കപ്പേള ഒരു കാലത്ത് കാലുകളുടെയും കഴുതുകളുടെയും തൊഴുത്തായിരുന്നു. ലോകദീപമായ ഫ്രാൻസിസ് പിറന്നത് ഇവിടെയാണ്. ജ്ഞാനസ്ഥാനം. ഈ കുഞ്ഞിന് ഫാസ്തമായ ഒരു ഭാവിയുണ്ടെന്ന് അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വിശിഷ്യ പീക്കായും വിചാരിച്ചു. സ്ത്രീകളിൽ നിന്ന് പിറന്നവരിൽ ആരും സ്നാപകയോഹനാനേക്കാൾ വലിയവനില്ലെന്ന് ദീപനായ ഈശോ പ്രസ്താവിച്ചത് ഓർമ്മിച്ചുകൊണ്ടായിരിക്കാം അവർ അന്ന് തന്നെ ശിശുവിനെ വിശുദ്ധ റുഫീനോയുടെ നാമത്തിലുള്ള ഭദ്രാസന ദേവാലയത്തിൽ കൊണ്ടുപോയി ജ്ഞാനസ്നാനപ്പെടുത്തുകയും സ്നാപക യോഹനാൻ എന്ന നാമം നൽകുകയും ചെയ്തത്. തന്റെ പുത്രൻ സ്നാപക യോഹനാനോട് സാധനം പ്രാപിച്ച ദൈവഭക്തരാകാൻ പീക്ക ആഗ്രഹിച്ചിരിക്കണം. ഫ്രാൻസിസ് എന്ന നാമം. കച്ചവട സംബന്ധമായ പല യാത്രകൾ നടത്തിക്കൊണ്ടിരുന്ന പീറ്റർ ബെർണാർഡ് തന്റെ സീമന്തപുത്രൻ പൂജാരനായ അവസരത്തിൽ ഫ്രാൻസിലായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മോണിറ്റർ തിരിച്ചറിയി കോമണനായി തന്റെ ശിഷ്യനെ കണ്ടുകൊടുത്തെങ്കിലും ശിഷ്യന് നൽകപ്പെട്ട പേര് പീറ്റർ ബെർണാർഡിന് ഒട്ടും ഇഷ്ടമായില്ല. അദ്ദേഹം തന്റെ പ്രകാരം വിചാരിച്ചു, ഒരു വനവാസിയുടെ പേര്, പരിഷ്കാരം എന്നതെന്ന് അറിയാത്തയാൾ, ഒട്ടകത്തിന്റെ തോട് ധരിച്ച് താപസൻ. ആ പേര് എന്റെ മകന് തീരെ യോജിച്ചതല്ല. കാലത്തിന് തക്ക പേര് വേണ്ടേ കൊടുക്കുവാൻ.
തന്റെ ഭാര്യയെ പറ്റി പീറ്റർ ബെർണാഡിന് വലിയ മതിപ്പുണ്ടായിരുന്നതിനാൽ അയാൾ വഴക്കിനൊരുമിട്ടില്ല. സ്വതസിദ്ധമായ നയചാതുര്യത്തോടുകൂടി അദ്ദേഹം ഭാര്യയെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: പീക്ക, എനിക്ക് ധനവും മാനവും ഉണ്ടായത് ഫ്രാൻസിൽ നിന്നായി ആകയാൽ നമ്മുടെ പുത്രന് ഫ്രഞ്ചുകാരൻ എന്നർത്ഥമുള്ള ഫ്രാൻസിസ് എന്ന ഓമന പേര് ഏറ്റവും യോജിച്ചാണ്. ഇങ്ങനെ തന്നെ വേണം നമ്മുടെ ഓമന കുഞ്ഞിനെ വിളിക്കുവാൻ. സുഹൃത്തിനിയായ പീക്കായ്ക്ക് സ്നാപകയോഹന്നാന്റെ നാമമായിരുന്നു ഇഷ്ടം. എങ്കിലും അവൾ ഭർത്താവിന്റെ ഹിതത്തിന് വഴങ്ങി അന്ന് മുതൽ ശിശുവിനെ ഫ്രാൻസിസ് എന്ന് വിളിച്ചു വന്നു. എങ്കിലും മിസ്റ്റർ സ്നാപകയോഹന്നാനെ മറ്റെല്ലാ പുണ്യവാന്മാരെക്കാൾ കൂടുതലായി മിസ്റ്റർ ഫ്രാൻസിസ് ബഹുമാനിച്ചിരുന്നു. കേവലം ലൗകായതികനായ പീറ്റർ ബെർണാഡിന് ദൈവപരിപാലനയുടെ അദൃശ്യ ശക്തി ഗ്രഹിക്കുവാൻ സാധ്യമായിരുന്നില്ല. സ്നാപക യോഹന്നാനെ പോലെ ഈ ശിശു ലോകം ഉപേക്ഷിച്ച് താപസ ശ്രേഷ്ഠനാകും. സ്നാപക യോഹന്നാൻ മിശിഹായുടെ മുന്നോടിയായിരുന്നെങ്കിൽ ഫ്രാൻസിസ് മിശിഹായുടെ ഏറ്റവും അനുരൂപനായ പിന്നോടിയാകും. ദ്വിതീയ ക്രിസ്തു എന്ന അഭിധാനം മാർപ്പാപ്പന്മാർ അദ്ദേഹത്തിന് നൽകും. അനേക ലക്ഷങ്ങളെ ക്രിസ്തീയ പരിപൂർണതയിൽ കൂടി ഇദ്ദേഹം നയിക്കും. ഈ വസ്തുത പീറ്റർ ബെർണാഡിന് മുൻകൂട്ടി ഗ്രഹിക്കുവാൻ കഴിയാഞ്ഞതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. പല കാര്യങ്ങളിലും മിസ്റ്റർ ഫ്രാൻസിസിന് മിസ്റ്റർ സ്നാപക യോഹന്നാനോട് സാധർമ്യമുണ്ടായിരുന്നു. സ്ത്രീകളിൽ നിന്ന് പറഞ്ഞവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. സന്യാസ സഭ സ്ഥാപകരിൽ മിസ്റ്റർ ഫ്രാൻസിസിനേക്കാൾ പരിപൂർണനും മറ്റാരുമില്ല. അധ്യായം 3. ബാല്യം. അമ്മയുടെ ശ്രദ്ധ. സന്താനങ്ങളെ സന്മാർഗ നിഷ്ഠയിൽ വളർത്തുവാൻ 12ാം നൂറ്റാണ്ടിലെ മാതാപിതാക്കന്മാർ സാധാരണയായി ശ്രദ്ധിക്കാറില്ലായിരുന്നുവെങ്കിലും സുശീലയായ പീക്ക ഫ്രാൻസിസിനെ സദാ ശ്രദ്ധാപൂർവ്വം വളർത്തിക്കൊണ്ടുവന്നു. ശിശു സംസാരിക്കുവാൻ പ്രായമായപ്പോൾ കുരിശ് വരയ്ക്കുവാനും ചെറിയ ചെറിയ പ്രാർത്ഥന ജപിക്കുവാനും അമ്മ അവനെ പഠിപ്പിച്ചു. ഈശോയെ മറിയത്തിന് നേരെയുള്ള ഭക്തി ബാലിന് ജനിപ്പിച്ചു. കൂടാതെ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുവാനും ദാനധർമ്മം ചെയ്യുവാനും അവന് പരിശീലനം നൽകി. സ്കൂൾ വിദ്യാഭ്യാസം. ഫ്രാൻസിസിന് 6 വയസ്സായപ്പോൾ 2 ഫർലോങ് മാത്രം അകലെയുള്ള വിസ്ത ഗീവർഗീസിനെ പള്ളിവക സ്കൂളിൽ വിട്ട് മാതാപിതാക്കൾ അവനെ ലത്തീനും മാതൃഭാഷയായ ഇറ്റാലിയനും പഠിപ്പിച്ചു. ബാലിനെ ഫ്രഞ്ച് ഭാഷ അഭ്യസിപ്പിച്ചത് അമ്മ തന്നെയാണ്. ഫ്രാൻസിസിന് ഫ്രഞ്ച് ഭാഷയോടായിരുന്നു കൂടുതൽ പ്രതിപത്തി. അതിനുള്ള കാരണം ആ ഭാഷകളുടെ പല പാട്ടുകളും അമ്മ അവനെ പഠിപ്പിച്ചിരുന്നു എന്നതാണ്. സ്വഭാവഗുണം. കുട്ടി വളർന്നു വന്നതോടുകൂടി ചില സ്വഭാവ ഗുണങ്ങൾ അവന് പ്രത്യക്ഷമായി തുടങ്ങി. ഏത് കാര്യം ചെയ്യുന്നതിനും ഉത്സാഹവും നിഷ്ഠയും അവൻ പ്രദർശിപ്പിച്ചു. മറ്റെല്ലാ ഗുണങ്ങളെക്കാൾ കൂടുതലായി ഈ ബാലിനിൽ വീരൂന്നിയത് ദീനാനുകമ്പയാണ്. ദൈവസ്നേഹത്തെ പ്രതി യാചിക്കുന്നവർക്ക് എന്തും ഉടനടി നൽകുന്നതിന് ഫ്രാൻസിസ് സന്നദ്ധത പ്രകടിപ്പിച്ചു. ഈ സ്വഭാവ ഗുണമാണ് പിൽക്കാലത്ത് ഫ്രാൻസിസിനെ സമുന്നത നിലയിലേക്ക് ഉയർത്തിയത്. വീരപരാക്രമികളായിരുന്ന മാനവികമാരുടെ ചരിത്രങ്ങൾ വർണ്ണിച്ച് പാട്ടുകച്ചേരി നടത്തിക്കൊണ്ട് ചുറ്റി നടന്നിരുന്ന ട്രൂബഡേഴ്സ് പാടുന്ന ഫ്രഞ്ച് ഗണങ്ങൾ പീക്ക തന്റെ പുത്രനെ പഠിപ്പിച്ചിരുന്നു. പാട്ടുപാടുവാൻ ഫ്രാൻസിസ് അതീവ താല്പര്യം പ്രദർശിപ്പിച്ചു. അവൻ സദാ ആഹ്ലാദഭരിതനായിരുന്നു. പ്രസരിപ്പും തന്റെ ഇടവും അതേസമയം സൗമ്യതയും വിനയവും അവനിൽ കളിയാടി. ഏവരോടും വളരെ മര്യാദയായി പെരുമാറിയിരുന്നു. പാവപ്പെട്ടവരോട് സ്നേഹത്തോടെ സംസാരിക്കുവാനും അനുകമ്പയോടെ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനും ദാനധർമ്മം ചെയ്യാനും ഫ്രാൻസിസ് ഔത്സുക്യം പ്രദർശിപ്പിച്ചു. പാവപ്പെട്ടവർക്ക് ശിക്ഷ നൽകുന്നത് ഈശോ തനിക്ക് സമ്മാനം നൽകിയതായി കണക്കാക്കുമെന്ന് പീക്ക മകനെ പഠിപ്പിച്ചിരുന്നു. പാവപ്പെട്ടവരെ നിന്ദിക്കുന്നത് ക്രിസ്തുവിനെ നിന്ദിക്കുന്നതിന് സമമാണെന്നും ദൈവഭക്തിയായ മാതാവ് അവന് പറഞ്ഞു കൊടുത്തിരുന്നു. അമ്മയുടെ ഈ ദൃശ്യ ഉപദേശങ്ങൾ ആ ബാലഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു. കുഞ്ഞുമകൻ ഭിക്ഷ നൽകുന്നത് കണ്ട് പീക്ക ആനന്ദിച്ചിട്ടുണ്ട്. ഇങ്ങനെ അമ്മയുടെ സ്വഭാവ ഗുണങ്ങൾ പുത്രനിൽ പ്രതിഫലിച്ചു. പിതാവിന്റെ ചില ഗുണങ്ങൾ പുത്രനിലും. പീറ്റർ ബെർണാഡ് സ്വപുത്രനെ അത്യധികം സ്നേഹിച്ചിരുന്നു. എങ്കിലും സ്വപുത്രന്റെ നല്ല വളർത്തലിൽ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. അദ്ദേഹം ധനസമ്പാദനത്തിൽ വിരുദ്ധനും വ്യയം ചെയ്യുന്നതിൽ ലുബ്ധനുമായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് ഇത്ര സൽഗുണ സമ്പന്നനായ ഒരു പുത്രനുണ്ടായതിൽ അയൽവാസികൾ അത്ഭുതപ്പെട്ടു. ഫ്രാൻസിസിന്റെ അസാധാരണമായ ധൈര്യവും അഭിപ്രായദാർഢ്യവും പിതാവ് വഴിക്കാണ് വന്നത്. ഒരു സൽകൃത്യം ചെയ്യുവാൻ തീരുമാനിച്ചാൽ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ പോരുന്ന മനക്കരുത്ത് ഫ്രാൻസിസിനുണ്ടായിരുന്നു. ഫ്രാൻസിസിന്റെ മാതാവായ പീക്ക അവൾ അറിയാതെ തന്നെ ഒരു പുണ്യവാനെ കരുപ്പിടിപ്പിക്കുകയായിരുന്നു. കുട്ടിയുടെ സ്വഭാവവും പ്രസരിപ്പും സംഗീതവും ഏവരെയും ആകർഷിച്ചു. തന്റെ അഭിമാനത്തെയും കുലമഹിമയെയും നിലനിർത്തുവാൻ പ്രാപ്തനായി ഫ്രാൻസിസ് വളർന്നു വരുന്നത് കണ്ട് ബെർണാഡ് വളരെ സന്തോഷിച്ചു. കുട്ടിക്ക് 14 വയസ്സായപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം നിർത്തി. അക്കാലങ്ങളിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിദ്യാഭ്യാസത്തിന് പോവുക പതിവിലായിരുന്നു. അതിനാൽ ഫ്രാൻസിസ് ഇത്രയും പഠിച്ചത് അസാധാരണമായ സംഗതിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. അധ്യായം 4. യൗവനം. ഒരു വ്യാപാരി. പീറ്റർ ബെർണാഡിന്റെ ജൗളി കച്ചവടം വൻപിച്ച ലാഭം കിട്ടുന്ന ഒരു തൊഴിലായിരുന്നു. സമർത്ഥനായ പുത്രനെ ചെറുപ്പം മുതൽ ആ തൊഴിൽ പരിശീലിപ്പിക്കുവാൻ അദ്ദേഹം നിശ്ചയിച്ചു. അങ്ങനെ 14ാമത്തെ വയസ്സ് മുതൽ ഫ്രാൻസിസ് കച്ചവടം തുടങ്ങി. ഏവരോടും ബഹുമാനത്തോടുകൂടിയും എന്നാൽ സരസമായും പെരുമാറിയിരുന്നതിനാൽ എല്ലാവരും ഫ്രാൻസിസിന്റെ കടയിലേക്ക് ആകർഷിക്കപ്പെട്ടു. തന്മൂലം വിൽപ്പന വർദ്ധിക്കുകയും കച്ചവടം അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു. ഇത് ബെർണാഡിനെ അത്യധികം സന്തോഷനാക്കി. മകനെ സകല കാര്യങ്ങൾ ഫലമേൽപ്പിച്ചുകൊണ്ട് പിതാവ് വിദേശങ്ങളിലേക്ക് പലപ്പോഴും പോയിരുന്നു. പിതാവിനെ പോലെ ഫ്രാൻസിസ് ലുബ്ധനായിരുന്നില്ല. ശരീരപ്രകൃതി. ഫ്രാൻസിസിന് 16 വയസ്സായി. സമകാലികനും തന്റെ ചരിത്രകാരനായ തോമസ് സെലാനോ ഫ്രാൻസിസിന്റെ ശരീരപ്രകൃതിയും സ്വഭാവ വൈശിഷ്ട്യവും വർണ്ണിച്ചിട്ടുണ്ട്. കാഴ്ചയ്ക്ക് കോമളൻ, കൃശമായ ആകാരം, പൊക്കം കുറവ്, ഉരുണ്ട തല, അല്പം നീണ്ട മുഖം, വിസ്താരം കുറഞ്ഞ നെറ്റിത്തടം, മുല്ലമൊട്ട് പോലെയുള്ള ദന്തനട്, പ്രസന്നമായ മുഖഭാവം, പുഞ്ചിരി തൂകുന്ന അർണവർണ്ണമായ അധരങ്ങൾ, മനോഹരമായ കറുത്ത കണ്ണുകൾ. അവ വെട്ടിത്തിളങ്ങുന്നതോടൊപ്പം ശാന്തത വിനയവും ദ്യോതിപ്പിക്കുന്നു.
സ്വഭാവ വൈശിഷ്ട്യം. അദ്ദേഹത്തിന്റെ ആന്തരിക സമാധാനവും സത്യസന്ധതയും മുഖത്ത് സ്ഫുരിക്കുന്നത് ഏവർക്കും തെളിവായി കാണാമായിരുന്നു. രസപ്രദമായ ഫലിതോക്തികൾ, ഊർജ്ജസ്വലമായ വികാരഗതികൾ, ഔദാര്യം, ദീനാനുകമ്പ എന്നീ സൽഗുണങ്ങൾ അനന്യസാധാരണമായി അദ്ദേഹത്തിൽ ശോഭിച്ചിരുന്നു. സംസാരത്തിൽ സത്യസന്ധതയും വിവേകവും വെളിപ്പെട്ടിരുന്നു. ശാന്തതയും ധൈര്യവും സമ്മേളിച്ച സ്വഭാവമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തെ സമീപിക്കുന്നവരോട് അവരുടെ നിലയും വിലയും അനുസരിച്ച് അദ്ദേഹം പെരുമാറി. ലളിതമായും സന്ദർഭോചിതമായും പ്രസന്നതയോടെയും ഊർജ്ജസ്വലതയോടും കൂടി അദ്ദേഹം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഒരു യുവാവിനെ ആകർഷണീയനാക്കുന്ന സൽഗുണങ്ങളും ബാഹ്യപ്രകൃതിയും ഫ്രാൻസിസിന് വിളങ്ങിയിരുന്നു. യുവരാജൻ. അസാധാരണമായ ഗുണവിശേഷങ്ങൾ അലങ്കൃതനായ ഫ്രാൻസിസിനോടുകൂടി ഉല്ലസിക്കുവാൻ അസിസിയിലെ യുവജനങ്ങൾ വട്ടം കൂടിയതിൽ അത്ഭുതത്തിന് അവകാശമില്ല. അവർ അദ്ദേഹത്തെ യുവരാജൻ എന്ന് വിളിച്ചിരുന്നു. സ്തുതിപാഠകന്മാരുടെ കഥനങ്ങളിൽ ഫ്രാൻസിസ് ആനന്ദിച്ചു. ഓരോരുത്തർക്കും അനുയോജ്യമായ ആചാരോപചാരങ്ങൾ അദ്ദേഹം സസന്തോഷം നൽകി. അല്പം ബുദ്ധിമാന്ദ്യം ഉണ്ടെന്ന് കരുതപ്പെട്ടിരുന്ന ഒരു മനുഷ്യനെ ഒരിക്കൽ ഫ്രാൻസിസിനെ കണ്ടപ്പോൾ വഴിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് കാണികളോട് ഇപ്രകാരം പറഞ്ഞു: ഈ യുവാവിനെ എത്രമാത്രം സ്തുതിച്ചാലും അധികമായി പോവുകയില്ല. എന്തുകൊണ്ടെന്നാൽ കാലതാമസമേ ഇയാൾ ഒരു പ്രമുഖ വ്യക്തിയായി തീരുകയും സകലരാലും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും. ഈ വാചകത്തിൽ അന്തർലീനമായ അർത്ഥം മനസ്സിലാക്കാതെ താനൊരു മാടമ്പിയാകുന്ന വിചാരത്താൽ ഫ്രാൻസിസ് ആനന്ദിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തിരുന്നു. ഉല്ലാസപ്രിയൻ. കച്ചവട സമയത്തിന് ശേഷം ഫ്രാൻസിസ് പലപ്പോഴും വിരുന്നശാലകളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. സർക്കാരുകളുടെ ചെലവ് പലപ്പോഴും ഫ്രാൻസിസ് തന്നെ വഹിച്ചിരുന്നു. വിരുന്നിന്റെ പ്രൗഢി വർദ്ധിച്ചു വരുന്നതനുസരിച്ച് കൂട്ടുകാരുടെ സംഖ്യയും പെരുകി. സ്വതന്ത്രമായ ജീവിതം ഫ്രാൻസിസിന്റെ സ്വഭാവത്തെ സാരമായി ബാധിച്ചു. വിരുന്നശാലകളിലെ സംഗീത സദസ്സിന്റെ സമയം നീളുവാൻ തുടങ്ങി. ചന്ദ്രികയുള്ള യാത്രകളിൽ പെരുവീതികളിൽ കൂടി ആടിപ്പാടി ആർത്തു വിളിച്ചുലസിച്ച് ഘോഷയാത്ര നടത്തുക പതിവായിരുന്നു. സകല മേള കോലാഹലങ്ങളുടെയും നെടുനായകത്വം അസിസിലെ യുവാക്കന്മാർ ഫ്രാൻസിസിന് നൽകി. ആഡംബരപ്രിയൻ. എങ്കിലും ഇതുകൊണ്ടൊന്നും അദ്ദേഹം തൃപ്തിപ്പെട്ടില്ല. ഭാവിയിൽ ഒരു മാടമ്പി സ്ഥാനം കരസ്ഥമാക്കണമെന്നായിരുന്നു ഫ്രാൻസിസിന്റെ അഭിലാഷം. ഇപ്പോൾ തന്നെ ഒരു മാടമ്പി എന്ന മട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ വേഷഭൂഷാദികളും നടത്തയും മറ്റും. ഒരു പാപി. ചരിത്രകാരനായ തോമസ് സെലാനോയുടെ വാക്കുകൾ ഇവിടെ ഉദ്ധരിക്കുന്നത് ഉചിതമെന്ന് തോന്നുന്നു. ഫ്രാൻസിസ് മരിച്ച 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജീവചരിത്രം എഴുതാനായി ഗ്രിഗറി നവമൻ മാർപ്പാപ്പ തോമസ് സെലാനോ എന്ന സമർത്ഥനായ ഫ്രാൻസിസ്കൻ സഭാംഗത്തെയാണ് ഫലമേൽപ്പിച്ചത്. 12-ാം നൂറ്റാണ്ടിൽ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ അശ്ലീലമായ സംസാരങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും മനഃപൂർവ്വം പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്ന് സെലാനോ വിവരിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം തുടരുകയാണ്: അവർ വളർന്നു വരുമ്പോൾ എങ്ങനെയായി തീരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? തങ്ങളുടെ ദുരാശകളൊക്കെയും തൃപ്തിപ്പെടുത്തുവാൻ അവർ സ്വതന്ത്രരായിരുന്നതിനാൽ എല്ലാവിധ മ്ലേച്ഛതകളിലും ഒഴുകി അവർ ദുർവൃത്തികൾക്ക് വഴങ്ങിക്കൊടുക്കും. മനഃപൂർവ്വം പാപത്തിന്റെ അടിമകളായി തീർന്ന് തങ്ങളുടെ എല്ലാ അറിവുകളെയും പാപം ചെയ്യാനുള്ള ആയുധങ്ങളാക്കി തീർക്കും. ക്രിസ്തീയ ചൈതന്യം അവരിൽ അല്പം പോലും കാണുകയില്ല. അതേസമയം ക്രൈസ്തവ നാമം അവർ ധരിക്കുകയും ചെയ്തു. വിശുദ്ധനായ നാം ഇന്ന് വണങ്ങുന്ന ഒരുവന്റെ പരിതാപകരമായ പ്രാരംഭദശ ഇതായിരുന്നു. ഇപ്രകാരം ഫ്രാൻസിസ് 25-ാമത്തെ വയസ്സുവരെ തന്റെ ജീവിതം പാഴാക്കി കളഞ്ഞു. ലൗകിക ആഡംബരങ്ങളോട് കൂടിയ ജീവിതം നയിക്കുവാൻ തന്റെ കൂട്ടുകാരെ പാപകരമായ രീതിയിൽ പോലും ഫ്രാൻസിസ് ആകർഷിക്കുകയും അവർക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. എല്ലാവിധത്തിലുള്ള വിനോദങ്ങളും ഗാനമേളകളും അസിസിയിലെ യുവരാജന് ഇഷ്ടമായിരുന്നു. തിന്മകളും അക്രമങ്ങളും ചെയ്യുവാൻ തുനിഞ്ഞു നടന്ന അനേകം ചെറുപ്പക്കാരെ ഇരുകരങ്ങൾ കൊണ്ടും പണം വാരിക്കൊണ്ട് അദ്ദേഹം സഹായിച്ചു. ദുർവൃത്തരായ യുവജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘത്തിന്റെ പ്രൗഢഗംഭീരനായ നേതാവായി അദ്ദേഹം അങ്ങനെ ജീവിതം നയിച്ചു. അദ്ദേഹത്തിന്റെ ആത്മനാശം തടയുവാൻ ദൈവതൃക്കരം അദ്ദേഹത്തിന് മേൽ ആഞ്ഞടിച്ചു. പരിവർത്തനം ഉണ്ടാകുന്നവരെ അദ്ദേഹം അങ്ങനെ തുടർന്നു. പിന്നീട് ഫ്രാൻസിസ് മാനസാന്തരപ്പെട്ടു. അദ്ദേഹത്തിന്റെ ദൃഷ്ടാന്തത്താൽ പാപികൾ ദൈവത്തിന് കാരുണ്യത്തിന് സമർപ്പിക്കപ്പെട്ടു. സങ്കടകരവും ശക്തിയേറിയതുമായ ഈ വിവരണം യഥാർത്ഥമല്ലായിരുന്നുവെങ്കിൽ ഗ്രിഗറി നവമൻ മാർപ്പാപ്പ ആ ഗ്രന്ഥം അംഗീകരിക്കുകയില്ലായിരുന്നുവെന്ന് മാത്രമല്ല സഭാംഗങ്ങൾ ഒന്നടങ്കം പ്രതിഷേധിക്കുമായിരുന്നു. 1246 സെലാനോ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവചരിത്രം 2ാമത് എഴുതിയപ്പോൾ നേരിട്ടിരിച്ചതിന് വ്യത്യസ്തമായി യാതൊന്നും എഴുതിയില്ല. 30 കൊല്ലത്തോളം എല്ലാവരും ഈ വിവരണം വിശ്വസിച്ചു പോന്നു. ഫ്രാൻസിസിന്റെ ആത്മാർത്ഥ സ്നേഹിതനായ 9-ാം ഗ്രിഗറി മാർപ്പാപ്പ 1238 ഫ്രാൻസിസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു: അദ്ദേഹം ലോകത്തിന്റെ ആകർഷണത്തിൽ വീണതിനു ശേഷം വിരക്ത ജീവിതം നയിച്ചു. എലൂദേസ് ഷറ്റോറോ എന്ന കർദിനാൾ 1250 ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളുടെ സമ്മേളനത്തിൽ ഇപ്രകാരം പരസ്യമായി പ്രഖ്യാപനം ചെയ്തു: ഫ്രാൻസിസ് ആദ്യം ഒരു മഹാഭാവിയായിരുന്നു. എന്നാൽ മാംസത്തിന്റെ ദുരാശയിൽ മുഴുകി മടുപ്പ് തോന്നിയതിനു ശേഷം വിശുദ്ധിയിലേക്കുള്ള മാർഗത്തിൽ അദ്ദേഹം പ്രവേശിച്ചു. ത്വരിതഗമനം ചെയ്തു. ആകയാൽ നിത്യരക്ഷയെപ്പറ്റി ഒരു പാപിയും ശരണക്കേട് വിചാരിക്കരുത്. വിശുദ്ധ ബെർവഞ്ചറുടെ അഭിപ്രായം. എന്നാൽ പഞ്ചശതനെ സ്വീകരിക്കുവാൻ ഭാഗ്യമുണ്ടായ വിശുദ്ധ ഫ്രാൻസിസ് ഇത്ര നികൃഷ്ടമായി ജീവിച്ചിട്ടുള്ള ഒരു അഭിപ്രായം 1250 ശേഷം ക്രമേണ ഉദയം ചെയ്തു. 1260 ശേഷം വിശുദ്ധ ഫ്രാൻസിസിനെ പറ്റി വിശുദ്ധ ബൊനവഞ്ചർ ഇപ്രകാരം എഴുതി: അദ്ദേഹത്തിന്റെ യൗവനം ലൗകികന്മാരോടൊത്ത് മായാമോഹങ്ങളിൽ ഉൾപ്പെട്ട് നയിച്ചുവെങ്കിലും ചിന്തയില്ലാത്ത യുവാക്കന്മാരെ പോലെ മാംസത്തിന്റെ അധമപ്രവർത്തികൾക്ക് ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണയെ അദ്ദേഹം വിധേയനായില്ല. അദ്ദേഹം സുബലോചനായിരുന്നു എന്നത് വാസ്തവമാണ്. ലാഭമുണ്ടാക്കുവാൻ അദ്ദേഹം ഉത്സാഹിച്ചിരുന്നുവെങ്കിലും അത്യാഗ്രഹികളായ കച്ചവടക്കാരെ പോലെ പണത്തിന് വേണ്ടി മാത്രം ജീവിച്ചിരുന്നില്ല. വിശുദ്ധ ബൊനവഞ്ചർ ഫ്രാൻസിസ്കൻ സഭയുടെ മിനിസ്റ്റർ ജനറലും പൊതു സുപ്പീരിയർ പണ്ഡിതനും കർദിനാളും ആയിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് കൂടുതൽ പ്രാധാന്യം ശ്രദ്ധിച്ചു. മാത്രമല്ല താൻ എഴുതിയ ഗ്രന്ഥമല്ലാതെ വിശുദ്ധ ഫ്രാൻസിസിനെ സംബന്ധിച്ച് വേറെ യാതൊരു ഗ്രന്ഥവും വായിക്കരുതെന്ന് വിശുദ്ധ ബൊനവഞ്ചർ സഭാംഗങ്ങളെ വിലക്കിയിരുന്നു. വിശുദ്ധ ഫ്രാൻസിസിനെ പറ്റി പലരും പല വിധത്തിൽ എഴുതിയതിനാൽ ഈ നിരോധനം അന്ന് ആവശ്യമാണെന്ന് വിശുദ്ധ ബൊനവഞ്ചർക്ക് തോന്നി. എന്നാൽ ആധുനിക ചരിത്രകാരനായ തോമസ് സെലാനോയുടെ അഭിപ്രായത്തെ പിന്താങ്ങുകയാണ് ചെയ്യുന്നത്. പിതാവിന്റെ പ്രതീക്ഷ.
പുത്രന്റെ ദൂർത്തടിച്ചുള്ള ജീവിതത്തിൽ പീറ്റർ ബെർണാഡ് ഒരു നിയന്ത്രണവും ചെയ്തിരുന്നില്ല. തന്റെ പുത്രനെ അസീസിയിലെ യുവരാജനായി കുലശ്രേഷ്ഠതയുള്ള യോജനകൾ പരിഗണിച്ച് ആഘോഷപൂർവ്വം കൊണ്ടുനടന്നതിൽ അയാൾ അഭിമാനം കൊണ്ടു. ഫ്രാൻസിസ് സ്വകുടുംബത്തിന് പേരും പെരുമയും കൈവരുത്തുമെന്ന് ബെർണാഡ് പ്രതീക്ഷിച്ചു. മാതാവിന്റെ ആശങ്ക. എന്നാൽ മാതാവായ പീക്ക ഈ വസ്തുതകൾ ആശങ്കയോടുകൂടിയാണ് വീക്ഷിച്ചത്. അവൾ ഫ്രാൻസിസിന് വേണ്ടി വളരെ പ്രാർത്ഥിച്ചു. അവൻ ഇതിൽ നിന്നെല്ലാം താമസമില്ല മാറിക്കൊള്ളുന്ന സാധി ശരണപ്പെട്ടു. രാത്രികാലങ്ങളിലെ സംഗീതത്തിലെ ആർപ്പുകളുടെയും ബഹളം മൂലം ഉറങ്ങുവാൻ പ്രയാസമാണെന്ന് ചിലർ പീക്കായുടെ പക്കൽ ആവലാതിപ്പെട്ടിട്ടുണ്ട്. അവൻ നന്നായി വരും എന്ന് മാത്രം അപ്പോഴൊക്കെ അവൾ മറുപടി പറഞ്ഞിരുന്നു. ഭക്തയായ മാതാവ് സ്വപുത്രന് വേണ്ടി ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു. സാമ്പ്രദായിക പ്രവർത്തകൻ. ഒന്നാം അധ്യായത്തിൽ വിവരിച്ചിട്ടുള്ള പ്രകാരം അസിസിയിലെ സാധാരണ ജനങ്ങൾ റോക്ക ഗോപുരത്തിലെ ജർമ്മൻ പട്ടാളത്തെ ഓടിക്കുകയും അസിസിയിലെ ജന്മിമാരെ കൊന്നെടുക്കുകയും റോക്ക ഗോപുരം തകർത്ത് അസിസി നഗരത്തിന് ചുറ്റും കോട്ട പണിയുകയും ചെയ്ത കാലത്ത് നമ്മുടെ കഥാപുരുഷന് 16 വയസ്സ് പ്രായമുണ്ട്. ഫ്രാൻസിസ് ഈ വക സാമ്പ്രദായിക സംരംഭങ്ങളിൽ ഉത്സാഹത്തോടും ധൈര്യത്തോടും കൂടി പങ്കുകൊണ്ടിരുന്നു. ഒരുവൻ യുദ്ധത്തിന് മുന്നണിയിൽ വരുന്നത് ഒരു ദിവസം കൊണ്ടല്ലോ. അടുത്തു വരുന്ന യുദ്ധത്തിന് മുന്നണിയിൽ ഫ്രാൻസിസിനെ നാം കാണും. പിൽക്കാലത്ത് പള്ളികൾ പണിയുന്നതിന് കല്ല് ചുമക്കുവാനും കുമ്മായം കൂട്ടുവാനും ദൈവം ഫ്രാൻസിസിന് പരിശീലനം നൽകിയത് അസിസി നഗരത്തിന് ചുറ്റുമുള്ള കോട്ട പണിയുടെ അവസരത്തിലാണ്. ഇക്കാലഘട്ടം മുതൽ വിരുന്ന സൽക്കാരങ്ങളിലും ഘോഷയാത്രകളിലും പാട്ടുകച്ചേരികളിലും റോക്ക ഗോപുരം തകർക്കാനുള്ള സംരംഭങ്ങളിലും കെട്ടിട നിർമ്മാണത്തിലും എന്നുവേണ്ട യുവജനങ്ങൾ കൂടുന്ന എല്ലാ രംഗങ്ങളിലും എപ്പോഴും ഫ്രാൻസിസിനെ മുന്നണിയിൽ കാണാമായിരുന്നു. എന്നാൽ അസീസിയിലെ മിനോറസ് കക്ഷികൾ ആ നഗരത്തിലെ ജന്മികളെ കൊന്നൊടുക്കിയ ആക്രമണത്തിൽ ഫ്രാൻസിസിന് പങ്കില്ലായിരുന്നു എന്ന് വേണം അദ്ദേഹത്തിന്റെ സ്വഭാവ രീതിയിൽ നിന്ന് അനുമാനിക്കുവാൻ. ജന്മിമാർ പെറൂജിയ നഗരത്തിലെ സഹായത്തോടുകൂടി അസീസി നഗരത്തിനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഫ്രാൻസിസ് മുന്നണിയിലേക്ക് കുതിച്ചു ചാടി. ഇങ്ങനെ യുവത്വത്തിന്റെ തളൽ കൊണ്ടും സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടും കൂട്ടുകാരുടെ പ്രേരണകൾ കൊണ്ടും നന്മയും തിന്മയുമായി പലവിധ സംരംഭങ്ങളിൽ കൂടി നിർബാധം സഞ്ചരിച്ച് ലൗകികമായ ഉന്നമനം മാത്രം ലക്ഷ്യം വെച്ച് ജീവിച്ച ഫ്രാൻസിസ് ആധ്യാത്മികമായ നാശകോപത്തിൽ നിബന്ധിക്കാതിരിക്കുവാൻ ചില സന്ദർഭങ്ങളിൽ ദൈവം ചില്ലറ ക്ലേശങ്ങൾ നൽകി. അവയൊന്നും ഫ്രാൻസിസിനെ അലട്ടിയിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ചില വ്യതിയാനങ്ങൾ വരുത്തുവാൻ അവ പ്രേരകമായി. ആധ്യാത്മിക നാശത്തെ അവ ചെറുത്തു തുടങ്ങി. അധ്യായം 5. യുദ്ധം. സ്വരാജ്യസ്നേഹി. 1201 അസിസി നഗരം പെറൂജിയ നഗരവുമായി ഒരു മത്സരത്തിൽ ഏർപ്പെട്ടു. തർക്കങ്ങളെല്ലാം യുദ്ധത്തിൽ കലാശിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പെറൂജിയ യുദ്ധത്തിനൊരുങ്ങി. അപ്പോൾ ഫ്രാൻസിസിന്റെ മനോഭാവം എന്തായിരുന്നു? മരണഭയമോ കച്ചവടത്തിൽ നിന്ന് നഷ്ടം സംഭവിച്ചേക്കുമെന്നുള്ള ആഗ്രഹചിന്തയോ ഒന്നുമല്ല. ധൈര്യത്തോടും സുപ്രതീക്ഷയോടുകൂടി അദ്ദേഹം എഴുന്നേൽക്കുന്നു. സ്വരാജ്യസ്നേഹത്താൽ ഹൃദയം ത്രസിക്കുന്നു. കണ്ണുകൾ തുറന്നു. മുന്നണിയിൽ നിന്ന് യുദ്ധം ചെയ്ത് ജന്മഭൂമിയെ സംരക്ഷിക്കുവാൻ അദ്ദേഹം മുന്നോട്ട് വരുന്നു. വ്യക്തിപരമായ സകല താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സാമുദായിക നന്മയ്ക്ക് വേണ്ടി പോരാടുവാൻ അരയും തലയും മുറുക്കി ഫ്രാൻസിസ് മുമ്പോട്ട് ചാടി. പ്രവർത്തന നിവേദനം. സ്വരാജ്യസ്നേഹിയുമായി ഈ യുവ കോമളൻ ഇറ്റലി രാജ്യത്തിന്റെ സ്വർഗീയ മതസ്ഥനായി വരുമെന്ന് ആരറിഞ്ഞു? അഹങ്കാരി. സ്വരാജ്യസ്നേഹത്താൽ പ്രേരിതമെങ്കിലും യുദ്ധത്തിൽ വീരപരാക്രമിയായി പ്രത്യക്ഷപ്പെട്ട് പേരും പെരുമയും സമ്പാദിക്കാമെന്നുള്ള ആഗ്രഹവും ഫ്രാൻസിസിൽ കുടികൊണ്ടിരുന്നു. മാടമ്പി സ്ഥാനം അദ്ദേഹത്തെ മാടി വിളിക്കുന്നത് പോലെ തോന്നി. അത് കൈവശമാക്കാൻ ഇത് തന്നെ തക്ക അവസരമെന്ന് അദ്ദേഹം വിചാരിച്ചു. കീർത്തി, സുഖം, സമ്പത്ത് ഇവയെല്ലാം ആവോളം ആസ്വദിക്കാമെന്നായിരുന്നു ഫ്രാൻസിസിന്റെ അന്നത്തെ ആഗ്രഹം. എന്നാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഈ ലൗകിക വികാര തളവിൽ നിന്ന് ദൈവാനുഗ്രഹത്താൽ ഫ്രാൻസിസ് വിമുക്തനാകുന്ന സമയം അത്ര വിദൂരത്തിലായിരുന്നില്ല. ദൈവമഹത്വത്തിനും ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കാനുള്ള നാളുകൾ വളരെ സമീപിച്ചിരുന്നു. ഇപ്പോൾ ഫ്രാൻസിസ് അതിന് തയ്യാറാവുകയാണ്. യോദ്ധാവ്. അസീസി നഗരം പെറൂജിയ നഗരത്തോടെ യുദ്ധം ചെയ്യണമെന്ന് തന്നെ തീർച്ചപ്പെടുത്തി. ഫ്രാൻസിസ് പടക്കോപ്പുകൾ തയ്യാറാക്കി യാത്ര ചോദിക്കുവാനായി പിതാവിനെ സമീപിച്ചു. യവനയുക്തനായ പുത്രൻ ഒരു വീര സേനാനിയെ പോലെ സൈനിക വേഷഭൂഷാദികളാൽ അലങ്കൃതനായി തന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ട് പീറ്റർ ബെർണാഡ് ഹൃദയം കുളിർക്കെ സന്തോഷിച്ചു. തന്റെ കുടുംബത്തിന് കരകരമാകുവാൻ പോകുന്ന മാടവിസ്ഥാനം ആകാശക്കോട്ടയുടെ ഉത്തുക ശൃംഗത്തിൽ ദർശിച്ചുകൊണ്ട് അദ്ദേഹം പുത്രനെ അനുഗ്രഹിച്ചു. പക്ഷേ ആ സമയത്ത് മാതാവായ പീക്ക ഹൃദയം നിന്ന് കരഞ്ഞു. മകന് വേണ്ടി പ്രാർത്ഥിച്ചു. മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് മുന്നിട്ടിറങ്ങുന്ന ദീർഘത്തോടുകൂടി അശ്വാരൂഢനായ ഫ്രാൻസിസ് അപ്രത്യക്ഷനായി. ബന്ധനസ്ഥൻ. എന്നാൽ പ്രസ്തുത യുദ്ധത്തിൽ അസിസി പരാജയമടയുകയാണ് ഉണ്ടായത്. മാത്രമല്ല ഫ്രാൻസിസും സഹചാരികളും ബന്ധനസ്ഥരായി. പാറാവിൽ കിടന്ന പലതരത്തിലുള്ള ദുരിതങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും ഫ്രാൻസിസ് ആഹ്ലാദഭരിതനായിരുന്നു. സ്വതസിദ്ധമായ സന്തോഷ പ്രകൃതിയോടുകൂടി അദ്ദേഹം കാരാഗ്രവാസം കഴിച്ചു. മറ്റുള്ളവരെ സമാശ്വസിപ്പിക്കുന്നതിലും അദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു. ദൈവം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവന് വിവിധ രീതിയിലുള്ള പരിശീലനം നൽകുകയാണ്. കഷ്ടതകൾ അനുഭവിക്കുവാൻ ഫ്രാൻസിസ് തഴങ്ങുകയാണ്. കൂട്ടുകാർ മ്ലാനവതനായി. നിരാശയ്ക്ക് വശംവദരായപ്പോൾ ഫ്രാൻസിസ് ട്രൂബഡോഴ്സ് ഗാനങ്ങൾ ആലപിച്ച് അവരെ രസിപ്പിച്ചിരുന്നു. ഒരു വർഷത്തിനു ശേഷം അസീസിയും പെറൂജിയയും കൂടി സന്ധി ഉണ്ടാക്കുകയും തടവുകാർ വിമോചിതരാകുകയും ചെയ്തു. ഫ്രാൻസിസ് സ്വഗ്രഹത്തിലേക്ക് മടങ്ങി. പീക്ക ഇരുകരങ്ങളും നീട്ടി പുത്രനെ സ്വീകരിച്ചു. അധ്യായം 6. ദീനാനുകമ്പ. സംവിധാതജനം. ഒരു വർഷത്തെ വേർപാടിനു ശേഷം ഫ്രാൻസിസിനെ ദർശിച്ചതിൽ സുഹൃത്തുക്കൾ അത്യധികം സന്തോഷിച്ചു. മുൻ പതിവ് പോലെ വിരുന്നിനും ഗാനമേളകൾക്കും സ്നേഹിതന്മാർ വന്ന് അദ്ദേഹത്തെ ക്ഷണിച്ചു. അതിനെല്ലാം ഫ്രാൻസിസ് വഴി. അവശ്യമായ വിശ്രമം പോലുമില്ലാതെ രാത്രിയിൽ നടത്തപ്പെടുന്ന വിരുന്ന് സൽക്കാരങ്ങൾക്കും ഗാനമേളകൾക്കും അദ്ദേഹം സന്നിഹിതനായി. തന്മൂലം ഏറെ താമസിയാതെ സന്നിധാതജ്വരം പിടിപെട്ട് ഫ്രാൻസിസ് വക്രവരയിൽ എത്തിയെന്ന് പറയാം. പക്ഷേ ക്രമേണ അപകടാവസ്ഥ നീങ്ങി എഴുന്നേറ്റ് നടന്നു തുടങ്ങി. സകലവും വിദ്യ. ദേവിയുടെ 1-ാം ഘട്ടം.
അല്പം കാറ്റുകൊണ്ട് ആശ്വസിക്കുവാൻ മുറുക്കി വെളിയിലിറങ്ങിയ ഫ്രാൻസിസിന് സങ്കടകരമായ അനുഭവമാണ് ഉണ്ടായത്. ഭൂപ്രകൃതി ആകെപ്പാടെ മാറിയതുപോലെ അദ്ദേഹത്തിന് തോന്നി. മുന്തിരിത്തോട്ടങ്ങളും പുഷ്പലതാദികളും പഴയതുപോലെ ആനന്ദദായകങ്ങളായി തോന്നിയില്ല. പഴയ മലഞ്ചിരികളും വയലുകളും തന്നെയാണ് ദർശിച്ചത്. പക്ഷേ മുൻപിലത്തെ പോലുള്ള സൗന്ദര്യം കണ്ടില്ല. എല്ലായിടത്തും മാനത. മിഥ്യകളിൽ മിഥ്യ, സകലതും മിഥ്യ, മിഥ്യകളിൽ മിഥ്യ എന്ന സോളമൻ രാജാവ് പ്രസ്താവിച്ചത് ഫ്രാൻസിസിന്റെ ഓർമ്മയിൽ വന്നു. ശാശ്വതമായ സുഖവും സന്തോഷവും നൽകുവാൻ ലോകത്തിന് സാധ്യമല്ല എന്ന് ഫ്രാൻസിസ് മനസ്സിലാക്കുകയും ലോകസുഖത്തോടെ ഒരു വിപ്രതിപത്തി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ജനിത പ്രമാണമനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിക്കാൻ സാധ്യമല്ല. റോമ 8:8. ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവന് ഉണ്ടായിരിക്കുകയില്ല. 1 യോഹന്നാൻ 2:15. ഫ്രാൻസിസ് ശ്രമിച്ച ദൈവവിളിയുടെ പ്രഥമ മണിനാഥമായിരുന്നു ഇത്. ദൈവാനുഗ്രഹം ഫ്രാൻസിസിന് കൈവന്നത് ഈ രോഗം മൂലമാണ്. ലോക ആയാധികൻ. ഒരു സംവത്സരം കൂടി കഴിഞ്ഞു. ഫ്രാൻസിസ് ആരോഗ്യ ദൃഢഗാത്രനായി. അദ്ദേഹം മുൻ ദിനചര്യ അവലംബിക്കുവാൻ തുടങ്ങി. ദൈവവിളിയുടെ കാര്യം മറന്നു. ലോകത്തിന്റെ പുഞ്ചിരിയാൽ ഫ്രാൻസിസ് വീണ്ടും ആകർഷിക്കപ്പെട്ടു. പിരിവ് സൽക്കാരങ്ങളും ഘോഷയാത്രകളും പതിവിൽ കൂടുതലായി തീർന്നു. വളരെ വിലപിടിച്ചതും നിറപ്പകിട്ടാർന്നതുമായ വസ്ത്രങ്ങളാണ് ഫ്രാൻസിസ് ധരിച്ചിരുന്നത്. ഒരു സിൽക്ക് വ്യാപാരിക്ക് അത് യോജിച്ചതാണല്ലോ. മാത്രമല്ല മറ്റു ധനാഠ്യന്മാർ സിൽക്ക് വാങ്ങുന്നതിന് അതൊരു പ്രേരകമായിരിക്കുമല്ലോ. ഒരു കൈ കൊണ്ട് പണം സമ്പാദിച്ച ഫ്രാൻസിസ് മറ്റൊരു കൈ കൊണ്ട് അത് ദൂർത്തടിക്കുവാൻ മടിച്ചില്ല. കൂട്ടുകാരുടെ സംഖ്യ വർദ്ധിക്കുവാൻ മറ്റൊന്നും വേണ്ടിയിരുന്നില്ല. പണം പോയാലും പേരും പെരുമയും കൈവരുന്നുണ്ടല്ലോ എന്നായിരുന്നു പീറ്റർ ബെർണാർഡിന്റെ ആശ്വാസം. മാടമ്പികളേക്കാൾ ധനവാനാണ് ഈ വ്യാപാരി എന്ന് പലരും പറയുന്നത് കേട്ട് പീറ്റർ ബെർണാർഡ് പുളകമുണ്ടു. ദീനദയാലു. എന്നാൽ ധനവാന്മാരോടും സ്നേഹിതന്മാരോടും മാത്രമല്ല ഫ്രാൻസിസ് ഈ ഔദാര്യം പ്രദർശിപ്പിച്ചത്. ദൈവത്തിന്റെ നാമത്തിൽ പാവപ്പെട്ടവർ എന്ത് ചോദിച്ചാലും അദ്ദേഹം ഉടനെ തന്നെ അത് നൽകിയിരുന്നു. തന്റെ ചെറുപ്പത്തിൽ സ്വമാതാവ് അഭ്യസിപ്പിച്ചിരുന്ന ഒരു സൽഗുണമാണത്. ഫ്രാൻസിസിന്റെ ഔദാര്യശീലത്തിന്റെ മുതലെടുക്കുവാൻ ഭിക്ഷുക്കൾ മടിച്ചില്ല. തെരുവീതിയിൽ എവിടെയെങ്കിലും വെച്ച് അവർ ഫ്രാൻസിസിനെ ദർശിച്ചാൽ എന്തെങ്കിലും വാങ്ങിക്കാതെ വിടുകയില്ല. പലർക്കായി പല പ്രാവശ്യം താങ്ങിയത് ചില സന്ദർഭങ്ങളിൽ കയ്യിലുള്ളതെല്ലാം തീർന്നു പോയിട്ടുണ്ട്. തദവസരത്തിൽ കടയിൽ വരും തരാം എന്ന് പറഞ്ഞുവിടും. എന്നാൽ ചില ദരിദ്രർ പകരമില്ലാതെ വീണ്ടും നിർബന്ധിക്കും. എന്തെങ്കിലും തന്നിട്ട് പോകണമേ, അവിടെ വരെ നടക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറയാൻ തുടങ്ങും. ജനസഞ്ചാരം കുറവുള്ള മൂലകളിൽ പോയി തന്റെ ഷർട്ട് ഊരി അത് ദാനം ചെയ്ത് അദ്ദേഹം ഭിക്ഷുക്കളെ പല പ്രാവശ്യം തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. പുറമേ കോട്ടും മേൽവസ്ത്രവും ഉള്ളതുകൊണ്ട് ഇക്കാര്യം ആരും മനസ്സിലാക്കുകയുമില്ല. എങ്കിലും മകന്റെ ഡ്രസ്സിൽ ചിലത് കാണാതെ പോകുമെന്ന് പീക്കായ്ക്ക് മനസ്സിലായി. ഇന്നാളെ കഴിപ്പിച്ച ആ ഷർട്ട് എവിടെ പോയി മകനെ എന്ന് പീക്ക ചോദിച്ചാൽ സാരമില്ലാത്ത മട്ടിൽ അതൊരാൾക്ക് കൊടുക്കാമേ എന്ന് മാത്രം ഫ്രാൻസിസ് മറുപടി പറയുമായിരുന്നു. തന്റെ മകൻ കിട്ടിയത് മുഴുവൻ സ്വന്തം വസ്ത്രാലങ്കാരത്തിനും ആഡംബരങ്ങൾക്ക് ചെലവാക്കാതെ ഭിക്ഷുക്കൾക്ക് ദയാപൂരസം ദാനം ചെയ്യുന്നുണ്ടല്ലോ എന്നോർത്ത് പീക്ക സമാശ്വസിച്ചു. ഇത് വളരെ നല്ല ലക്ഷണമാണ്. എന്റെ മകൻ എന്തെങ്കിലും ഒരു ദൈവഭക്തനായി തീരും എന്നിങ്ങനെ ആ നല്ല അമ്മയ്ക്ക് ബോധ്യമുണ്ടായി. കുഷ്ഠരോഗികളോടുള്ള വെറുപ്പ്. എന്നാൽ ഒരു സംഗതി മാത്രം ഫ്രാൻസിസിന് വളരെ അസഹ്യമായിരുന്നു. കുഷ്ഠരോഗികളെ കണ്ടാൽ ഉടനെ ഫ്രാൻസിസ് സ്ഥലം വിടും. അവരുടെ ദുർഗന്ധം വമിക്കുന്ന വ്രണവും ഹീനമായ വേഷവും സഹിക്കുവാൻ തക്ക ശക്തി അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. പട്ടണത്തിൽ കൂടി സഞ്ചരിക്കുവാൻ കുഷ്ഠരോഗികൾക്ക് അനുവാദമില്ലായിരുന്നല്ലോ. പട്ടണത്തിന് വെളിയിൽ കൂടി ഫ്രാൻസിസ് സഞ്ചരിച്ചിരുന്നത് കുതിരപ്രതായിരുന്നതിനാൽ കുഷ്ഠരോഗികളിൽ നിന്ന് ഓടി അകലുന്നതിന് വളരെ എളുപ്പമായിരുന്നു. കുഷ്ഠരോഗികൾ താമസിച്ചിരുന്ന ഭവനങ്ങളുടെ നേരെ ഫ്രാൻസിസ് നോക്കുക പോലും ചെയ്തിരുന്നത് 2 മൈൽ ദൂരം നിന്നായിരുന്നു. കുഷ്ഠരോഗികളുടെ മേലുള്ള ശ്രദ്ധ. മധ്യശതകങ്ങളിൽ ദൈവഭക്തിയുടെ ജനങ്ങൾ കുഷ്ഠരോഗികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. പ്രവാചകനായ യേശയ്യ 53-ാം അധ്യായം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതനുസരിച്ച് കുഷ്ഠരോഗികൾ മറ്റെല്ലാവരെയും കൂടുതലായി മിശിഹായുടെ പ്രതിച്ഛായയാണെന്ന് എല്ലാവരും വിശ്വസിച്ചു പോന്നു. മർത്തരിയൂസ് എന്ന ഒരു സന്യാസി 6-ാം നൂറ്റാണ്ടിൽ കുഷ്ഠരോഗിയെ തന്റെ സ്വന്തം വസ്ത്രം കൊണ്ട് പുതപ്പിച്ച് എടുത്തുകൊണ്ടുപോയി എന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ 20 അനാരവും ഇന്ത്യനായ ഈശോയായി പ്രത്യക്ഷപ്പെട്ട സന്യാസിയെ അനുഗ്രഹിച്ച ശേഷം മറന്നുപോയി എന്നുള്ള ഐതിഹ്യം പ്രബലത്തിലായിരുന്ന ഒരു കാലമായിരുന്നത്. ഇപ്രകാരമുള്ള ഐതിഹ്യങ്ങൾ വിശുദ്ധ ജൂലിയൻ, വിശുദ്ധ ലിയോ നവമൻ, വാഴ്ത്തപ്പെട്ട കൊളംബീനി എന്നിവരെ പറ്റിയും പറയപ്പെട്ടിരുന്നു. ആദ്യമായി കുഷ്ഠരോഗികളെ വേണ്ടവരെ ശുശ്രൂഷിക്കുന്നതിനായി 2 സന്യാസ സഭകൾ ആവിർഭവിച്ചു. ലാസർ മാടമ്പികൾ, കുരിശുവാഹികൾ. നിസ്വാർത്ഥ സേവനം ചെയ്യാൻ സന്നദ്ധരാകുന്നവർ എന്നാണ് മാടമ്പികൾ എന്ന വാക്കിന് ഇവിടെ വിവക്ഷ. കുഷ്ഠരോഗികളെ താമസിപ്പിച്ച് ശുശ്രൂഷിക്കുന്നതിനായി വിശുദ്ധ ഗീവർഗീസിന്റെ ഭവനം എന്ന നാമത്തിൽ അനേക സ്ഥാപനങ്ങൾ ആവിർഭവിച്ചു. ഈ വിധം 19,000 ഭവനങ്ങൾ 13-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായിരുന്നു. എങ്കിലും കുഷ്ഠരോഗികളുടെ സ്ഥിതി വളരെ ശോചനീയമായിരുന്നു. ഇഷ്ടാനുസാരണം എവിടെയും യാത്ര ചെയ്യാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു. ലൗകായതികരായ സാമാന്യ ജനങ്ങൾ അവരെ വെറുത്തിരുന്നു. അവർ കുഷ്ഠരോഗികളെ കാണുമ്പോൾ മൂക്കുപൊത്തിക്കൊണ്ട് ഓടിപ്പോയിരുന്നു. ഫ്രാൻസിസും ഇക്കൂട്ടത്തിൽ പെടുന്നു. ഫ്രാൻസിസും ധർമ്മം നൽകപ്പെടാതെ പോയ ഭിക്ഷുവും. ഒരിക്കലും ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. ഒരു ചന്ത ദിവസം പതിവ് പോലെ ഫ്രാൻസിസ് കടയിൽ ഇരിക്കുകയായിരുന്നു. പീറ്റർ ബെർണാർഡ് അവിടെ ഇല്ലായിരുന്നു. തുണിത്തരങ്ങൾ വാങ്ങുവാൻ പലരും കടയിൽ വരുന്നുണ്ട്. ജോലിക്കാർ ദ്രുതഗതിയിൽ തുണി അളന്നു കൊടുക്കുന്നു. ഫ്രാൻസിസ് ബില്ല് എഴുതി പണം വാങ്ങുന്നു. ഒരു ഭിക്ഷു അതാ വരുന്നു. ആരും അയാളെ ഗവനിച്ചില്ല. അയാൾ പതിവ് പോലെ ഫ്രാൻസിസിനെ സമീപിച്ച് ദൈവസ്നേഹത്തെ പറ്റി പ്രതി ധർമ്മം തരണമെന്ന് യാചിച്ചു. ഭിക്ഷുവിനെ കണ്ടെങ്കിലും തന്റെ ജോലിയിൽ ദത്തശ്രദ്ധനായിരുന്ന ഫ്രാൻസിസിന് അയാളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. കല്യാണപ്പുറവുകൾ മറ്റും എടുക്കുന്ന ലഹരി യാചകൻ വന്നത് ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതൊരു ദുശ്ശകരമാണെന്ന് മനസ്സിൽ വിചാരിച്ചുള്ള ഒരുത്തൻ ഇപ്രകാരം പറഞ്ഞു: ഈ ഭിക്ഷുക്കളെ കൊണ്ട് അങ്ങാടി പറഞ്ഞു. അപ്പോൾ വേറെ ശരി തന്നെ, ഈ കൂട്ടർക്ക് മര്യാദ അല്പം പോലുമില്ല. ജോലി തുടരാൻ സമ്മതിക്കുകയില്ല. ഒരു ബില്ല് എഴുതുന്നതിനിടയ്ക്ക് 3 പേർക്ക് ധർമ്മം കൊടുത്തു കഴിഞ്ഞു. കണക്ക് തെറ്റിക്കുവാൻ ഓരോന്നൊക്കെ കയറി വരികയാണ്. ശനിയാഴ്ചയല്ലേ ധർമ്മം കൊടുക്കുന്ന ദിവസം, അന്ന് വന്നാൽ പോരെ. ഫ്രാൻസിസ് ബില്ല് എഴുതി കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. 3-ാമതൊരുത്തൻ വീരവാദം പറഞ്ഞു: ഞാൻ ആർക്കും ധർമ്മം കൊടുക്കുകയില്ല, മടി പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ ഒരുക്കമില്ല. ഇത്രയും കേട്ടപ്പോൾ ആ സാധു ഭിക്ഷു
സാവധാനം സ്ഥലം വിട്ടു. നാലാമത് എടുത്ത മറ്റൊരു ആശയം ഉന്നയിച്ചു. ഇവരെയെല്ലാം അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിക്കുന്നതെന്ന്. ഇവരിൽ പലരും ശത്രുക്കളുടെ CID-മാരാണ്. മാത്രമല്ല ഇവർ വൃത്തിഹീനരായി സഞ്ചരിക്കുന്നതിനാൽ സാംക്രമിക രോഗത്തിന് കാരണമാകുന്നു. ഈ സമയം ബിൽ തയ്യാറാക്കി കഴിഞ്ഞ ഫ്രാൻസിസ് ഒടുവിൽ പറഞ്ഞ ആളുടെ സംസാരം കേട്ടു ചോദിച്ചു, ആരെയാണ് അറസ്റ്റ് ചെയ്തത്? അറസ്റ്റ് ചെയ്തെന്നല്ല, ഈ ഭിക്ഷക്കാരില്ല അറസ്റ്റ് ചെയ്തെന്നാണ് ഞാൻ പറഞ്ഞത്. അതെന്തിനാണ്? അവർ ദൈവത്തിന്റെ ആളുകളല്ലേ എന്ന് ചോദിച്ചിട്ട് ഫ്രാൻസിസ് ഒരു നാണയം എടുത്ത് ഭിക്ഷു നിന്ന് വാർത്തയ്ക്ക് കിട്ടി. ഇല്ല, അവിടെ ആരും നിൽക്കുന്നില്ല, അവൻ പോയി എന്ന് ഒരുത്തൻ പറഞ്ഞു. ഫ്രാൻസിസ് പെട്ടെന്ന് തലകുരിച്ച് മുഖം പൊത്തി വിഷാദമൂകനായി നിലകൊണ്ടു. ഏറ്റവും നിസ്സാരണ നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെ എത്രയും നിങ്ങൾ ചെയ്യാതിരുന്നത് എന്ന പരമവിധികർത്താവായ ഈശോ പറയാനിരിക്കുന്ന വാക്യം അദ്ദേഹത്തിന് ഓർമ്മയിൽ വന്നു. ഒരു മാടമ്പിയുടെ ദൂതൻ ഒരു കത്തും കൊണ്ട് എന്റെ പക്കൽ വന്നിരുന്നെങ്കിൽ ഞാൻ തൽക്ഷണമായി അയാൾ സ്വീകരിക്കുമായിരുന്നു. ദൈവത്തിന്റെ നാമത്തിൽ വന്നയാൾ എന്റെ സൗകര്യത്തിന് കാത്തു നിൽക്കാൻ ഇടയാക്കിയത് കഷ്ടമായി പോയി. ഇപ്രകാരം വിചാരിച്ച് ദുഃഖിച്ചുകൊണ്ട് ഒരു പണക്കിഴി എടുത്ത് ഫ്രാൻസിസ് കടയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ആ ഭിക്ഷുവിനെ തേടി പുറപ്പെട്ടു. അദ്ദേഹം പ്രസ്തുത ഭിക്ഷുവിനെ കണ്ടുപിടിച്ച അയാളോട് ക്ഷമായാപനം ചെയ്ത് ഒരു പണക്കിഴി അയാൾക്ക് സമ്മാനിച്ചു. അനന്തരം ഫ്രാൻസിസ് ഒരു ദൃഢനിശ്ചയം ചെയ്തു. ദൈവത്തിന്റെ നാമത്തിൽ ആരെങ്കിലും ധർമ്മം ചോദിച്ചാൽ ഉടനെ കൊടുത്തുകൊള്ളാം. അദ്ദേഹം ഈ പ്രതിജ്ഞ മരണപര്യന്തം പാലിക്കുകയും ചെയ്തു. ഫ്രാൻസിസിന്റെ ജീവിത വിജയ രഹസ്യം ഉൾക്കൊള്ളുന്ന വീരോചിതമായ ഒരു പ്രവൃത്തിയായിരുന്നു ഈ പ്രതിജ്ഞ. ചാരിറ്റി കവർത്ത് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ്. പാപങ്ങളുടെ കാലത്തിനെടുത്ത ശിക്ഷയെ ദാനധർമ്മം കുറയ്ക്കുന്നു. വിശുദ്ധ പത്രോസ് 4:8. ഉത്തമ മനസ്താപതാലും കുമ്പസാരന്റെ കുടാശിയുടെ സ്വീകരണത്താലും മോചിക്കപ്പെട്ട പാപങ്ങളുടെ കാലത്തിനെടുത്ത ശിക്ഷ ദാനധർമ്മം മുഖേന എളുപ്പത്തിൽ നീങ്ങുമെന്നാണ് വിശുദ്ധ പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അധ്യായം 7. മാനസാന്തരം. മാർപ്പാപ്പയ്ക്കെതിരായി നടത്തിയ യുദ്ധം. ജർമ്മൻ ചക്രവർത്തി ഹെൻറി അകാല ചരമം പ്രാപിച്ചതിനാൽ അദ്ദേഹത്തിന്റെ പത്നി കൺസ്റ്റാൻസ് ചക്രവർത്തി തന്റെ പുത്രൻ ഫ്രെഡറിക് ദിനിയുടെ രക്ഷാകർതൃത്വം ഇന്നസെന്റ് തൃതീയൻ മാർപ്പാപ്പയെ ഏൽപ്പിച്ചു. എന്നാൽ ജർമ്മനിയിലെ പ്രഭുക്കന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ചക്രവർത്തിയുടെ സൈന്യ സമൂഹത്തിന്റെ ജനറൽ മാർക്വാൾഡിനെ അവർ സമീപിക്കുകയും അവരുടെ ദുഷ്പ്രേരണയിൽ അദ്ദേഹം ഒരു വ്യാജ വിൽപത്രം ചക്രവർത്തിയുടെ നാമത്തിൽ ഉണ്ടാക്കുകയും ചെയ്തു. രാജകുമാരന്റെ രക്ഷാകർതൃത്വം മാർക്വാൾഡിനെ ഏൽപ്പിക്കുന്നതായിട്ടാണ് ആ വിൽപത്രത്തിൽ കാണിച്ചിരുന്നത്. ഈ കാരണം പറഞ്ഞ ജർമ്മൻ പ്രഭുക്കന്മാർ 1898 ഇന്നസെന്റ് തൃതീയൻ മാർപ്പാപ്പയുടെ യുദ്ധം പ്രഖ്യാപനം ചെയ്തു. മാർപ്പാപ്പയുടെ ഭാഗത്തുള്ള സൈന്യത്തിന്റെ ജനറൽ ബ്രിട്ടനിലെ പ്രഭുവായ വാൾട്ടയർ ആയിരുന്നു. അസിസിക്കാരനായിരുന്ന കൗണ്ട് ജന്തിലസ് സൈന്യത്തെ ശേഖരിച്ചപ്പോൾ പലരും പട്ടാളത്തിൽ ചേർന്നു. മാടമ്പിസ്ഥാനം ആർജിക്കുവാൻ ഒരു സുവർണ അവസരമാണിതെന്ന് ഫ്രാൻസിസ് കരുതി. കാരണം ഇത് അസിസിയും പെരുജിയായും തമ്മിലുള്ള ഉണ്ടായ ചെറിയ യുദ്ധം പോലെയല്ലായിരുന്നു. ജർമ്മനിയും ഇറ്റലിയും തമ്മിലുള്ള ഗൗരവാവഹമായ പോരാട്ടമാണ്. കൗണ്ട് ജന്തിലസിനോട് കൂടി അപ്പൂലിയായിൽ പോയി ജനറൽ വാൾട്ടയറിന്റെ ഭടസമൂഹത്തിൽ ചേർന്ന് മാർപ്പാപ്പയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഫ്രാൻസിസ് തീരുമാനിച്ചു. അതിനുവേണ്ട സർവ്വവിധ സജ്ജീകരണവും ഊർജിതമായി നടത്തി. ഒരു ഒന്നാം കിടയിലുള്ള കുതിരയും വെട്ടിത്തിളങ്ങുന്ന വരച്ചട്ടകളും മറ്റ് സാമഗ്രികളും തയ്യാറാക്കി. ഭാവിയിൽ കൈവരാനിരിക്കുന്ന ഭാഗ്യത്തെപ്പറ്റി ആകാശക്കോട്ട നിർമ്മിച്ചുകൊണ്ട് അദ്ദേഹം അപ്പൂലിയായിലേക്ക് പുറപ്പെടേണ്ട ദിവസം എണ്ണിക്കഴിയുകയാണ്. ഉടുപ്പുകൾ കൈമാറുന്നു. പ്രഭു വംശജനായ ഒരാൾ പഴയതും അയാൾക്ക് യോജിക്കാത്തതുമായ വസ്ത്രം ധരിക്കുവാനിടയായി. ഒരുവൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങയുടെ പഠിച്ചിട്ട് മോശമായിരിക്കുന്നുവല്ലോ, നോക്കണം ആ യുവ യോദ്ധാവായ ഫ്രാൻസിസിന്റെ വേഷഭൂഷാദികൾ. പ്രഭു ഇപ്രകാരം പ്രതിവചിച്ചു, പെറുജിയായുമായുള്ള യുദ്ധത്തിൽ എനിക്ക് വലിയ നഷ്ടം നേരിട്ടു. എന്റെ മന്ദിരത്തിന് ശത്രുക്കൾ തീവച്ചു. ധനപരമായ വലിയ കഴിവൊന്നും ഇപ്പോൾ എനിക്കില്ല. മാർപ്പാപ്പയ്ക്ക് വിജയം കൈവരുന്നതിന് എന്നാൽ പാടുള്ളത് ചെയ്യുവാൻ മാത്രമാണ് പഴയ പടച്ചട്ടയും ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത്. ഇതുകൊണ്ട് ഞാൻ സംതൃപ്തരാണ്. ഈ സംഭാഷണം ശ്രമിച്ച ഫ്രാൻസിസിന്റെ മനസ്സിൽ പരിവർത്തനത്തിന്റെ ശങ്കലി മുഴങ്ങി. അലിവിന്റെ കുളിർമഴ പെയ്തിറങ്ങി. ആ യുവാവ് ചിന്തിച്ചു, വിശ്വവിഖ്യാതനായ ആ പ്രഭുവിന് ഒരു പുതിയ പടക്കൊപ്പ് വാങ്ങാൻ കഴിവില്ലാത്തപ്പോൾ ഞാൻ രാജകുമാരനെ പോലെ വേഷം ധരിക്കുന്നത് യോജിച്ചതല്ല. എന്റെ വേഷഭൂഷാദികൾ അദ്ദേഹത്തിനാണ് കൂടുതൽ യോജിക്കുന്നത്. മറ്റൊരാൾ ഏതെങ്കിലും വിധത്തിൽ വിഷമിക്കുന്നത് കാണുമ്പോൾ ഫ്രാൻസിസിന്റെ ഹൃദയം അനുകമ്പാമസൃണമായി തീരുക പതിവായിരുന്നു. ഫ്രാൻസിസ് ആ പ്രഭുവിനെ സമീപിച്ച തന്റെ അന്തരംഗം വെളിപ്പെടുത്തി. പരസ്പരം വസ്ത്രങ്ങൾ മാറി ധരിക്കുവാൻ ഫ്രാൻസിസ് ആ പ്രഭുവിനെ നിർബന്ധിച്ചു. തന്റെ അഭിമാനം ഇതിനെ തടഞ്ഞെങ്കിലും സുസമ്മതനായ ഫ്രാൻസിസിന്റെ ഉപചാരം നിഷേധിക്കുവാൻ ആ പ്രഭുവിന് കഴിഞ്ഞില്ല. അവർ പരസ്പരം വസ്ത്രങ്ങൾ മാറി ധരിച്ചു. ആനന്ദപ്രദമായ ഒരു ദർശനം. അടുത്ത രാത്രിയിൽ ഫ്രാൻസിസിന് ഒരു അസാധാരണ ദർശനമുണ്ടായി. മനോഹരവും വിശാലവുമായ ഒരു മുറി. വിലപിടിച്ച പടച്ചട്ടകളും ഇത് സാമഗ്രികളും അതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അടുത്തു നിന്നിരുന്ന ഒരാളിനോട് ഫ്രാൻസിസ് ചോദിക്കുന്നു, ഇവയെല്ലാം ആരുടെ വകയാണ്? ഇത് അങ്ങേക്കും അങ്ങയുടെ അജ്ഞാനവർത്തികൾക്കും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളവയാണ് എന്ന് മറുപടി ലഭിച്ചു. ഫ്രാൻസിസ് നിദ്രയിൽ നിന്ന് ഉണർന്നപ്പോൾ അനുഭവിച്ച ആനന്ദം അവർണ്ണനാതീതമായിരുന്നു. യുദ്ധത്തിനുള്ള പുറപ്പാട്. ഫ്രാൻസിസ് കൗണ്ട് ജന്തിലസിന്റെ കൂട്ടത്തിൽ അപ്പൂലിയയിലേക്ക് പോകുന്നതിനുള്ള ദിവസമായി. അദ്ദേഹം ആത്മസംതൃപ്തിയോട് ഒരു പടച്ചട്ട ധരിച്ച് ദൈവമാതാവിന്റെ തിരുസ്വരൂപത്തിന് മുമ്പാകെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ശേഷം പീറ്റർ ബർണാദിനെ സമീപിച്ചു. പുത്രവത്സനായ ബർണാദോ തീരുമാനിച്ചു, ഇത്തവണ എന്റെ വീരസന്താനം ഉന്നത പദവി സ്വീകരിച്ചേ തിരിച്ചു വരൂ. പുത്രന് സർവ്വവിധ അനുഗ്രഹാശിസുകളും അദ്ദേഹം നൽകി. പീറ്റർ ഇങ്ങനെ ദൃശ്യു, മകനെ, പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത് കേട്ടോ. കൗണ്ട് ജന്തിലസ് റിക്രൂട്ട് ചെയ്ത സൈന്യ വകുപ്പിന് അസീസി നഗരവാസികൾ സമുചിതമായി യാത്രയയപ്പ് നൽകി. അനേകം ആളുകൾ കുറെ ദൂരം അവരെ അനുയാത്ര ചെയ്തു. അസീസി യുവരാജൻ സുധീരം പോരാടട്ടെ, യുവകുസുമം വിജയിക്കട്ടെ എന്ന് ആർക്കു വിളിച്ച് ഫ്രാൻസിസിന് മംഗളാശംസകൾ നൽകി. മാടമ്പി സ്ഥാനം കർക്കടമായതുപോലുള്ള പ്രതീതി ഫ്രാൻസിസിനുണ്ടായി. സമ്പത്തും ഐശ്വര്യവും കീർത്തിയും കൈവന്നുകൊള്ളുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ
കുതിരയുടെ ചാട്ടത്തിനൊത്തവണ്ണം അദ്ദേഹം കുതിച്ചു പൊങ്ങി സവാരി ആരംഭിച്ചു. വെല്ലുവിളിയുടെ രണ്ടാം ഘട്ടം. അവർ സ്പൊലോട്ടയിൽ ക്യാമ്പടിച്ചു കിടന്നപ്പോൾ ഫ്രാൻസിസിന് ഒരു ദർശനമുണ്ടായി. ആകാശമണ്ഡലം ആകമാനം പൊന്നിറമായി. ഒരു ഭാഗത്തുകൂടി സൂര്യകിരണങ്ങളെ പോലെ പ്രകാശകതിർ വീശിയിരുന്നു. അവിടെ നിന്ന് തെളിവായ സ്വരത്തിൽ ആരോ വിളിക്കുന്നു, ഫ്രാൻസിസ്, ഫ്രാൻസിസ്. എന്തോ സ്വരം. ഫ്രാൻസിസ്, യജമാനെ സേവിക്കുന്നതോ ഭൃത്തിനെ സേവിക്കുന്നതോ കൂടുതൽ ഉപകാരപ്രദം. ഫ്രാൻസിസ്, യജമാനെ സേവിക്കുന്നത്. സ്വരം. അങ്ങനെയെങ്കിൽ ഭൃത്തിനെ സേവിക്കുവാൻ നീ പോകുന്നത് എന്തിനാ? ഫ്രാൻസിസ്, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. നീ അസീസിയിലേക്ക് മടങ്ങുക. നീ എന്ത് ചെയ്യണമെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കാം എന്ന് വീണ്ടും സ്വരം കേട്ടു. ഇതാ ദൈവവലിയുടെ രണ്ടാമത്തെ മണിനാദം. മടക്കയാത്ര. ഫ്രാൻസിസ് അത്ഭുതപ്പെട്ടു. തിരിച്ചു പോകണമെന്നാണ് ദൈവനിശ്ചയം. അപ്പോൾ മാടമ്പി സ്ഥാനമോ? അത് വെറും മായയാണ്. ദൈവദിനസ് നിറവേറ്റുക. ഉടൻ തന്നെ മടങ്ങുകയാണ് ഉത്തമം. അസിസിയിൽ ചെല്ലുമ്പോൾ ആളുകൾ എന്ത് പറയും? അത് സാരമില്ല. സ്വരമുണ്ടായത് ദൈവത്തിൽ നിന്നല്ലാതെ മനുഷ്യരിൽ നിന്നല്ല. ദൈവത്തിനും നിറവേറ്റുക തന്നെ എന്നിപ്രകാരം ഫ്രാൻസിസ് വിചാരിച്ചു. പ്രഭാതമായപ്പോൾ ഫ്രാൻസിസ് അതിശീഘ്രം അസിസിയിലേക്ക് മടങ്ങി. ഒരു സന്ധ്യാസമയത്താണ് അദ്ദേഹം വീട്ടിൽ വന്നു കയറിയത്. തന്മൂലം നഗരവാസികൾ ആരും അതത്ര ശ്രദ്ധിച്ചില്ല. പ്രാർത്ഥനാനന്തരം പീക്ക ചോദിച്ചു, എന്താ മകനെ വേഗം പോകുന്നത്? ദൈവദിനസ് ഇതാണമേ എന്ന് മാത്രം ഫ്രാൻസിസ് മറുപടി പറഞ്ഞു. പീറ്റർ ബെർണാഡ് കോപത്തോടുകൂടി വിവരം ചോദിച്ചു. പുത്രന്റെ മറുപടിയിൽ അയാളെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിലും അയാൾ അധികമൊന്നും സംസാരിച്ചില്ല. പ്രഭാതമായതോടുകൂടി ഫ്രാൻസിസിന്റെ പ്രത്യാഗമന വിവരം നഗരം മുഴുവൻ കടന്നു. ഉല്ലാസപ്രിയന്മാരായ സ്നേഹിതന്മാർ സന്തോഷം അടുത്തു വന്നു. ഫ്രാൻസിസിന്റെ മുഖത്ത് പ്രസരിപ്പും ഉന്മേഷവും കണ്ടില്ല. അവർ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തു. അതിലൊരാൾ ഒരു സുഹൃത്ത് സമ്മേളനത്തിനായി ഫ്രാൻസിസിനെ ക്ഷണിച്ചു. അദ്ദേഹം ക്ഷണം സ്വീകരിച്ചെങ്കിലും സമയമായപ്പോൾ വിരുന്നു പോയില്ല. നാലുപേർ ഫ്രാൻസിസിനെ അന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോൾ പീക്ക പറഞ്ഞു, ഉച്ചയായപ്പോൾ അവൻ എവിടെയോ പോയി, ഇതുവരെ തിരിച്ചു വന്നില്ല. അവർ വിഷണ്ണരായി അങ്ങും അന്വേഷിച്ചു. വിശുദ്ധ ദമിയാനോസിന്റെ പള്ളിയിൽ നിന്ന് ഫ്രാൻസിസ് ഇറങ്ങി വരുന്നത് കണ്ടു. അവസാനത്തെ നേരം. ആഹ്ലാദഭരിതരായി അവർ ഫ്രാൻസിസിനെ വിളിച്ചുകൊണ്ട് വിരുന്നുശാലയിലേക്ക് പോയി. പതിവ് പോലെ പ്രഥമ സ്ഥാനം ഫ്രാൻസിസിന് തന്നെ നൽകി. അവരോടുകൂടി ഉല്ലസിക്കുവാൻ ഫ്രാൻസിസ് ആവുന്നത്ര ശ്രമിച്ചു. എങ്കിലും ദൈവമേ, ഞാൻ എന്ത് ചെയ്യണം എന്ന് തുടരെ ഹൃദയത്തിൽ മന്ത്രിച്ചുകൊണ്ടിരുന്നു. വിരുന്ന് കഴിഞ്ഞ് ഘോഷയാത്ര ആരംഭിച്ചു. ഗാനമേളങ്ങളോടുകൂടെ അവർ നടന്നു നീങ്ങി. അട്ടഹാസവും ആർപ്പുവിളിയും മൂലം ആകാശമണ്ഡലം മുഴങ്ങി. കുറെ എണ്ണി ചെന്നപ്പോൾ യുവരാജാവായ ഫ്രാൻസിസിനെ കാണാനില്ല. അവർ പുറകോട്ട് നോക്കിയപ്പോൾ അര ഫർലോം അകലെ ആകാശത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി നിശ്ചലനായി നിൽക്കുന്ന ഫ്രാൻസിസിനെയാണ് കണ്ടത്. ഒരുവൻ ഓടിച്ചെന്ന് ഫ്രാൻസിസിന്റെ തോളിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ഇപ്രകാരം ചോദിച്ചു, ഇതെന്താ ഫ്രാൻസിസ്? പോയ വഴിക്ക് വല്ല തരുണീമണിയെയും കണ്ടോ? അവളെപ്പറ്റി ചിന്തിക്കുകയാണോ? വിവാഹാലോചനയുണ്ടോ? ആ സൗഭാഗ്യവതി ആരാണ്? എന്നോട് പറഞ്ഞാലും. ഫ്രാൻസിസ് ചിന്തയിൽ നിന്നുടന്ന് ഇപ്രകാരം പ്രതികരിച്ചു, അതെ, നിങ്ങൾ ആരും ഇന്നുവരെ ദർശിച്ചിട്ടില്ലാത്ത വിധത്തിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീരത്നത്തെ എന്റെ പ്രേമഭാജനമായി സ്വീകരിക്കാൻ ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ എന്താണ് പറയുന്നതെന്ന് ഫ്രാൻസിസ് അത്ര ചിന്തിച്ചില്ലെങ്കിലും അത് അദ്ദേഹത്തിന്റെ വിദൂരമായ ഭാവിയിൽ പാണിഗ്രഹണം ചെയ്യുവാനെന്ന ദാരിദ്ര്യമാകുന്ന മണവാട്ടി സൂചിപ്പിക്കുകയായിരുന്നു. ഘോഷയാത്ര തുടർന്നു. പതിവ് പോലെ പാദയാത്രയോടുകൂടി അത് അവസാനിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് വീട്ടിലേക്ക് മടങ്ങി. അത് അദ്ദേഹത്തിന്റെ അവസാനത്തെ വിനോദ ഘോഷയാത്രയായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ദൃശ്യമായി തുടങ്ങി. സുഹൃത്ത് സമ്മേളനത്തിൽ വിരക്തി തോന്നിയതോടുകൂടി പാവങ്ങൾക്ക് വേണ്ടി സ്വഭവനത്തിൽ വിരുന്ന് സൽക്കാരം നടത്തുവാൻ അദ്ദേഹം ഔത്സുക്യം പ്രദർശിപ്പിച്ചു. പീക്ക സന്തോഷത്തോടുകൂടി സഹകരിച്ചു. അതിൽ സമ്മതിക്കുവാൻ ഫ്രാൻസിസ് തന്റെ കൂട്ടുകാരെ ക്ഷണിച്ചെങ്കിലും അവർ അതിന് സന്നിഹിതരായിരുന്നില്ല. അവരുടെ സുഹൃത്ത് സമ്മേളനത്തിന് അവർ ഫ്രാൻസിസിനെ പിന്നീട് ക്ഷണിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയുക പതിവായിരുന്നു, ഇന്ന് ഞാൻ വീട്ടിലൊരു സദ്യ ഒരുക്കിയിട്ടുണ്ട്. എന്റെ സാന്നിധ്യം അവിടെ ആവശ്യമാണ്. ദയവായി ക്ഷമിക്കണം. സുദീർഘമായ പ്രാർത്ഥന. എല്ലാ ദിവസവും രാവിലെ ഫ്രാൻസിസ് വിശുദ്ധ ദമിയാനോസിന്റെ പള്ളിയിൽ പോയി നിലവിളിയിൽ സംബന്ധിച്ച ശേഷം ദീർഘനേരം പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാൻ തുടങ്ങി. പിന്നീട് കുറെ സമയം കടയിൽ ജോലി നോക്കിയിട്ട് വൈകുന്നേരമായപ്പോൾ ആകുമ്പോൾ വീണ്ടും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു. വിശുദ്ധ ദമിയാനോസിന്റെ പള്ളിയുടെ ഒരു ഭാഗം ജീർണിച്ച് മറഞ്ഞു വിടാറായിരുന്നു. അസീസി നഗരത്തിന്റെ കോട്ടയ്ക്ക് വെളിയിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു പുരാതന ദേവാലയമായിരുന്നു അത്. അതിനകത്ത് ഒരു വലിയ ക്രൂശിത ചിത്രമുണ്ട്. പലകയിൽ എഴുതപ്പെട്ട ചിത്രം. അവിടെ ഫ്രാൻസിസ് എണ്ണ ഒഴിച്ച് തിരി കത്തിച്ച ശേഷം മുട്ടുകുത്തി കൈകൾ വിരിച്ച് തീക്ഷ്ണതാപൂർവ്വം ഏതാണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുക പതിവായി തീർന്നു. സത്യസ്വരൂപനായ ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. മനുഷ്യരക്ഷാർത്ഥം കുരിശിൽ തൂങ്ങി മരിച്ച ഈശോ, അങ്ങേക്ക് സ്തുതി. ഡമാസ്കസിലേക്ക് യാത്ര ചെയ്ത സാവൂലിന് വെളിച്ചം നൽകിയ ഈശോ, എനിക്ക് ജ്ഞാന വെളിച്ചം നൽകണമേ. ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങനെ അറിയിക്കണമേ. ഞാൻ അങ്ങേ സൃഷ്ടിയാകുന്നു. എനിക്കുള്ളതെല്ലാം അങ്ങയുടെ ദാനങ്ങളാകുന്നു. എന്റെ ശക്തിയും കഴിവുകളും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവയെ ഏതു വിധത്തിൽ വിനിയോഗിക്കണമെന്ന് അങ്ങനെ അറിയിക്കണമേ. വിശുദ്ധ ദമിയാനോസിന്റെ നാമത്തിലുള്ള ദേവാലയം ജീർണാവസ്ഥ പ്രാപിച്ചിരുന്നതിനാൽ വൈകുന്നേരം ആ പള്ളിയിൽ ആരും തന്നെ വരാറില്ലായിരുന്നു. വൃദ്ധനായ ഇടവക വികാരി തന്റെ നമസ്കാരം മുറിയിലിരുന്ന് ചൊല്ലിക്കൊള്ളും. അതുകൊണ്ട് ഫ്രാൻസിസ് ദീർഘനേരം പ്രാർത്ഥിക്കുന്നത് ആരും കാണാറില്ലായിരുന്നു. അസീസി പട്ടണത്തിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയായി ഒരു വനമുണ്ട്. കാർച്ചറി എന്നു പേര്. അതിൽ പല ഗുഹകളുണ്ട്. സമവയസ്കനായ ഒരു ആത്മാർത്ഥ സ്നേഹിതനും ഒന്നിച്ച് ഫ്രാൻസിസ് ആ വനത്തിൽ പലപ്പോഴും പോകുവാൻ തുടങ്ങി.
സ്നേഹിതനെ വെളിയിൽ നടത്തിയ ശേഷം ഫ്രാൻസിസ് ഒരു ഗുഹയ്ക്കുള്ളിൽ ദീർഘനേരം ധ്യാനിച്ചിരുന്നു. പല നല്ല കാര്യങ്ങളെക്കുറിച്ചും ഫ്രാൻസിസ് അവിടെ ഇരുന്നു കൊണ്ട് ഏതാണ്ട് ഇപ്രകാരം ചിന്തിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ്? ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്ത് മരണാനന്തരം അവിടത്തോടുകൂടി നിത്യഭാഗ്യം അനുഭവിക്കുന്നതിനാണല്ലോ. ഒരിക്കലും അവസാനിക്കാത്ത കാലത്തോളം ഭാഗ്യം അനുഭവിക്കാനാണല്ലോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഞാൻ ഈ ലോകത്തിൽ എത്ര കൊല്ലം ജീവിക്കുമായിരിക്കും? 80 കൊല്ലം. ഒരുപക്ഷെ ഞാൻ മാടമ്പിയായാൽ ആ പദവി എത്ര നാൾ നിലനിൽക്കും? 40 കൊല്ലത്തിലപ്പുറം പോവുകയില്ല. പണ്ട് എത്രയെത്ര മാടമ്പിമാരുണ്ടായിരുന്നു. അവരുടെ കഥകൾ ട്രൂബഡേഴ്സ് ഭംഗിയായി പാടുന്നുണ്ടെങ്കിലും ആ മാടമ്പിമാർക്ക് എന്തു ഗുണം? എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ആ സ്ഥാനം അവർ കരസ്ഥമാക്കിയത്. അവരുടെ കഴിവുകൾ മുഴുവൻ പ്രയോഗിച്ചു. എന്തിനാ? 40 കൊല്ലത്തേക്ക് പ്രശസ്തിയോടുകൂടി ജീവിക്കുവാൻ ഒരുവന് കീർത്തി ഉണ്ടെങ്കിൽ തന്നെ ധനവും സുഖവും നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം. എനിക്ക് സുഖക്കേട് വന്നപ്പോൾ ശാശ്വതമായ സുഖം നൽകുവാൻ സൃഷ്ടികാരങ്ങൾക്ക് സാധ്യമല്ലെന്നും ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. മായ മായ സകലതും മായ. ഈ ലോകം കടന്നുപോകും. നിത്യസൗഭാഗ്യത്തിനായി ഞാൻ യത്നിക്കേണ്ടതല്ലേ? അതിനാണല്ലോ ദൈവം ഈ ലോകജീവിതം എനിക്ക് നൽകിയിരിക്കുന്നത്. സ്വർഗത്തിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കുവാൻ ഇത്രയും കാലം ഞാൻ എന്ത് ചെയ്തു? ദൈവം നൽകിയ സമയം പാഴാക്കിയില്ലേ? സ്വർഗത്തിൽ സൗഭാഗ്യം അനുഭവിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുവാനുള്ള സമയം കൂട്ടുകാരോടുകൂടി ഉല്ലസിച്ച് നഷ്ടപ്പെടുത്തി. എന്തൊരു കഷ്ടം, മഹാപാപം. ഫ്രാൻസിസ് സാഷ്ടാംഗം ഏതാണ്ട് ഇപ്രകാരം ഉരുവിട്ടു. ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു, ബലവാനെ അങ്ങ് പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഈശോനാഥ, ജീവിക്കുന്നവനായ ദൈവത്തിന്റെ പുത്ര, സകല ചരാചരങ്ങളുടെയും സൃഷ്ടികർത്താവേ, ഞങ്ങളുടെ രക്ഷക, രാജാവേ, ഗുരു, ഞങ്ങളുടെ നല്ല ഇടയ, സഹോദര, സ്നേഹിത, ഞങ്ങളുടെ വഴിയും വെളിച്ചവും ജീവനുമായുള്ളവനെ, ഞങ്ങളുടെ ഭക്ഷണമേ, ഭാഗ്യമേ, സമസ്തവുമേ, ഞാൻ കുമ്പിട്ടങ്ങയെ സ്തുതിച്ചാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ഈ ലോകത്തെ വീണ്ടെടുത്തു. സ്തോത്രം, 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 കോടാനുകോടി സ്തോത്രം. അങ്ങ് സകലരാലും അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും അനുകരിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. എന്റെ ദൈവമേ, എന്റെ സർവസ്വമേ. ഫ്രാൻസിസ് മുട്ടുകുത്തി കരങ്ങൾ വീഴ്ച പ്രാർത്ഥിച്ചു. എന്റെ ഈശോ, എന്റെ മേൽ കൃപയായിരിക്കണമേ, എന്റെ പാപങ്ങൾ പൊറുക്കണമേ. എത്രയോ അനുഗ്രഹങ്ങൾ അവിടെ നിന്റെ മേൽ വർഷിച്ചു. ഞാൻ അങ്ങയെ ആരാധിച്ച് സ്തുതിക്കുന്നതിന് പകരം യജമാനായ എന്റെ ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം എന്റെ ശരീരത്തിന്റെ പ്രവണതകൾ തൃപ്തിപ്പെടുത്തുന്നതിന് ഞാൻ സമയം ചെലവഴിച്ചു. ഭക്തരായ ശരീരത്തെ സേവിക്കുവാനാണ് ഞാൻ കൂടുതൽ സ്വട്ടപതിച്ചത്. എന്റെ യവനത്തിളപ്പിൽ ഭൗതിക സുഖസമൃദ്ധിയും ഐശ്വര്യവും ആവോളം ആസ്വദിച്ചുകൊണ്ട് ഞാൻ ജീവിതം തുടർന്നു. ദയാപരനായ ഈശോ, എന്റെ മേൽ കൃപയായിരിക്കണമേ. അവിടുന്ന് ഭൂമിയിൽ ജാതനായ നിമിഷം മുതൽ അവിടുത്തെ അന്ത്യനിമിഷം വരെയും കഷ്ടപ്പാടുകാവുന്ന കാസ ഊറ്റി കുടിച്ചുവല്ലോ. യജമാനായി അവിടുന്ന് എനിക്ക് വേണ്ടി സഹിക്കുമ്പോൾ ഭക്തരായ ഞാൻ എങ്ങനെ സുഖസന്തോഷങ്ങൾ അനുഭവിക്കും? ഭൗതിക സുഖത്തിൽ മുങ്ങി മയങ്ങി ഞാൻ സമയം ചെലവഴിച്ചു. എന്റെ അപരാധങ്ങൾ ക്ഷമിക്കണമേ. എന്റെ ജീവിതയാത്രയുടെ ഒരു നല്ല ഭാഗം ഞാൻ നഷ്ടമാക്കി. നിത്യസൗഭാഗ്യത്തിനു വേണ്ടി വേല ചെയ്യുവാനുള്ള വിലയേറിയ സമയം മഹാപാപിയായി ഞാൻ നഷ്ടമാക്കി. കർത്താവേ, എന്റെ പാപങ്ങൾ പൊറുക്കണമേ. ദിവ്യനാഥ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയിക്കണമേ. ഇങ്ങനെ മാസങ്ങൾ 3-4 കഴിഞ്ഞു. ഫ്രാൻസിസ് പകൽ സമയത്ത് കുറെ നേരം കടയിൽ ചെലവഴിക്കുകയും പിന്നീട് തെരുവീതിയിലൂടെ മൗനമായി നടക്കുകയും ചെയ്തിരുന്നു. അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കും. സുഹൃത്തുക്കളുമായുള്ള സല്ലാപവും സമ്മേളനവും സൽക്കാരവും പാടെ ഉപേക്ഷിച്ചു. ഈശോയുടെ പ്രതിനിധികളായ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ അദ്ദേഹം കൂടുതൽ ഔത്സുക്യം പ്രദർശിപ്പിച്ചു. ദിവസത്തിന്റെ ഒരു നല്ല ഭാഗം വിശുദ്ധ ദിനിയാനോസിന്റെ ദേവാലയത്തിൽ അദ്ദേഹം ചെലവഴിച്ച് ദിവ്യനാഥനുമായി സംഭാഷണം ചെയ്തിരുന്നു. ചിലപ്പോൾ വനാന്തരങ്ങളിലൂടെ ഏകാഗിയായി നടന്ന ചിന്തയിൽ ലയിച്ചിരുന്നു. അധ്യായം 8. ദാരിദ്ര്യമണവാട്ടി. റോമിലേക്കുള്ള തീർത്ഥാടനം. ദൈവത്തിൽ നിന്ന് ഒരടയാളവും കാണാതിരുന്നതിനാൽ ഫ്രാൻസിസ് വിഷമിച്ചു. ഇനി എന്താണ് ചെയ്യുക? റോമൻ നഗരത്തിലേക്ക് തീർത്ഥാടനം നടത്തി അപ്പസ്തോലന്മാരുടെ കബറടത്തിങ്കൽ പ്രാർത്ഥിക്കുന്നതായാൽ ദൈവനിവേശനം ഉണ്ടായേക്കാമെന്ന് പ്രതീക്ഷിച്ചു. അസീസിയിൽ നിന്ന് 117 മൈലുണ്ട് റോമിലേക്ക്. ഫ്രാൻസിസ് അവിടെ എത്തി വളരെ തീക്ഷ്ണതാപൂർവ്വം പ്രാർത്ഥിച്ചു. ഉദാരമായ നേർച്ച. അവിടെ വന്ന തീർത്ഥകർ വെറും തുച്ഛമായ സംഖ്യ നേർച്ചയിടുന്നത് കണ്ടപ്പോൾ ഫ്രാൻസിസിന് സങ്കടം തോന്നി. അപ്പസ്തോല പ്രമുഖനായ വിശുദ്ധ പത്രോസിന്റെ ദേവാലയം പൂർത്തിയാക്കുവാൻ ഏവരും ഉത്സാഹിച്ച് ധാരാളം കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നതിന് പകരം ഇതോ ചെയ്യുന്നത് എന്ന് ഫ്രാൻസിസ് വിചാരിച്ചു. കൈ നിറച്ച് നാണയങ്ങൾ തിരുക്കബറടത്തിങ്കലേക്ക് അദ്ദേഹം വാരിയിട്ടു. നാണയങ്ങളുടെ കിലുകിലാ ശബ്ദം കേട്ട് അനേകർ എത്തിനോക്കി. ദാനധർമ്മം. ഫ്രാൻസിസ് ദേവാലയത്തിൽ നിന്ന് വെളിയിൽ വന്നപ്പോൾ അനേകം ഭിക്ഷക്കാർ അദ്ദേഹത്തെ സമീപിച്ചു. മടക്കയാത്രയ്ക്കുള്ള തുകയിൽ നിന്ന് അദ്ദേഹം ധർമ്മം കൊടുക്കുവാൻ തുടങ്ങി. കയ്യിലുണ്ടായിരുന്നത് മുഴുവൻ കൊടുത്തു തീർന്നിട്ടും ഭിക്ഷ കിട്ടാത്തവർ ഉണ്ടായിരുന്നു. ദീനദയാലുവായ ഫ്രാൻസിസ് തീവ്രമായ സങ്കടത്തിൽ അകപ്പെട്ടുവെന്ന് പറയാതെ തരമില്ല. ആ ഭിക്ഷക്കാർ മനസ്സിലാക്കുമോ താൻ കൈവശമുണ്ടായിരുന്നതെല്ലാം കൊടുത്തു തീർത്തതാണെന്ന്? താൻ പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? രാജകീയമായ വിധത്തിൽ വേഷഭൂഷാദികൾ അണിഞ്ഞ ഒരുവന്റെ കൈവശം പണമില്ലെന്ന് ആര് വിശ്വസിക്കും? എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ഫ്രാൻസിസ് പല പ്രാവശ്യം പറഞ്ഞു. ഭിക്ഷുക്കൾ അത് കേട്ട് പിന്തിരിയുവാൻ തുനിഞ്ഞില്ല. ഫ്രാൻസിസിന്റെ സ്നേഹമസൃണമായ സംസാരം മൂലം തന്റെ ചുറ്റും കൂടിയ യാചകരുടെ സംഖ്യ വർദ്ധിച്ചു വന്നു. അവസാനം തന്റെ വിലയേറിയ വസ്ത്രങ്ങൾ ഓരോന്നായി ആ യാചകർക്ക് നൽകിക്കൊണ്ട് അവരിൽ ഒരുവന്റെ കീറിയ വസ്ത്രങ്ങൾ ഫ്രാൻസിസ് വാങ്ങി ധരിച്ചു. അങ്ങനെ എല്ലാം തീർന്നപ്പോൾ യാചകർ അദ്ദേഹത്തെ വിട്ടുമാറി. ഫ്രാൻസിസ് ഒരു ഭിക്ഷു. ഈ ദരിദ്രരുടെ യഥാർത്ഥ സ്ഥിതി എങ്ങനെയെന്ന് രുചിച്ചറിയുവാൻ ഫ്രാൻസിസിന് ആഗ്രഹം ജനിച്ചു. അവരെ പോലെ അദ്ദേഹവും ഭിക്ഷ യാചിക്കുവാൻ തുടങ്ങി. ശരീരം കൊഴുത്തിരുന്നതിനാൽ പലരും ചോദിച്ചു, തനിക്ക് ജോലി ചെയ്ത് ജീവിക്കുവാൻ പാടില്ലേ? ആരും ഒന്നും ഫ്രാൻസിസിന് നൽകിയില്ല. കുറെ നേരം പരീക്ഷണാർത്ഥം യാചിച്ചു. എന്നാൽ വിശപ്പ്
കലശലായപ്പോൾ ദാരിദ്ര്യത്തിന്റെ തിക്തഫലം അദ്ദേഹം നന്നായി രുചിച്ചറിഞ്ഞു. ഒരു ഭിക്ഷുവിന് കിട്ടിയ ഭക്ഷണത്തിൽ ഫ്രാൻസിസ് പങ്കുപറ്റി വിശപ്പടക്കി. റോമിൽ വെച്ചും പ്രത്യേകമായ വെളിപാടൊന്നും ഉണ്ടാകുന്ന ലക്ഷണം കണ്ടില്ല. ഫ്രാൻസിസ് അസിസിയിലേക്ക് മടങ്ങി. എന്നാൽ ദൈവം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാവിനെ ഓരോ വിധത്തിൽ പരിശീലിപ്പിക്കുകയാണെന്ന് ഫ്രാൻസിസ് അപ്പോൾ മനസ്സിലാക്കിയില്ല. ദൈവപരിപാലനയുടെ ഗതിവിഗതികൾ ആരറിഞ്ഞു? പിതാവിന്റെ മർദ്ദനം. ഫ്രാൻസിസ് ഭിക്ഷക്കാരോടുകൂടി ജീവിച്ച വിവരം അദ്ദേഹം അസിസിയിൽ ചെന്നെത്തുന്നതിന് മുൻപ് തന്നെ അവിടെ പരന്നു കഴിഞ്ഞിരുന്നു. പീറ്റർ ബെർണാർഡ് കോപാക്രാന്തനായി ഫ്രാൻസിസിനെ നിഷ്ഠൂരമായി പ്രഹരിച്ചു. പുത്രന്റെ ഭാവിയെപ്പറ്റി എത്ര മനോഹര സ്വപ്നങ്ങൾ അദ്ദേഹം കണ്ടിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം തകർന്നതിൽ ഉണ്ടായ കോപം ശമിപ്പിക്കുവാൻ അദ്ദേഹം കണ്ട ഏക മാർഗം ഈ മർദ്ദനം മാത്രമാണ്. നിർദ്ദയമായ മർദ്ദനം. പ്രാർത്ഥനയും സേവനവും. കഴിഞ്ഞ ഏതാനും മാസങ്ങളിലേതുപോലെ ഫ്രാൻസിസ് പ്രാർത്ഥനയുടെയും സേവനത്തിന്റെയും ജീവിതം തുടർന്നു. പിതാവ് ഭവനത്തിൽ ഇല്ലാതിരുന്ന തക്കം നോക്കി സാധുക്കളെ ക്ഷണിച്ചു വരുത്തി അവരെ ഹൃദ്യമായി സൽക്കരിച്ചിരുന്നു. പഴയ സുഹൃത്തുക്കളുടെ സന്ദർശനം വിരളമായി. അവർ സാധുക്കളോടുകൂടി സദ്യയിൽ പങ്കുകൊള്ളുവാൻ സന്നദ്ധരായില്ല. ഒരു ദിവസം ഫ്രാൻസിസ് വിശുദ്ധ ദമിയാനോസിന്റെ ദേവാലയത്തിലെ ക്രൂശിത ചിത്രത്തിന്റെ മുൻപിൽ മുട്ടുകുത്തി കർത്താവിന്റെ പീഡാനുഭവങ്ങളെപ്പറ്റി ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ഒരു കുഷ്ഠരോഗിയാണെന്ന് ഞങ്ങൾ വിചാരിച്ചു എന്ന് രക്ഷകനെ സംബന്ധിച്ച് ഏഷ്യായുടെ ദീർഘദർശനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യം ഫ്രാൻസിസിന്റെ ഓർമ്മയിൽ വന്നു. അദ്ദേഹം തുടർന്ന് ചിന്തിച്ചു, മിശിഹായെ കുഷ്ഠരോഗികളോട് താരതമ്യപ്പെടുത്തുന്നു. എന്തൊരു സങ്കടം! കുഷ്ഠം എത്ര ഭയാനകമായ ഒരു രോഗമാണത്! കുഷ്ഠരോഗിയുടെ ദുർഗന്ധം അവരെ സമീപിക്കുവാൻ എന്ത് പ്രയാസം! അവരെ കണ്ടുമുട്ടിയപ്പോഴൊക്കെ ഞാൻ ഇന്നുവരെ അകന്നു പോകുകയാണ് ചെയ്തിട്ടുള്ളത്. ഈശോനാഥൻ കുഷ്ഠരോഗികളെ പോലെ ആയിത്തീർന്നു. ആർക്കു വേണ്ടി? എനിക്ക് വേണ്ടി. പീഡിതനായ മിശിഹായുടെ പ്രതിച്ഛായയാണ് കുഷ്ഠരോഗികൾ. അവരെ ദർശിക്കുന്ന മാത്രയിൽ പിന്തിരിഞ്ഞു കളയുന്നത് ഈശോയിൽ നിന്ന് അകന്നു പോകുന്നതിന് സമമല്ലേ? കർത്താവെ, ക്ഷമിക്കണമേ. എന്റെ അപരാധങ്ങൾ അതിരുത്തേതാകുന്നു. സുഖലോൽപനായി ഞാൻ ജീവിച്ചു. എന്റെ നാഥ, എന്റെ സകല പാപങ്ങൾക്ക് മാപ്പ് നൽകണമേ. ഇനിമേലിൽ കുഷ്ഠരോഗികളെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ മുഖം തിരിക്കുകയില്ല. അവരിൽ നിന്ന് ഓടിപ്പോകുകയില്ല. സ്നേഹപൂർവ്വം അവരെ സഹായിക്കാം. ദൈവതിരുമനസ്. ഒരു ദിവസം ഫ്രാൻസിസ് തീക്ഷ്ണതാപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവനിവേശനമുണ്ടായി. ഫ്രാൻസിസെ, എന്റെ ഇഷ്ടം എന്താണെന്ന് അറിയുവാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നാളിതുവരെ നിന്റെ ശരീരം അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ സുഖഭോഗങ്ങളെയും നീ പരിത്യജിക്കുകയും വെറുക്കുകയും വേണം. ഇപ്രകാരം ചെയ്യുവാൻ നീ തുടങ്ങുമ്പോൾ മുമ്പ് നിനക്ക് സുഖവും സംതൃപ്തിയും നൽകിയവയെല്ലാം വെറുപ്പുള്ളതും അസഹനീയവുമായി തീരും. അതിനു പകരം മുമ്പ് നിനക്ക് വെറുപ്പ് വരുത്തിയിരുന്നവയെല്ലാം വലിയ സന്തോഷവും സംതൃപ്തിയും കൈവരുത്തും. ഇത് കേട്ടപ്പോൾ ഫ്രാൻസിസിന് വളരെ ആശ്വാസമുണ്ടായി. കുഷ്ഠരോഗിയായി പ്രത്യക്ഷപ്പെട്ട ഈശോ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് സ്പൊലോറ്റോ താഴ്വരയിൽ കൂടി ഫ്രാൻസിസ് കുതിരപ്പുറത്ത് സവാരി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വഴിമധ്യേ ഒരു കുഷ്ഠരോഗിയെ കാണുവാനിടയായി. തന്റെ പ്രതിജ്ഞയെ പറ്റിയോ ദൈവിക വെളിപാടിനെ പറ്റിയോ ഒട്ടും ചിന്തിക്കാതെ പഴയ രീതിയിൽ കുതിരയെ പുറകോട്ട് തിരിച്ച് അദ്ദേഹം കടന്നുപോയി. കുറച്ചു ദൂരം ചെന്നപ്പോൾ തന്റെ പ്രതിജ്ഞയെപ്പറ്റി ഓർമ്മ വന്നു. അപ്പോൾ കുഷ്ഠരോഗി നിന്നിരുന്ന സ്ഥലത്തേക്ക് ഫ്രാൻസിസ് കുതിരയെ തിരിച്ചുവിട്ടു. ആ സാധു മനുഷ്യൻ നിന്നിരുന്ന സ്ഥാനത്തു നിന്നും നീങ്ങിയിട്ടില്ല. അയാൾ അത്ര അർശനായിരുന്നു. പ്രസ്തുത കുഷ്ഠരോഗിയോട് ഫ്രാൻസിസിന് അനുകമ്പ തോന്നി. തൽഫലമായി അദ്ദേഹം കുതിരപ്പുറത്തു നിന്ന് താഴെ ഇറങ്ങി അയാളുടെ പക്കലേക്ക് ഓടിയെത്തി. എന്തെങ്കിലും വേണമെന്ന ഭാവത്തിൽ ആ കുഷ്ഠരോഗി ഫ്രാൻസിസിന്റെ നേരെ കൈനീട്ടി. ഫ്രാൻസിസിന്റെ ഹൃദയം തുടിച്ചു, മനമിളകി. അദ്ദേഹം ഇപ്രകാരം അന്തരംഗത്തിൽ മന്ത്രിച്ചു, പ്രവാചകനായ യേശയ്യ ദിവരക്ഷകനെ താരതമ്യപ്പെടുത്തിയത് ഇപ്രകാരമുള്ള കുഷ്ഠരോഗികളോടാണല്ലോ. പാവം, ഈ രോഗി ഒരടി മുന്നോട്ട് വയ്ക്കുന്നത് എത്രമാത്രം ക്ലേശിച്ചാണ്. തന്റെ അപരാധത്തിന് മാപ്പ് അപേക്ഷിച്ച ശേഷം ആ രോഗിയെ ഫ്രാൻസിസ് ആശ്ലേഷിക്കുകയും അയാളുടെ കൈ ചുംബിക്കുകയും ചെയ്തു. അനന്തരം ഏതാനും നാണയങ്ങൾ അദ്ദേഹം ആ രോഗിയുടെ കയ്യിൽ നിക്ഷേപിച്ചു. ആ കുഷ്ഠരോഗി ഫ്രാൻസിസിന് സമാധാന ചുംബനം നൽകുകയും ചെയ്തു. എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ഫ്രാൻസിസിന്റെ മനസ്സിൽ കളിയാടി. ആത്മവിജയം നേടിയിരിക്കുന്നു. സംതൃപ്തിയോടുകൂടി ഫ്രാൻസിസ് കുതിരപ്പുറത്ത് കയറിയിരുന്നു. ആ രോഗിയെ ഒന്നുകൂടി കാണുവാൻ അദ്ദേഹം തിരിഞ്ഞു നോക്കി. അത്ഭുതം, അയാളെ അവിടെയൊന്നും കാണാനില്ല. വിശാലമായ മൈതാനം. കുഷ്ഠരോഗി ഇത്ര വേഗം എങ്ങോട്ട് പോകുവാനാണ്? നടന്നു പോകുക സാധ്യമല്ല. മറഞ്ഞുപോയി. അതെ, ദിവ്യനായ ഈശോ കുഷ്ഠരോഗിയുടെ വേഷത്തിൽ അവിടെ വന്ന് ഫ്രാൻസിസിന്റെ ചുംബനം സ്വീകരിക്കുവാൻ കാത്തു നിൽക്കുകയായിരുന്നു. ദൈവവിളിയുടെ മൂന്നാം ഘട്ടം. ഫ്രാൻസിസിന്റെ ശരീരം മുഴുവൻ കോരിത്തരിച്ചു. എന്ത്, ഞാൻ ഈശോനാഥനെ ചുംബിച്ചുവോ? അതെ, ദൈവത്തിന് സ്തുതി. റോമിൽ പോയിട്ട് പോലും ഇതുപോലൊരു അനുഭവം ഉണ്ടായില്ലല്ലോ. ഏഷ്യ ദീർഘദർശി 53-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് എത്രയോ വാസ്തവം. മേലാൽ യജമാനായ ഈശോയെ ശുശ്രൂഷിക്കുവാൻ ഞാൻ വളരെ ദൂരം സഞ്ചരിക്കേണ്ടതില്ല. വെളിപാടുകളൊന്നും പ്രതീക്ഷിക്കേണ്ടതുമില്ല. കുഷ്ഠരോഗാശുപത്രിയിൽ പോയി ആ പാവപ്പെട്ടവരെ ശുശ്രൂഷിച്ചാൽ മതി എന്നിപ്രകാരം ചിന്തിച്ചുകൊണ്ട് ഫ്രാൻസിസ് കുഷ്ഠരോഗാശുപത്രിയിലേക്ക് യാത്രയായി. അന്നു മുതൽ അദ്ദേഹം കുഷ്ഠരോഗികളുടെ വ്രണങ്ങളും പാദങ്ങളും കഴുകുവാൻ തയ്യാറായി. മാത്രമല്ല, ദിവ്യനാഥന്റെ തിരുമുറിവുകളിൽ ചുംബിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം പലപ്പോഴും അവരുടെ വ്രണങ്ങൾ ചുംബിച്ചിരുന്നു. ഇതാണ് വിശുദ്ധ ഫ്രാൻസിസിന്റെ മനസാന്തരത്തിന്റെ മൂന്നാം ഘട്ടം. പീറ്റർ ബെർണാർഡിന്റെ കോപം. പ്രസ്തുത സംഭവങ്ങളെല്ലാം പീറ്റർ ബെർണാർഡ് അറിയുവാനിടയായി. ഫ്രാൻസിസ് സ്വഭവനത്തിൽ മടങ്ങി വന്നപ്പോൾ
ബർണാഡ് സ്വപുത്രനെ അതികഠിനമായി ശിക്ഷിക്കുകയും പ്രഹരിക്കുകയും ചെയ്തു. പീക്ക തടയുവാൻ ശ്രമിച്ചു. പക്ഷേ ഫ്രാൻസിസിന്റെ അനുജനായ ആഞ്ചലോ പിതാവിന്റെ കോപത്തിന് മാറ്റുകൂട്ടി. അയാൾ പറയുകയാണ്, നമ്മുടെ കടയിൽ ഇനി ആര് വരും? ചേട്ടനെ മേലാൽ നമ്മുടെ കടയിൽ കയറ്റരുത്. ബർണാഡ് ഫ്രാൻസിസിനോട് ചോദിച്ചു, ഇനിയും നീ കുഷ്ഠരോഗികളുടെ അടുത്ത് പോകുമോ? ഫ്രാൻസിസ് ഒന്നും പറഞ്ഞില്ല. പ്രഹരിച്ചുകൊണ്ട് ബർണാഡ് വീണ്ടും ചോദിച്ചു. അപ്പോൾ ഫ്രാൻസിസ് പറയുകയാണ്, ദിവ്യനായ ഈശോ കുഷ്ഠരോഗികളെ സമാശ്വസിപ്പിച്ചല്ലോ. ഇത് കേട്ടപ്പോൾ ബർണാർഡിന്റെ കോപം 10 മടങ്ങ് വർദ്ധിച്ചു. പുത്രനെ നിർദ്ദയം മർദ്ദിച്ച ശേഷം പുറത്തു പോകൂ, ഇവിടെ ഇനി കയറി വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫ്രാൻസിസിനെ വീട്ടിൽ നിന്നും തള്ളിയിറക്കി. ദിവ്യനായകന്റെ സമീപത്തേക്ക്. എങ്ങോട്ട് പോകും? ആരാശ്രയം നൽകും? ആരംഗീകരിക്കും? ഇതൊന്നും ഫ്രാൻസിസിന് ഒരു പ്രശ്നമായിരുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവരെ വരുവിൻ, നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം എന്ന സ്നേഹവചസ്സുകൾ അരുളി ചെയ്ത ദിവ്യനാഥൻ തന്നെ പാർത്തിരിക്കുന്നുവെന്ന് ഫ്രാൻസിസിന് നിശ്ചയമുണ്ടായിരുന്നു. അദ്ദേഹം വിശുദ്ധ ദമിയാനോസിന്റെ ദേവാലയത്തിലേക്ക് പോയി. അടി കൊണ്ടതിലോ ഭവനത്തിൽ നിന്ന് ബഹിഷ്കൃതനായതിലോ അല്ല അദ്ദേഹത്തിന് സങ്കടം. കർത്താവിന്റെ പീഡാനുഭവങ്ങളും അതിന് കാരണമായ തന്റെ പാപങ്ങളുമാണ് ഫ്രാൻസിസിന് ദുഃഖഹേതുവായിരുന്നത്. അദ്ദേഹം മുട്ടിന്മേൽ നിന്നുകൊണ്ട് കരങ്ങൾ വിരിച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു. എന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി കുഷ്ഠരോഗിയെ പോലെ കാണപ്പെടുവാൻ തക്കവണ്ണം പീഡകൾ അനുഭവിച്ച കർത്താവെ സ്തോത്രം. എന്റെ നിരവധി പാപങ്ങൾ അങ്ങ് പൊറുക്കണമേ. പ്രാർത്ഥനാനന്തരം അദ്ദേഹം കുഷ്ഠരോഗ ആശുപത്രിയിൽ പോയി ആ പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ പലത് കഴിഞ്ഞു. അതിനിടയ്ക്ക് പീറ്റർ ബർണാർഡ് തന്റെ രണ്ടാമത്തെ പുത്രനായ ആഞ്ചലോയെ കട ഏൽപ്പിച്ചതിനു ശേഷം ദൂരദേശത്തേക്ക് യാത്രയായി. ഒരു ദിവസം വൈകുന്നേരം വിശുദ്ധ ദമിയാനോസിന്റെ ദേവാലയത്തിലെ ക്രൂശിത ചിത്രത്തിന്റെ മുൻപിൽ ഫ്രാൻസിസ് പ്രാർത്ഥിക്കുകയാണ്. പള്ളിയിലെ കെടാവിളക്ക് പ്രകാശിക്കുന്നുണ്ട്. ആ മങ്ങിയ വെളിച്ചത്തിൽ ക്രൂശിത രൂപം കാണാം. അതിൽ ദൃഷ്ടികൾ ഉറപ്പിച്ച് മുട്ടുകുത്തി കൈകൾ വിരിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു. എന്റെ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കുവാൻ അങ്ങ് ഇത്രയധികം ക്ലേശങ്ങൾ സഹിച്ചിട്ടും അങ്ങയെ സ്നേഹിക്കുന്നതിനും ആരാധിക്കുന്നതിനും സ്മരിക്കുന്നതിനു പോലും ഞങ്ങൾ മനസ്സാകുന്നില്ല. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രസ്തുത ദേവാലയം ജീർണാവസ്ഥ പ്രാപിച്ചിരുന്നുവെന്ന് മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ സ്ഥിതി കണ്ട് ഫ്രാൻസിസ് ഹൃദയപൂർവ്വം ദുഃഖിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ലയിച്ചു. ദിവ്യനാഥന്റെ അതീവ സ്നേഹത്തെപ്പറ്റി ധ്യാനിച്ച് ദൈവവുമായി ഏകീഭവിച്ച സ്ഥിതിയിൽ അദ്ദേഹം നിലകൊള്ളുകയാണ്. അദ്ദേഹം ഇപ്രകാരം ഹൃദയത്തിൽ ഉരുവിട്ടു. എന്റെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹം എത്രമാത്രം വലിയതാണെന്ന് ഗ്രഹിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. കർത്താവെ, അങ്ങയുടെ ഭവനം പ്രാർത്ഥനയുടെ ആലയമാണല്ലോ. ഇത് വിശുദ്ധിയുള്ളതായിരിക്കട്ടെ. ക്രൂശിതന്റെ ആഹ്വാനം, ദൈവവിളിയുടെ 4ാം ഘട്ടം. ഫ്രാൻസിസ് ഇപ്രകാരം പ്രാർത്ഥിക്കവേ ക്രൂശിത ചിത്രത്തിന് ചുറ്റും ഒരു വലിയ പ്രകാശം ദൃശ്യമായി. അത്ഭുതപരതന്ത്രനായ ഫ്രാൻസിസ് സൂക്ഷിച്ചു നോക്കി. ഉടനെ വ്യക്തമായ രീതിയിൽ ഈശോ ക്രൂശിതരായി പ്രത്യക്ഷപ്പെട്ടു. ഉടനെ അദ്ദേഹം ക്രൂശിത ചിത്രത്തിൽ നിന്നും വ്യക്തമായ സ്വരം ശ്രവിച്ചു. ഫ്രാൻസിസ്, ഫ്രാൻസിസ്. എന്തോ? ഈശോ, ജീർണാവസ്ഥ പ്രാപിച്ചിരിക്കുന്ന എന്റെ ആലയം പുതുക്കി പണിയുക. ഇതാ ഫ്രാൻസിസിന്റെ ദൈവവിളിയുടെ 4ാമത്തെ മണിനാദം മുഴങ്ങി. അന്നു മുതൽ ഫ്രാൻസിസിന്റെ ഹൃദയം ക്രൂശിതനായ ഈശോയോടുള്ള സ്നേഹവും അനുകമ്പയും കൊണ്ട് മുറിപ്പെട്ടിരുന്നു. ക്രൂശിതനായ ഈശോയുടെ ചിത്രം ദർശിക്കുന്ന മാത്രയിൽ ഫ്രാൻസിസിന്റെ ആത്മാവ് ഉരുകുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെടുമായിരുന്നു. മിശിഹായുടെ പീഡാനുഭവങ്ങളെപ്പറ്റി ഫ്രാൻസിസ് അനുസ്മരിച്ചപ്പോഴൊക്കെ ഏങ്ങി കരയാതിരിക്കുവാൻ നിവൃത്തിയില്ലാത്ത വിധം അത്രയ്ക്ക് സജീവമായി ആ പീഡാനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു. എന്നെ അനുഗമിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നെ തന്നെ പരിത്യജിച്ച് നിന്റെ കുരിശ് വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരിക എന്ന സുവിശേഷ വാചകം ദിവ്യനാഥനായ ഈശോ ഫ്രാൻസിസിനോട് നേരിട്ട് കൽപ്പിക്കുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിന്റെ ശേഷിച്ച ജീവിതകാലം മുഴുവൻ നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ തിരുമുറിവുകൾ അദ്ദേഹം ഹൃദയത്തിൽ സംവഹിച്ചിരുന്നു. ഇത് പിന്നീട് എല്ലാവർക്കും കാണുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അത്ഭുതകരമാം വിധം പഞ്ചക്ഷരങ്ങൾ പതിഞ്ഞപ്പോൾ തെളിയിക്കപ്പെട്ടു. വിശുദ്ധ ഫ്രാൻസിസിനോട് സംസാരിച്ച ആ ക്രൂശിത ചിത്രം 4 അടി നീളമുള്ള ഒരു പലകയിൽ എണ്ണച്ചായം കൊണ്ട് വരച്ചതാണ്. അത് ഇന്ന് വിശുദ്ധ ക്ലാരയുടെ പള്ളിയിൽ സൂക്ഷിക്കപ്പെടുന്നു. ഇനി ഒട്ടും താമസിക്കേണ്ടതില്ല, ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള വെളിപാട് ലഭിച്ചു കഴിഞ്ഞു എന്ന് ഗ്രഹിച്ചുകൊണ്ട് ക്രൂശിത രൂപത്തിൽ നിന്നും പുറപ്പെട്ട കൽപ്പന അക്ഷരശ നിറവേറ്റുവാൻ ഫ്രാൻസിസ് അത്യധികം ഉത്സുകനായി. ക്രൂശിതന്റെ അനുശാസനം നിറവേറ്റുവാൻ തീവ്രമായി ആഗ്രഹിച്ച അദ്ദേഹം ഇപ്രകാരം ചിന്തിച്ചു. എന്റെ പിതാവിന് ധാരാളം സ്വത്തുണ്ട്. ഇന്ന് വരെ എന്റെ സകല ആവശ്യങ്ങൾക്കും അപ്പൻ ലോപം കൂടാതെ പണം തന്നുകൊണ്ടിരുന്നു. അപ്പന്റെ അസാന്നിധ്യത്തിൽ എനിക്ക് ആവശ്യമുള്ള പണം എത്ര എടുത്തിരുന്നിട്ടും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അപ്പൻ എന്നാണ് തിരിച്ചു വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. അന്ന് വരെ കാത്തിരിക്കുവാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് കുറെ ചരക്ക് വിറ്റ് ദേവാലയ നിർമ്മാണത്തിന് ആവശ്യമുള്ള പണം ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ ഏൽപ്പിക്കണം. തന്റെ തീരുമാനത്തെപ്പറ്റി ഫ്രാൻസിസ് അമ്മയോട് പറഞ്ഞു. നിന്റെ പിതാവ് വന്നിട്ട് പോരേ കുഞ്ഞേ എന്ന് പീക്ക ചോദിച്ചു. ദൈവത്തിന്റെ കാര്യമല്ലേ അമ്മേ, താമസിക്കുവാൻ നിവൃത്തിയില്ല. ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ധാരാളം സ്വത്തുണ്ട് എന്ന് ഫ്രാൻസിസ് പറഞ്ഞു. പീക്ക തുടർന്നു. നിന്റെ അപ്പന് വലിയ ദൈവഭക്തിയൊന്നുമില്ലെന്ന് നിനക്കറിയാമല്ലോ. അപ്പൻ വരുമ്പോൾ കോപിച്ചെങ്കിലോ? കഴിഞ്ഞ ആഴ്ചയിലല്ലേ നിന്നെ നിർദ്ദയം മർദ്ദിച്ചത്? ഫ്രാൻസിസ്, അപ്പൻ എന്തിനാണ് കോപിക്കുന്നത്? എനിക്കിപ്പോൾ 24 വയസ്സായില്ലേ.
ഞങ്ങൾ 2 പുത്രന്മാർ മാത്രമല്ലേ ഉള്ളുവല്ലോ. പകുതി സ്വത്തിന് അവകാശം എനിക്കില്ലേ? പള്ളി പണിയാൻ ഞാൻ എടുക്കുന്നത് കുറച്ച് എനിക്ക് തന്നാൽ മതിയല്ലോ. അപ്പോൾ ആഞ്ചലോയ്ക്കും നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പോൾ പീക്ക, എന്റെ മകനെ, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിന്റെ യുക്തം പോലെ ചെയ്യുക. പള്ളി പണിക്ക് പണമുണ്ടാക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഫ്രാൻസിസ് തന്റെ കുതിരയ്ക്ക് ചുമക്കാവുന്നത്ര ചരക്കുകൾ കടയിൽ നിന്നും എടുത്തുകൊണ്ട് 6 മൈൽ അകലെയുള്ള ഫൊലിഞ്ഞോ നഗരത്തിലേക്ക് ത്വരിതഗമനം ചെയ്തു. അനുജനായ ആഞ്ചലോയ്ക്ക് ഇത് തീരെ രസിച്ചില്ല. ആ ചരക്ക് മാത്രമല്ല, കുതിരയെയും കൂടി വിറ്റ് പണമാക്കി. അതോടുകൂടി അദ്ദേഹം വിശുദ്ധ ദിനിയാനോസിന്റെ ദേവാലയത്തിലേക്ക് പോയി ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ കൈ ചുംബിച്ച ശേഷം പണം അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അച്ഛ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ പള്ളി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായല്ലോ. ഇത് പുതുക്കി പണിയേണ്ടത് ആവശ്യമാണ്. അതിന് ഞാൻ കുറച്ച് പണം കൊണ്ടുവന്നിട്ടുണ്ട്. പീറ്റർ ബെർണാർഡിന്റെ സ്വഭാവം ശരിക്കറിയാവുന്ന വൈദികൻ വിവേകപൂർവ്വം ചോദിച്ചു: പിതാവിന്റെ അനുവാദത്തോടു കൂടിയാണോ ഈ പണം കൊണ്ടുവന്നിരിക്കുന്നത്? പിതാവ് വീട്ടിലില്ല, ഒരാഴ്ച കഴിഞ്ഞേ വരികയുള്ളൂ എന്ന് ഫ്രാൻസിസ് മറുപടി പറഞ്ഞു. പിന്നെ ഈ ധൃതി എന്താ? ഒരാഴ്ച കഴിഞ്ഞ് പിതാവിന്റെ അനുവാദത്തോടു കൂടി ഈ പണം കൊണ്ടുവരികയല്ലേ ഉത്തമം. ഫ്രാൻസിസ്: അത് സാരമില്ല. വൈദികൻ: സാരമുണ്ട്. പിതാവിന്റെ മുതൽ അനുവാദം കൂടാതെ എടുക്കുന്നത് തെറ്റാണ്. ഫ്രാൻസിസ്: ബഹുമാനപ്പെട്ട അച്ഛ, ഞാൻ മോഷ്ടിച്ചതല്ലോ. അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ കടയിൽ ഇരുന്ന് വേല ചെയ്തതിന്റെ കൂലിയായിട്ടെങ്കിലും കുറെ പണം എനിക്ക് എടുക്കാമല്ലോ. വൈദികൻ: ഏതായാലും ഒന്ന് ചോദിച്ചിട്ടെടുത്താൽ മതിയായിരുന്നല്ലോ. ഫ്രാൻസിസ്: ഞാൻ ഇന്നലെ ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ കണ്ടുവല്ലോ. പെട്ടെന്ന് ശക്തിയായ ഒരു പ്രഭാപൂരം ക്രൂശിത രൂപത്തെ വലയം ചെയ്യുന്നതായി ഞാൻ കണ്ടു. പിന്നീട് ഞാൻ കണ്ടത് ഈശോ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നതായിട്ടാണ്. അവിടുന്ന് എന്നോട് കൽപ്പിച്ചു: ഫ്രാൻസിസ്, ജീർണാവസ്ഥ പ്രാപിച്ചിരിക്കുന്ന എന്റെ പള്ളി നീ ഉദ്ധരിക്കുക. അതുകൊണ്ടാണ് ഒട്ടും താമസിയാതെ ദൈവേഷ്ടം നിറവേറ്റുവാനായി ഞാൻ പണം കൊണ്ടുവന്നിരിക്കുന്നത്. വൈദികൻ: എന്റെ കുഞ്ഞെ, നിന്റെ അപ്പൻ ഭയങ്കരനാണ്. അയാളുടെ അനുവാദം കൂടാതെ ഞാൻ ഈ പണസഞ്ചിയിൽ തൊടുകയില്ല. ഫ്രാൻസിസ്: ഞാൻ ഈ മേശപ്പുറത്ത് വെച്ച പണം നേർച്ചപ്പെട്ടിയിൽ ഇട്ടതിന് സമമാണ്. നേർച്ചയിട്ട പണം തിരിച്ചെടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഈ പണസഞ്ചി ഇവിടെ വെച്ചിട്ട് പോകുവാൻ എന്നെ അനുവദിക്കണമേ. ബഹുമാനപ്പെട്ട അച്ഛ, ഞാൻ പോകട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തൽക്ഷണം വേലക്കാരൻ ആ മുറിയിൽ പ്രവേശിച്ച് ഇപ്രകാരം പറഞ്ഞു: പീറ്റർ ബെർണാർഡ് ഒരു വലിയ വടിയും കയറുമായി ദ്രുതഗതിയിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആഞ്ചലോയും കൂട്ടത്തിലുണ്ട്. ഇത് കേട്ട് ഫ്രാൻസിസ് ഉടൻ തന്നെ വേറൊരു മുറിയിൽ കയറി ഒളിച്ചിരുന്നു. ബെർണാർഡ് വന്ന് സഗൗരവവും വികാരിയച്ഛനോട് ചോദിച്ചു: അച്ഛ, ഫ്രാൻസിസ് ഇങ്ങോട്ട് വന്നിട്ട് എവിടെ പോയി? വൈദികൻ: ഞാൻ വിചാരിച്ചു നിങ്ങൾ പോത്തിനെ അന്വേഷിച്ച് നടക്കുകയാണെന്ന്. പീറ്റർ ബെർണാർഡ്: കളി പറയുവാനല്ല ഞാൻ വന്നത്. എനിക്ക് ഇപ്പോൾ അവനെ കാണണം. വൈദികൻ: അവൻ വീട്ടിലേക്ക് വരികയില്ലേ? പീറ്റർ ബെർണാർഡ്: അവൻ എവിടെയെന്ന് ഉടൻ പറയണം. വൈദികൻ: ഫ്രാൻസിസ് കുറച്ചു മുൻപ് ഇവിടെ വന്നിരുന്നു. കുറെ പണം ഈ മേശപ്പുറത്ത് വെച്ചിട്ട് സ്തുതി ചൊല്ലി പോവുകയാണെന്ന് പറഞ്ഞു. പണം കണ്ടപ്പോൾ ബെർണാർഡിന് കുറെ അടക്കമായി. അദ്ദേഹം അത് ആർത്തിയോടെ കൈക്കലാക്കിയിട്ട് കോപാവേശത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞു: ഇത് എന്റെ പണമാണ്. ഫ്രാൻസിസ് എന്റെ കടയിൽ നിന്ന് അപഹരിച്ചതാണ്. വ്യാപാരം ചെയ്തുകൊണ്ടിരുന്ന എന്റെ മകൻ ആഞ്ചലോ തടുത്തിട്ടും ഫ്രാൻസിസ് സമ്മതിച്ചില്ല. ഈ പണം ഞാൻ കൊണ്ടുപോവുകയാണ്. വൈദികൻ: ഈ പള്ളി പുതുക്കി പണിയണം എന്ന് പറഞ്ഞ് ആ പണസഞ്ചി ഫ്രാൻസിസ് ഇവിടെ വെച്ചതാണ്. പീറ്റർ ബെർണാർഡ്: പള്ളി പണിയേണ്ടത് അച്ഛന്റെയും മെത്രാന്റെയും കാര്യം. അതിന് ഞാൻ എന്ത് വേണം? വൈദികൻ: എന്റെ മേശപ്പുറത്തിരിക്കുന്ന പണം എടുത്താൽ കൊള്ളാമോ? തൽക്കാലം അത് അവിടെ വെക്കൂ. അത് താങ്കളുടേതാണെങ്കിൽ പിന്നീട് തന്നുകൊള്ളാം. ഫ്രാൻസിസ് അത്ര പയ്യനല്ലല്ലോ. ഇത് ആരുടെ പണമാണെന്ന് അറിഞ്ഞിട്ട് ഉടമസ്ഥന് കൊടുക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. പീറ്റർ ബെർണാർഡ് ലജ്ജ കൊണ്ടും കോപം കൊണ്ടും പല്ലു കടിച്ചു. ഇലിഫിനായി പണം മേശപ്പുറത്ത് വെച്ചിട്ട് ഇപ്രകാരം അലറിക്കൊണ്ട് ഇറങ്ങിപ്പോയി: ഇതിനൊക്കെ പണി എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. ഫ്രാൻസിസ് ഒളിച്ചു താമസിക്കുന്നു. പിതാവിന്റെ സന്നിധിയിൽ വരുവാൻ ഫ്രാൻസിസ് ഭയപ്പെട്ടു. വിശുദ്ധ ദിനിയാനോസിന്റെ ദേവാലയത്തിന് സമീപമുണ്ടായിരുന്ന ഒരു വനത്തിൽ അദ്ദേഹം അഭയം പ്രാപിച്ചു. മുഴുവൻ സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. തന്റെ പാപകാഠിന്യത്താലാണ് ഇവയെല്ലാം വന്നതെന്ന് വിചാരിച്ച് ഫ്രാൻസിസ് ഹൃദയം നൊന്ത് കരഞ്ഞു. ദാവീദ് രാജാവ് ദേവാലയം പണിയുവാൻ ഒരുമ്പെട്ടപ്പോൾ അതിന് അദ്ദേഹത്തിന് യോഗ്യതയില്ലെന്ന് ദൈവം വെളിപ്പെടുത്തിയ കാര്യം ഫ്രാൻസിസിന്റെ ഓർമ്മയിൽ വന്നു. പാപപരിഹാരാർത്ഥം കഠിന തപക്രിയകൾ ചെയ്യുവാൻ അദ്ദേഹം നിശ്ചയിച്ചു. പാപമാലിന്യമേശാത്ത സ്നാപക യോഹന്നാൻ തന്റെ ജീവിതകാലം മുഴുവൻ വനാന്തരത്തിൽ തപശ്ചര്യ അനുഷ്ഠിച്ച വസ്തുത അദ്ദേഹം സ്മരിച്ചു. വനത്തിൽ ലഭ്യമായ കായ്കനികൾ ഭക്ഷിച്ച് ഫ്രാൻസിസ് ജീവിതം കഴിച്ചു പോന്നു. എങ്കിലും ചിലപ്പോൾ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ കൊടുത്തയച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളും ഉപയോഗിച്ചിരുന്നു. രാത്രിയിൽ കുറച്ചു സമയം മാത്രമേ അദ്ദേഹം ഉറങ്ങിയിരുന്നുള്ളൂ. ഇങ്ങനെ 1 മാസം കഴിഞ്ഞു. ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തിന് ധൈര്യമുണ്ടായി. ഞാനൊരു ഭീരുവാണല്ലോ. പിതാവിനെ ഭയന്ന് ഒളിച്ചു നടക്കുന്നത് എന്തിന്? ഞാനൊരു കള്ളനല്ലല്ലോ. ഫ്രാൻസിസ് വനത്തിൽ നിന്ന് പുറത്തിറങ്ങി. ചിലർ അദ്ദേഹത്തോട് ചോദിച്ചു: ഫ്രാൻസിസ്, താൻ ഇത്രയും നാൾ എവിടെയായിരുന്നു? എന്താണ് ക്ഷീണിച്ചിരിക്കുന്നത്? ഫ്രാൻസിസ് മൗനമായി നടന്നു. മറുപടി ലഭിക്കാതിരുന്നതിലുള്ള വെറുപ്പ് കൊണ്ട് ഒരാൾ ചോദിച്ചു: നിനക്ക് എന്താ, ഭ്രാന്താണോ? മറ്റു ചിലർ അദ്ദേഹത്തെ അപലപിച്ചു. ഇതെല്ലാം കണ്ട കുട്ടികൾ കൂക്കുവിളിച്ചു. മണ്ണും ചെളിയും വാരിയെറിഞ്ഞു. യേശുനാഥന്റെ കാൽവരി യാത്ര ഫ്രാൻസിസിന്റെ മനസ്സിൽ തെളിഞ്ഞുയർന്നു. ഈശോയെ പ്രതി നിന്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നതിൽ അദ്ദേഹം സന്തോഷിച്ചു. ഇതെല്ലാം കണ്ട് ശുദ്ധമനസ്കർ തരളിത ചിത്തരായി. പാവം, നല്ല കൊച്ചനായിരുന്നു, ഭ്രാന്ത് പിടിച്ചല്ലോ എന്ന് സഹതാപപൂർവ്വം ചിലർ പറഞ്ഞു. അങ്ങനെ വരും പീറ്റർ ബെർണാർഡിന്റെ ഡംഫ്. എന്റെ മകൻ ഇപ്പോൾ മാടമ്പിയാകുമെന്ന് പറഞ്ഞ് നടക്കുകയല്ലായിരുന്നു.
ഇതാ മാടമ്പി പോകുന്നു ലോകത്തിന്റെ ഗതി എന്നായി മറ്റു ചിലർ. അപ്പോൾ ഫ്രാൻസിസിന്റെ ഒരു ഉത്തമ സുഹൃത്ത് ആ വഴി വരുന്നത് അദ്ദേഹം കണ്ടു. ഫ്രാൻസിസ് പാടിയിരുന്നപ്പോൾ താളം പിടിച്ചിരുന്നത് ഇയാളായിരുന്നു. പക്ഷേ ഇപ്പോൾ അയാൾ ഫ്രാൻസിസിനെ കണ്ട ഭാവം പോലും നടിച്ചില്ല. ഒരുവൻ വിളിച്ചു പറഞ്ഞു, ഇതാ നിന്റെ സ്നേഹിതൻ അസീസിയിലെ യുവ രാജാവ്. ഇത് കേട്ടിട്ടും സ്നേഹിതൻ തിരിഞ്ഞു നോക്കാതെ ശീഘ്രമോടി. കുട്ടികൾ ഉച്ചത്തിൽ കൂകി പരിഹസിച്ചു. ബന്ധനത്തിൽ തൽക്ഷണം രംഗം ഒന്നു മാറി. പീറ്റർ ബെർണാർഡ് ഫ്രാൻസിസിന്റെ മുമ്പിൽ ചാടി വീണു. പല ദിവസമായി അയാൾ പ്രതികാര ബുദ്ധിയോടെ മകനെ പാർത്തിരിക്കുകയായിരുന്നു. വ്രണതമായ അഹങ്കാരത്തിന്റെയും നിരാശയുടെയും പ്രേരണയാൽ അയാൾ പുത്രനെ നിർദ്ദയം പ്രഹരിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഒരു ചെറിയ മുറിയിൽ അടച്ചുപൂട്ടി. ഈ മുറിക്ക് 4 അടി നീളവും 3 അടി വീതിയും 5 അടി പൊക്കവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാതിലിന് 4 അടി 8 ഇഞ്ച് ഉയരവുമുണ്ട്. പ്രസ്തുത മുറി ഇന്നും അതേ രീതിയിൽ തന്നെ അസീസിയിൽ കാണാം. വിമുക്തനാകുന്നു. പീക്കായുടെ മാതൃഹൃദയം തകർന്നു. പിതാവ് എവിടെയോ പോയപ്പോൾ അവൾ ഫ്രാൻസിസിനെ സമീപിച്ച് കരഞ്ഞു. അദ്ദേഹം അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, എന്റെ അമ്മേ, ഇതെല്ലാം എന്റെ പാപത്തിന്റെ ശിക്ഷകളാണ്. ഞാൻ ഇതെല്ലാം അനുഭവിക്കേണ്ടവനാണ്. ഇതിൽ കൂടുതൽ അനുഭവിക്കുവാൻ ഞാൻ അർഹനാണ്. പീക്ക, എന്റെ മകനെ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ അപ്പന്റെ അനുവാദം ചോദിച്ചിട്ട് ചരക്ക് വിറ്റാൽ മതിയെന്ന്? ഫ്രാൻസിസ്, അതിന് ഒരു തെറ്റുമില്ലമ്മേ. അത് പള്ളി പണിയാനല്ലേ, ദൈവത്തിന്റെ കാര്യത്തിനല്ലേ. എന്റെ പഴയ പാപത്തിനുള്ള പുതിയ ശിക്ഷയാണിത്. ദൈവത്തെ സ്തുതിക്കുവാനുള്ള അവസരമെല്ലാം കൂട്ടുകാരോടുകൂടി സമ്മേളിച്ച് ഞാൻ പാഴാക്കി. നിരവധി പാപങ്ങളാൽ ഞാൻ നല്ല ദൈവത്തെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവയുടെ പരിഹാരം ഞാൻ ചെയ്യണമല്ലോ. പീക്ക, ഇപ്പോൾ ആ കൂട്ടുകാരെ കാണാനില്ലല്ലോ. ഫ്രാൻസിസ്, ലോകത്തിന്റെ സ്നേഹ ബഹുമാനാദികളുടെ വ്യർത്ഥത ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ആ കൂട്ടുകാരോടുകൂടി ചെലവഴിച്ച സമയം പാവപ്പെട്ടവരോട് കൂടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ സംഭാഷണം ശ്രമിച്ചിരുന്ന ആഞ്ചലോ ഉടനെ ഫ്രാൻസിസിന്റെ വാക്കുകളെ ഖണ്ഡിക്കുവാൻ ഒരുപ്പെടുകയാണ്. ആഞ്ചലോ, ഇനിയും ഉള്ളതെല്ലാം ആ തെണ്ടി പരീക്ഷകൾക്ക് കൊടുക്കാനുള്ള ശ്രമമാണ് അല്ലേ? ഈ കുടുംബം നശിക്കുമെന്നാണ് തോന്നുന്നത്. ഫ്രാൻസിസ്, പരിപൂർണനാകുവാൻ മനസ്സുണ്ടെങ്കിൽ നീ പോയി നിന്റെ മുതൽ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നല്ലേ മിശിഹ അരുളി ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട ആഞ്ചലോ, എന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് സമ്പാദിച്ചത് മാത്രമേ ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ ആളുകളായ ദരിദ്രർക്ക് ധർമ്മം കൊടുത്തതുകൊണ്ട് ആരും ഇന്നുവരെ നശിച്ചു പോയിട്ടില്ല. ആഞ്ചലോ, ദരിദ്രർ ദൈവത്തിന്റെ ആളുകളാണോ? അവർ ശപിക്കപ്പെട്ടവരായിട്ടല്ലേ ദൈവം അവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അവർക്ക് നമ്മൾ ധർമ്മം കൊടുത്താൽ അവരുടെ ശാപത്തിന്റെ പങ്ക് നമുക്കും കിട്ടും. പീക്ക, ആഞ്ചലോ, നീ എന്താണ് പറയുന്നത്? ആരാണ് നിന്നെ ഇത് പഠിപ്പിച്ചത്? ഫ്രാൻസിസ്, ആഞ്ചലോ, ബൈബിൾ വായിച്ചു നോക്കുക. ദരിദ്രരെ കുറ്റപ്പെടുത്തി ഏതെങ്കിലും വാചകം വേദപുസ്തകത്തിലുണ്ടോ? അവരെ അനുഗ്രഹിച്ച് സംസാരിച്ച ദിവ്യരക്ഷകൻ ധനവാന്മാർക്ക് ശാപമുണ്ടെന്നല്ലേ പഠിപ്പിച്ചത്? പീക്ക, ആഞ്ചലോ, ഈ മുറിയുടെ താക്കോൽ ഇങ്ങോട്ട് തരിക. ആഞ്ചലോ, അമ്മയുടെ കയ്യിൽ താക്കോൽ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടാണ് അപ്പൻ അത് എന്നെ ഏൽപ്പിച്ചത്. ചേട്ടൻ കുറച്ച് മര്യാദ പഠിക്കട്ടെ. ഈ ആഞ്ചലോയുടെ സന്തതികൾ 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ 1534 അസീസിയിൽ കൂടി ഭിക്ഷാടനം ചെയ്താണ് ജീവിക്കേണ്ടി വന്നത്. പീക്ക ഒരായുധമെടുത്ത് പൂട്ട് തല്ലി തകർത്തു. ഫ്രാൻസിസ് പുറത്തിറങ്ങി. ഫ്രാൻസിസ്, അമ്മേ, കഷ്ടപ്പെടുന്ന പാവങ്ങളുടെ കാര്യം അന്വേഷിക്കുവാൻ ആരുമില്ല. ഞാൻ അവരെ സന്ദർശിച്ചിട്ട് കുറെ അധികം നാളായല്ലോ. അവരുടെ പക്കൽ ഒന്ന് പോയി വരട്ടെ. പീറ്റർ ബെർണാർഡ് തിരിച്ചു വന്നപ്പോൾ ആഞ്ചലോ പറഞ്ഞു, അമ്മ ചേട്ടനെ അഴിച്ചുവിട്ടു. ചേട്ടൻ കടയിലെ സാധനങ്ങൾ ഇനിയും വിറ്റ് നശിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. മുഴുവൻ വിറ്റ് ധർമ്മം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഇത് ശ്രവിച്ച ബെർണാർഡ് സിംഹത്തെ പോലെ അലറി. അയാൾ ഭാര്യയെ കർശനമായി ശകാരിച്ചു. അപ്പോൾ പീക്ക ആഞ്ചലോയോട് ചോദിച്ചു, എന്റെ മകനെ, നീ എന്തിനാണ് കള്ളം പറഞ്ഞത്? മുഴുവൻ വിറ്റ് ധർമ്മം കൊടുക്കണമെന്ന് ഫ്രാൻസിസ് പറഞ്ഞോ? ഇല്ല, പരിപൂർണത പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അപ്രകാരം ചെയ്യണമെന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെന്നല്ലേ അവൻ പറഞ്ഞത്. ഭർത്താവിനോടായിട്ട് അവൾ പറഞ്ഞു, ഫ്രാൻസിസ് എല്ലാം വിറ്റു മുടിക്കുമെന്ന് ഭയമാണെങ്കിൽ നമ്മുടെ സ്വത്ത് ഭാഗിച്ച് അവന്റെ വീതം അങ്ങ് കൊടുത്തേക്കൂ. ബാക്കി ആഞ്ചലോയ്ക്കും കൊടുക്കാമല്ലോ. പീറ്റർ ബെർണാർഡ്, ആ തെണ്ടിക്ക് എന്റെ സ്വത്ത് കൊടുക്കാനോ? ഇതെല്ലാം അവന് നശിപ്പിക്കാനല്ല ഞാൻ ഉണ്ടാക്കിയത്, എനിക്ക് അനുഭവിക്കാനാണ്. ആഞ്ചലോ, ചേട്ടന് പകുതി അവകാശമുണ്ടെന്ന് പറഞ്ഞ് ചേട്ടൻ ആർക്കെങ്കിലും അവകാശം എഴുതി കൊടുത്താൽ കുഴപ്പമാകും. നമ്മുടെ ചരക്ക് വിറ്റ പണം അപ്പൻ മേശപ്പുറത്തുനിന്ന് എടുത്തപ്പോൾ അച്ഛൻ അവിടെ തിരികെ വയ്പ്പിച്ചില്ലേ? അപ്പന്റെ സ്വത്ത് ഫ്രാൻസിസ് വല്ലവർക്കും വിറ്റാൽ നാം വിഷമിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ഹർജി കോടതിയിൽ കൊടുത്ത് ചേട്ടനെ നിയമപ്രകാരം നിരവകാശിയാക്കണം. പീക്ക, അമ്പട, നിന്റെ പ്ലാൻ തറക്കേടില്ലല്ലോ. നിന്റെ ആർത്തി ഒട്ടും കുറവല്ലല്ലോ. ധനം എത്ര കിട്ടിയാലും പോരാ, അവന്റെ അവകാശം കൂടി നിനക്ക് വേണമല്ലേ? ആഞ്ചലോ, എനിക്ക് ചേട്ടന്റെ സ്വത്ത് വേണ്ട. ചേട്ടന് സ്വത്ത് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞോ? വല്ലവർക്കും കൊടുത്ത് നശിപ്പിക്കാതിരിക്കുവാൻ ഒരു മാർഗമായി മാത്രം ചേട്ടനെ നിരവകാശിയാക്കുവാനാണ് ഞാൻ പറഞ്ഞത്. പീറ്റർ ബെർണാർഡ്, ആഞ്ചലോ പറഞ്ഞത് ശരി തന്നെ, അങ്ങനെ ചെയ്യണം. ഫ്രാൻസിസ് മര്യാദയ്ക്ക് നടക്കുമോ എന്നറിയണം. അന്ന് ഫ്രാൻസിസ് ദരിദ്രരെ സന്ദർശിച്ചപ്പോൾ പണ്ടെങ്ങും അനുഭവപ്പെടാത്ത ഒരു ആനന്ദാനുഭൂതി ഉണ്ടായി. അദ്ദേഹം ഹൃദയംഗമമായി അവരോട് സഹതപിച്ചു. അവരിൽ ഒരുവനായി തീരുവാൻ അദ്ദേഹം കൊതിച്ചു. ഈശോ തന്നെ മുഴുവനും മനുഷ്യർക്ക് നൽകിയതുപോലെ ഫ്രാൻസിസ് തന്നെ മുഴുവനും ദരിദ്രർക്ക് കൊടുക്കുവാൻ ആവേശം കൊണ്ടു. ഏതൊരു ദരിദ്രനെയും തന്നെ പോലെ കരുതണമെന്നാണല്ലോ ഈശോ ഉപദേശിച്ചിട്ടുള്ളത്. അന്ന് ഫ്രാൻസിസ് അവരുടെ കൂട്ടത്തിൽ താമസിച്ചു. കോടതിയിൽ ഹാജരാകണമെന്നുള്ള ഒരു സമൻസ് പിറ്റേ ദിവസം ഫ്രാൻസിസിന് കിട്ടി.
താൻ സന്യാസിയാകുവാൻ തീരുമാനിച്ചതിനാൽ മേലാൽ സിവിൽ കോടതിക്ക് തന്റെ മേൽ അധികാരമില്ലെന്നും അവിടെ ഹാജരാകുവാൻ വിസമ്മതിക്കുന്നുവെന്നും ഫ്രാൻസിസ് സധൈര്യം മറുപടി നൽകി. ഈ വിവരമറിഞ്ഞ് ബർണാർഡ് മെത്രാസന കച്ചേരിയിൽ ഹർജി കൊടുത്തു. 3 ദിവസത്തിനകം ഫ്രാൻസിസ് മെത്രാസന കച്ചേരിയിൽ ഹാജരാകണമെന്ന് അറിയിപ്പ് കിട്ടി. വൈദിക അധികാരികളോട് സദാ ബഹുമാനം പ്രദർശിപ്പിച്ചിരുന്ന ഫ്രാൻസിസ് ആ സമൻസ് സ്വീകരിച്ചു. അന്ന് അസീസി രൂപതയെ ഭരിച്ചിരുന്നത് ഗീദോ മെത്രാനാണ്. അദ്ദേഹം തന്നെയായിരുന്നു ഫ്രാൻസിസിന്റെ മരണം വരെ അസീസിയിലെ മെത്രാൻ. സർവസംഘ പരിത്യാഗി പീറ്റർ ബർണാർഡ് ആഞ്ചലോ, വിശുദ്ധ ദിനിയാനോസിന്റെ പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരി ഫ്രാൻസിസ് എന്നിവർ മെത്രാസന മന്ദിരത്തിൽ നിശ്ചിത സമയത്ത് ഹാജരായി. ഫ്രാൻസിസ് തന്റെ സ്വത്ത് അപഹരിക്കുന്നുവെന്നും വലിയ തുക കടയിൽ നിന്ന് തന്റെ അനുവാദം കൂടാതെ കൈവശമാക്കി വിശുദ്ധ ദമിയാനോസ് പള്ളി വികാരിയെ ഏൽപ്പിച്ചുവെന്നും അവൻ അനുസരണയില്ലാത്തവനായി ജീവിക്കുന്നുവെന്നും നഷ്ടപ്പെട്ട സംഖ്യ തിരികെ തരുവിക്കണമെന്നും മേലിൽ ഇപ്രകാരം സംഭവിക്കാതിരിക്കുവാനായി പുത്രനെ നിരവകാശിയാക്കണമെന്നുമായിരുന്നു ബർണാർഡ് സമർപ്പിച്ച ഹർജി. കുറെ ചരക്ക് വിറ്റുവെന്നത് ശരിയാണെന്ന് ഫ്രാൻസിസ് സമ്മതിച്ചു. എന്നാൽ 14 വയസ്സ് മുതൽ പിതാവിന്റെ കടയിൽ ഫ്രാൻസിസ് ജോലി നോക്കിയിട്ടുണ്ടെന്നും അതിന്റെ കൂലി എന്ന നിലയിൽ ഈ തുക കണക്കാക്കിയാൽ മതിയെന്നും ബഹുമാനപ്പെട്ട വികാരിയച്ചൻ വാദിച്ചു. മെത്രാൻ: ബഹുമാനപ്പെട്ട വികാരിയച്ചന്റെ വാദം തെറ്റല്ലെങ്കിലും തർക്കവിഷയമായ സ്വത്ത് പള്ളിക്ക് വേണ്ട, അത് തിരികെ നൽകുക. വികാരിയച്ചൻ ഉടനെ തന്നെ പണമെടുത്ത് ബർണാർഡിന്റെ കയ്യിൽ കൊടുത്തു. അയാൾ വിജയഭാവത്തോടുകൂടി അത് സ്വീകരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അച്ഛാ, ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു? എന്നോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും. മെത്രാനച്ചൻ ഫ്രാൻസിസിനോട്: ഫ്രാൻസിസ്, താങ്കൾ സന്യാസത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വത്തുക്കളുടെ അവകാശം ഉപേക്ഷിക്കുക. ഇത്രയും കേട്ടപ്പോൾ ബർണാർഡ് വിജയോന്മത്തനായി തല ഉയർത്തി ഫ്രാൻസിസിനോട് പറഞ്ഞു: നീ ധരിച്ചിരിക്കുന്ന ഉടുപ്പും എന്റേതാണ്. ഫ്രാൻസിസ് ഉടനെ സുവിശേഷത്തിലെ ഒരു വാചകം ഓർത്തു: നിന്നോട് ശണ്ട കൂടി നിന്റെ അങ്കി എടുക്കുവാൻ ആഗ്രഹിക്കുന്നവന് നിന്റെ പുറം കുപ്പായം കൂടി വിട്ടുകൊടുക്കുക. സുവിശേഷ ആദർശമനുസരിച്ച് ജീവിക്കുവാൻ ആരംഭിച്ച ഫ്രാൻസിസ് ദിവ്യഗുരുവിന്റെ ഉപദേശം പ്രവൃത്തിയിൽ വരുത്തുവാൻ തീർച്ചപ്പെടുത്തി. അദ്ദേഹം വേറൊരു മുറിയിൽ പ്രവേശിച്ച് തന്റെ വിലപിടിച്ച ഉടുപ്പുകൾ ഊരി മടക്കി ശരീരത്തെ വേദനിപ്പിക്കുവാനുള്ള ഒരു ചെറിയ രോമച്ചട്ട മാത്രം ധരിച്ചുകൊണ്ട് കച്ചേരി മുറിയിൽ വന്ന് ആചാരം ചെയ്തു. ഫ്രാൻസിസ് തന്റെ ഉടുവസ്ത്രങ്ങളെല്ലാം പീറ്റർ ബർണാർഡിന്റെ പാദത്തിങ്കൽ വെച്ചുകൊണ്ട് വിനീതമായി ഇപ്രകാരം പറഞ്ഞു: എന്റെ അപ്പ, എനിക്കൊരു മുതലും വേണ്ട, അങ്ങയുടെ അനുഗ്രഹം മാത്രം മതി. അനന്തരം ഫ്രാൻസിസ് മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി അല്പനേരത്തേക്ക് ചിന്താഗ്രസ്തനായി നിന്നു. ഞാൻ പല വിധത്തിൽ പാപങ്ങൾ ചെയ്ത് ദൈവത്തെ ദ്രോഹിച്ചവനാണ്. അത്യഗാധമായ നരകക്കുഴിയിൽ നിബന്ധിക്കേണ്ടവനാണ്. സ്വർഗത്തിന്റെ അവകാശം നഷ്ടമാകത്തക്ക വിധം ഞാൻ അധപതിച്ചുപോയി. എങ്കിലും ദൈവമേ, ഈ അയോഗ്യ പാപിയെ കൈവിടല്ലേ. എന്റെ പിതാവ് എന്നെ നിരവകാശിയാക്കുന്നെങ്കിലും സ്വർഗീയ പിതാവ് എന്നെ സ്വീകരിച്ചാൽ മതി. അപ്പൻ ചോദിക്കുന്നതെല്ലാം വിട്ടുകൊടുക്കാം, ശാപം കിട്ടാതിരുന്നാൽ മതി എന്ന് മനസ്സാ പ്രാർത്ഥിച്ചു. ഉടനടി പീറ്റർ ബർണാർഡ് ആ ഉടുപ്പുകൾ സ്വകരങ്ങളിൽ എടുത്തു പിടിക്കുകയും മകനെ അനുഗ്രഹിക്കുവാനുള്ള വിസമ്മതം കൊണ്ട് 2 അടി പുറകോട്ട് വയ്ക്കുകയും ചെയ്തു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് ഫ്രാൻസിസ് എഴുന്നേറ്റു. ആകാശത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി സജീവമായ വിശ്വാസത്തോടെ ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയബോധത്തോടും കൂടി എല്ലാവരും കേൾക്കത്തക്ക വിധം സ്ഫുടമായ സ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു: ഇന്നു വരെ പീറ്റർ ബർണാർഡിനെ പിതാവേ എന്ന് ഞാൻ വിളിച്ചിരുന്നു. എന്നാൽ ഇന്നു മുതൽ സർവശക്തനായ ദൈവത്തെ എന്റെ പിതാവേ എന്ന് ഞാൻ വിളിക്കും. ഈ രംഗം കണ്ടുനിന്ന എല്ലാവരുടെയും ഹൃദയം ത്രസിച്ചു. എങ്കിലും ആഞ്ചലോയ്ക്കും പീറ്റർ ബർണാർഡിനും യാതൊരു ഇളക്കവും ഉണ്ടായില്ല. കേസിൽ ജയിച്ചുവെന്ന ഭാവത്തിൽ സഗർവം അവർ കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇവയെല്ലാം വീക്ഷിച്ചു കൊണ്ടിരുന്ന ഗീദോ മെത്രാൻ ചാടി എഴുന്നേറ്റ് തന്റെ കാപ്പ് കൊണ്ട് ഫ്രാൻസിസിന്റെ ശരീരം കുറെ സമയം മറച്ചു പിടിച്ചു. അനന്തരം വേലക്കാരന്റെ ഒരു ഉടുപ്പ് വാങ്ങി ഫ്രാൻസിസിനെ ധരിപ്പിച്ചു. ആ ഉടുപ്പിന്റെ പുറത്ത് ഫ്രാൻസിസ് ചോക്കുകൊണ്ട് ഒരു കുരിശടയാളം വരച്ചു. ഈ രംഗമാണ് ഫ്രാൻസിസിന്റെ പാണീഗ്രഹണം, ദാരിദ്ര്യ മണവാട്ടിയുമായുള്ള മാംഗല്യം എന്നെല്ലാം വർണ്ണിക്കുന്നത്. ഒരു മണവാളൻ തന്റെ മണവാട്ടിയെ എപ്രകാരം സ്നേഹിക്കുന്നുവോ അതിൽ കൂടുതലായി ഫ്രാൻസിസ് ദാരിദ്ര്യമാകുന്ന മണവാട്ടിയെ സ്നേഹിച്ചിരുന്നു. മെത്രാസന കച്ചേരിയിൽ വെച്ച് നടന്ന മംഗളപൂർണമായ മാംഗല്യത്തിന് ശേഷം ഫ്രാൻസിസ് സർവസംഘ പരിത്യാഗിയായി വെറും കൈയോടെ വിശാലമായ വിശ്വരംഗത്തേക്കിറങ്ങി. പരിപൂർണമായ ദാരിദ്ര്യമാണ് അദ്ദേഹത്തിന്റെ സമ്പത്ത്. അപ്പോൾ സർവശക്തനായ ദൈവം ഫ്രാൻസിസിന്റെ സർവസ്വവുമായി തീർന്നു. ഒരു വാനമ്പാടിയെ പോലെ ദൈവസ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അദ്ദേഹം മെത്രാസനാരമനയിൽ നിന്ന് ഇറങ്ങി ദൈവപരിപാലനയ്ക്ക് തന്നെ അർപ്പിച്ചു. എല്ലാ കാര്യങ്ങളും ദൈവം നയിക്കുമെന്ന സജീവമായ വിശ്വാസത്തോടും ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയ ബുദ്ധിയോടും കൂടി അദ്ദേഹം മുന്നോട്ട് നടന്നു. ദൈവവിളിയുടെ 5ാം ഘട്ടമാണിത്. ദൈവസഹായത്താൽ വലിയ കാര്യങ്ങൾ നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. മനുഷ്യരാൽ അസാധ്യമായത് ഫ്രാൻസിസിന് സാധ്യമായി. നാശത്തിന്റെ വഴിയിലൂടെ ചരിച്ചിരുന്ന ലോകത്തിനു മുമ്പിൽ രക്ഷയുടെ സന്ദേശവുമായി ഫ്രാൻസിസ് കടന്നു ചെന്നു. വിദ്വേഷത്താൽ സ്വയം നശിച്ച്
മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിച്ചവരുടെ ഇടയിലേക്ക് ശാന്തി മന്ത്രവുമായി അദ്ദേഹം കടന്നു ചെന്നു. ദൈവം ഫ്രാൻസിസിനെ ഉയർത്തി. തിന്മയുടെ തീരത്തിൽ വിശുദ്ധിയുടെ വെൺകതിർ അദ്ദേഹം പ്രസരിപ്പിച്ചു. 3 സന്യാസ സഭകൾ സ്ഥാപിച്ചുകൊണ്ട് വിശുദ്ധരെ വിളയിക്കുന്ന വെണ്ണയേറിയ വയലുകൾ അദ്ദേഹം ലോകത്തിന് പ്രദാനം ചെയ്തു. സാമുദായിക പരിഷ്കർത്താക്കളിൽ വിശുദ്ധ ഫ്രാൻസിസിന്റെ സ്ഥാനം ഒട്ടും പിന്നിലല്ല. ഇറ്റലി രാജ്യത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായി അദ്ദേഹം ഇന്ന് പരിഗണിക്കപ്പെടുന്നു. ക്രിസ്തീയ ലോകത്തിലെ കത്തോലിക്ക പ്രവർത്തനത്തിന്റെ മധ്യസ്ഥനായി അദ്ദേഹം വണങ്ങപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയ ഭക്തിയുടെ മാതൃകയായി വിശുദ്ധ മർഗരീത്ത മറിയം അലക്കോക്കിന് ദിവ്യനായ ഈശോ ചൂണ്ടിക്കാണിച്ചത് അസീസിയിലെ ഫ്രാൻസിസിനെയാണ്. ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചവരാരും ഭോഷന്മാരായിട്ടില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. അധ്യായം 9. മഹാരാജാവിന്റെ സന്ദേശവാഹകൻ. സ്വതന്ത്രൻ. ബന്ധനത്തിൽ നിന്ന് പറന്നുപോയ പക്ഷിയെ പോലെ ഫ്രാൻസിസ് മെദ്രാസന അരമനയിൽ നിന്ന് ആഹ്ലാദഭരിതനായി ഇറങ്ങി പുറപ്പെട്ടു. തന്നെ ലോകത്തോട് ബന്ധിച്ചിരുന്ന കെട്ടുകളെല്ലാം പൊട്ടിയിരിക്കുന്നു. വാനത്തിൽ നിന്ന് ഉയർന്നു പറക്കുന്ന പക്ഷിയെ പോലെ ഭയമോ ഭാരമോ അനുഭവപ്പെടാത്ത ഹൃദയത്തിന്റെ സമാധാനത്തിൽ ഫ്രാൻസിസ് ആനന്ദിച്ചു. ദൈവവുമായി ഐക്യം പ്രാപിക്കുവാൻ ഏകാന്തവാസത്തിനുള്ള സൗകര്യം നോക്കി സുബാസിയോ വനത്തിലേക്കാണ് അദ്ദേഹം കയറിയത്. അവിടുത്തെ പറവജാലകൾ കളകള ആരവത്താൽ അദ്ദേഹത്തിന് സ്വാഗതമരളി. ഇളം കാറ്റിൽ തലയാട്ടുന്ന വൃക്ഷലതാദികൾ ഫ്രാൻസിസിനെ മാടി വിളിക്കുക തന്നെയായിരുന്നു. ഫ്രാൻസിസ് മന്ദം മന്ദം യാത്ര തുടരുകയാണ്. പിതാവായ ദൈവത്തിന്റെ അനന്ത നന്മയെപ്പറ്റി കാണുന്നവരോടൊക്കെ സംസാരിക്കണം, അവിടുത്തെ മഹത്വങ്ങളെ പ്രകീർത്തിച്ച് പാടണം എന്നല്ലാതെ തനിക്ക് യാതൊരു ചിന്തയുമില്ലായിരുന്നു. രാജാവൻ ദൈവമേ നിൻ ദിവ്യസ്തുതിഗീതങ്ങൾ രാപ്പകലാലപിച്ചു നൽപുകഴോതിടും ഞാൻ. സങ്കീർത്തനം 145. കൊള്ളക്കാരുടെ പിടിയിൽ. ഇങ്ങനെ സ്വതസിദ്ധമായ മാധുര്യ സ്വരത്തിൽ ഗാനാലാപനം ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് പ്രസ്തുത വനാന്തരത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അതാ വരുന്നു ഏതാനും കൊള്ളക്കാർ. ആയുധങ്ങൾ ഓങ്ങിക്കൊണ്ട് അവരെ കണ്ടിട്ട് ഫ്രാൻസിസിന് ഒരു കുലുക്കവുമില്ല. അതേ സ്വരത്തിൽ അതേ ഈണത്തിൽ തന്റെ ദൈവസ്തുതിഗീതങ്ങൾ തുടർന്നു. ഫ്രാൻസിസിന്റെ അസാധാരണ ധൈര്യവും അസാമാന്യമായ ശാന്തതയും കണ്ട് അവർ ചോദിച്ചു, നീ ആരാണ്? ഫ്രാൻസിസ്, ഞാൻ മഹാരാജാവിന്റെ സന്ദേശവാഹകനാണ്. ഇത് കള്ളമാണെന്ന് ആ കൊള്ളക്കാർക്ക് തോന്നി. എന്നാൽ ദൈവത്തിന്റെ ദൗത്യം ഫ്രാൻസിസ് സ്പഷ്ടമായി ദൃഷ്ടാന്ത സഹിതം പ്രഖ്യാപിക്കുന്നതിന് ആ കൊള്ളക്കാർ കാരണഭൂതരായി. അവരുടെ അക്രമ പ്രവൃത്തി വഴി ഫ്രാൻസിസിന് കുറെ കൂടി ദരിദ്രനായി തീരേണ്ടി വന്നു. നിസ്സാരനായി ഭവിച്ചു. അവർ അദ്ദേഹത്തെ നന്നായി പരിശോധിച്ചു. പണമോ വിലപിടിപ്പുള്ള സാധനങ്ങളോ കണ്ടെടുക്കുവാൻ സാധിക്കാത്തതിനാൽ അവർ ഫ്രാൻസിസിനെ പുച്ഛിച്ചു. മർദ്ദിച്ച് അദ്ദേഹത്തിന്റെ ഉടുപ്പ്, ഗീതോ മത്രാൻ സമ്മാനിച്ച പഴഞ്ചൻ ഉടുപ്പ് അവർ വലിച്ചു കീറി. മഞ്ഞ് നിറഞ്ഞ ഒരു കുഴിയിൽ അവർ ഫ്രാൻസിസിനെ തള്ളിയിട്ടുകൊണ്ട് പറഞ്ഞു, ദൈവത്തിന്റെ ദൂതനായ മഠയ, അവിടെ കിടക്കട. യഥാർത്ഥത്തിൽ ആ കൊള്ളക്കാർ എന്താണ് ചെയ്തത്? ദൈവത്തിന്റെ ദൗത്യം വ്യക്തമായി പ്രഖ്യാപിക്കുവാൻ അവർ ഫ്രാൻസിസിനെ സഹായിച്ചു. ദ്രോഹിയെ നിങ്ങൾ എതിർക്കരുത്. നിന്റെ വലത്തെ കർണത്ത് അടിക്കുന്നവന് ഇടത്തേതുകൂടി കാണിച്ചു കൊടുക്കുക. ആത്മനാ ദാരിദ്ര്യമുള്ളവർ അനുഗ്രഹീതരാകുന്നു, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതത്രേ എന്ന തിരുവചനത്തിന്റെ മാധുര്യം നുകർന്നുകൊണ്ട് ആ ദിവ്യ അനുഭൂതിയിൽ ലയിച്ച് ഫ്രാൻസിസ് ആ മഞ്ഞുകുഴിയിൽ ക്ഷമാപൂർവം കിടന്നു. കൊള്ളക്കാർ പോയെന്ന് മനസ്സിലായപ്പോൾ ഫ്രാൻസിസ് അവിടെ നിന്ന് ചാടിക്കയറി. തന്റെ നനഞ്ഞ വസ്ത്രം പിഴിഞ്ഞുടുത്തുകൊണ്ട് ദൈവത്തെ പ്രതി ഇത്രയും സഹിക്കുവാൻ തന്നെ സഹായിച്ച ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തുടർന്ന് അദ്ദേഹം ദിവ്യ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് സുബാസിയോ മല കയറിപ്പോയി. ഫ്രാൻസിസ് അറിയാതെ തന്നെ ദൈവം അദ്ദേഹം വഴി കത്തോലിക്ക തിരുസഭയെ പുനരുദ്ധരിക്കുവാൻ തുടങ്ങിയ രംഗമാണ് നാം ഇവിടെ കണ്ടത്. ഇത്തിൽക്കണ്ണി പടർന്നു പിടിച്ച് ഉണങ്ങാറാകുന്ന നല്ല മാവു വൃക്ഷം പോലെ ശത്രുക്കളെ വെറുക്കണം, ചിതറിക്കണം, നശിപ്പിക്കണം. മാർഗങ്ങൾ എന്തായാലും വേണ്ടില്ല, ധാരാളം സ്വത്ത് സമ്പാദിക്കണം, ആവും വിധമെല്ലാം സുഖിക്കണം എന്നും മറ്റുമുള്ള തെറ്റായ ആശയങ്ങൾ കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകാലമായി കത്തോലിക്ക തിരുസഭയിൽ പടർന്നു പിടിച്ച് ക്രിസ്തുവിന്റെ രക്ഷണീയ പ്രബോധനങ്ങൾ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നിന്നും തേഞ്ഞു മാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഇങ്ങനെ തിരുസഭ ജീർണിച്ച് വിണ്ടുകീറി ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നുകൊണ്ടിരുന്നു. ഇതാ അസിസിയിലെ ഫ്രാൻസിസ് വഴി ദൈവം തിരുസഭയെ പുനരുദ്ധരിക്കുന്നു. ദ്രോഹിയെ എതിർക്കാതിരിക്കുക, ശിശുവിനെ പോലെ വിനീതനാകുക, ക്രിസ്തുവിനെ പോലെ നിസ്സാരനും ദരിദ്രനുമായി ഭവിക്കുക, ഏതു വിധത്തിലും ക്ലേശങ്ങളും ദുഃഖ ദുരിതങ്ങളും ക്ഷമാപൂർവം സഹിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, ഏവർക്കും സേവനം അനുഷ്ഠിക്കുക, അധികാരികളെ അനുസരിക്കുക, ലോകവസ്തുക്കളോടും ശാരീരിക സുഖത്തോടുമുള്ള നൈസർഗികമായ താല്പര്യത്തെ കഴിയുന്നത്ര വർജിച്ച് സ്വർഗീയ വിഷയങ്ങളിൽ ശ്രദ്ധ പതിക്കുക, സർവശക്തിയോടുകൂടി ദൈവത്തെ ആരാധിക്കുക മുതലായ സുഹൃതങ്ങൾ ഉറച്ച നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുന്നവർ തിരുസഭയെ പുനരുദ്ധരിക്കുന്ന വിഷയത്തിൽ സഹകരിക്കുന്നു. അടുക്കള വേലക്കാരൻ. സന്ധ്യാസമയത്തോടുകൂടി ബെനഡിക്റ്റൻ സഭയ്ക്കാരുടെ ഒരു ആശ്രമത്തിൽ ഫ്രാൻസിസ് ചെന്നു ചേർന്നു. അവിടുത്തെ ആബട്ട്, ആശ്രമാധിപൻ
അടുക്കളയിൽ ഏറ്റവും വിനീതമായ ഒരു ജോലി ഫ്രാൻസിസിന് നൽകി. തനിക്ക് ധരിക്കുവാൻ ഒരു ഉടുപ്പ് ലഭിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലമായില്ലെങ്കിലും യാതൊരു ആകുല ചിന്തയും കൂടാതെ അദ്ദേഹം തന്റെ ജോലി നിർവഹിച്ചുകൊണ്ട് ഈ ആശ്രമത്തിൽ ഏതാനും ദിവസങ്ങൾ ജീവിച്ചു. പിന്നീട് അദ്ദേഹം ഉപചാരപൂർവ്വം അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പിരിഞ്ഞു. കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞ് ഫ്രാൻസിസിന്റെ സുഹൃത ജീവിത പരിമളം നാടെങ്ങും പരന്നപ്പോൾ പ്രസ്തുത ആശ്രമത്തിലെ ആബട്ട് ഫ്രാൻസിസിനെ സമീപിച്ച് അദ്ദേഹത്തെ യഥായോഗ്യം സ്വീകരിക്കാതിരുന്നതിന് ക്ഷമായാചന ചെയ്യുകയുണ്ടായി. തീർത്ഥക വേഷധാരി അസീസിയിൽ നിന്ന് 20 മൈൽ അകലെയുള്ള ഗുബിയോ പട്ടണത്തിൽ ഫ്രാൻസിസ് ചെന്നെത്തി. ഫെഡറിക് എന്ന ഒരു സ്നേഹിതനൊത്ത് ഏതാനും ദിവസങ്ങൾ താമസിച്ചു. ഫ്രാൻസിസിന് ആവശ്യമുള്ള വസ്ത്രം ഈ സ്നേഹിതനാണ് നൽകിയത്. ഫ്രാൻസിസ് അന്നു മുതൽ ഒരു തീർത്ഥകന്റെ രീതിയിലുള്ള നീണ്ട അങ്കിയും തുകൽവാറും ധരിക്കാൻ തുടങ്ങി. കുഷ്ഠരോഗികളുടെ സ്നേഹിതൻ. പിന്നീട് അദ്ദേഹം കുഷ്ഠരോഗികളെ അതീവ താല്പര്യത്തോടുകൂടി ശുശ്രൂഷിക്കുകയും അവരോടുകൂടി താമസിക്കുകയും ചെയ്തു. അവരെ പരിചരിക്കുന്ന അവസരത്തിൽ സ്വന്തം ആത്മാവിന്റെ സ്ഥിതിയെപ്പറ്റി അദ്ദേഹം ഗാഠമായി ചിന്തിച്ചു. ഒരുപക്ഷെ ഇവരുടെ ശരീരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ മുറിവുകൾ എന്റെ ആത്മാവിൽ ഉണ്ടായിരിക്കും എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. ആ പാപച്ചേറ്റിൽ ഇനിയും വീഴാതിരിക്കാനുള്ള ദൈവസഹായം യാചിച്ചുകൊണ്ട് അദ്ദേഹം കുഷ്ഠരോഗികളോട് കാരുണ്യപൂർവ്വം പെരുമാറി. കുഷ്ഠരോഗികളുടെ ദർശനം ഫ്രാൻസിസിന്റെ മനസ്സിൽ ക്രൂശിതനായ മിശിഹായെ പറ്റിയുള്ള സ്മരണ ഉദിപ്പിച്ചിരുന്നു. അയാൾ കുഷ്ഠരോഗിയാണെന്ന് ഞങ്ങൾ വിചാരിച്ചു എന്ന് യെശയ്യാ ദീർഘദർശി മിശിഹായെ പറ്റി പ്രവചിച്ചത് ഫ്രാൻസിസ് മിക്കപ്പോഴും ഓർത്ത് ധ്യാനിച്ചിരുന്നു. ക്രൂശിതനായ മിശിഹായെ ചുംബിക്കുന്നുവെന്ന് സങ്കല്പിച്ച് കുഷ്ഠരോഗികളുടെ വ്രണങ്ങളിൽ ഫ്രാൻസിസ് സസ്നേഹം ചുംബിച്ചിരുന്നു. ഫ്രാൻസിസ് കുഷ്ഠരോഗികളെ ഇത്രയേറെ സ്നേഹ ബഹുമാനത്തോടുകൂടി ശുശ്രൂഷിച്ചതിനാൽ രോഗശാന്തിക്കുള്ള പ്രത്യേക വരം ദൈവം അദ്ദേഹത്തിന് നൽകി. സ്നേഹത്തോടു കൂടിയ ഒരു ചുംബനം കൊണ്ട് മാത്രം അനേക രോഗികളെ അത്ഭുതകരമായി ഫ്രാൻസിസ് സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിശുദ്ധ ബൊനവഞ്ചർ രേഖപ്പെടുത്തിയിരിക്കുന്നു. കുഷ്ഠരോഗികളോടുകൂടി നിത്യം വസിക്കുവാൻ ഫ്രാൻസിസിന് ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും വിശുദ്ധ ദമിയാനോസിന്റെ പള്ളിയിൽ വെച്ച് ക്രൂശിതനായ ഈശോ തന്നോട് ആജ്ഞാപിച്ച കൃത്യം പൂർത്തിയാക്കുവാൻ സാധിക്കാതിരുന്നതിൽ സങ്കടപ്പെട്ടുകൊണ്ട് പള്ളി പുതുക്കി പണിയുവാൻ അദ്ദേഹം അങ്ങോട്ട് പുറപ്പെട്ടു. അധ്യായം 10. ദേവാലയ പുനരുദ്ധാരണം. ഫ്രാൻസിസ് മെത്രാസന കച്ചേരിയിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ പറ്റി അസിസി നഗരവാസികൾ യാതൊന്നും കേട്ടില്ല. അതറിയുവാൻ ആരും അത്ര ഔത്സുക്യം പ്രദർശിപ്പിച്ചിരുന്നില്ലെങ്കിലും വിശുദ്ധ ദമിയാനോസിന്റെ ദേവാലയത്തിലെ വയോവൃദ്ധനായ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഫ്രാൻസിസിന് എന്ത് സംഭവിച്ചുവെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പെട്ടെന്ന് ഫ്രാൻസിസ് അവിടെ ആഗതനായി. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ വളരെ സന്തോഷിച്ചു. അന്ന് രാത്രിയിൽ അവർ സുദീർഘമായ സംഭാഷണം നടത്തി. അന്ന് വരെ സംഭവിച്ചതെല്ലാം ഫ്രാൻസിസ് ബഹുമാനപ്പെട്ട അച്ഛനെ ധരിപ്പിച്ചു. പക്ഷേ ആരെയും കുറ്റപ്പെടുത്താതെയാണ് അദ്ദേഹം സംസാരിച്ചത്. സുബാസിയോ വനത്തിൽ വെച്ച് ഫ്രാൻസിസ് കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട രംഗം അദ്ദേഹം വർണ്ണിച്ചപ്പോൾ അവരോട് നീരസം പ്രകടിപ്പിച്ചില്ല. അപ്പസ്തോലന്മാർ സെന്റ് ഹെദ്രീൻ സഭയിൽ വെച്ച് അടിക്കപ്പെട്ടപ്പോൾ ഈശോയെ പ്രതി നിന്ദാപമാനങ്ങൾ സഹിക്കുവാൻ ഭാഗ്യമുണ്ടായതിനാൽ സംതൃപ്തി പ്രകടിപ്പിച്ചതുപോലെ തന്റെ പാപപരിഹാരക്കടം നീങ്ങുവാൻ കൊള്ളക്കാർ സഹായിച്ചുവെന്ന സന്തുഷ്ടിയോട് കൂടിയാണ് ഫ്രാൻസിസ് സംസാരിച്ചത്. അതുപോലെ തന്നെ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ വെച്ച് തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ക്ലേശങ്ങൾ വെളിപ്പെടുത്താതെ അവിടുത്തെ ജീവിതത്തെപ്പറ്റി സസന്തോഷം പ്രസ്താവിക്കുകയുണ്ടായി. ഫ്രാൻസിസ് ദേവാലയ പുനരുദ്ധാരണത്തെപ്പറ്റി ബഹുമാനപ്പെട്ട വികാരിയച്ഛനുമായി സംഭാഷണം നടത്തി. ക്രൂശിതനായ മിശിഹായ ദിവ്യ ആഹ്വാനം നിറവേറ്റുവാൻ അനുവാദവും ആശിസും നൽകണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. പക്ഷേ ആ വയോധികനായ വികാരിയച്ഛൻ ഇപ്രകാരം പറഞ്ഞു: കോട്ടയ്ക്ക് വെളിയിലുള്ളതും അസീസിയിൽ നിന്ന് ഇത്ര ദൂരമുള്ളതുമായ ഈ കൊച്ചു പള്ളി പണിയുവാൻ ആരാണ് കുഞ്ഞിയെ സഹായിക്കുന്നത്? എനിക്കാണെങ്കിൽ എഴുന്നേറ്റ് നടക്കുവാൻ പോലും വയ്യ. നിനക്ക് ചെറുപ്പമാണെങ്കിലും പള്ളി പണിയുവാൻ ഒരാളോ മറ്റോ മതിയോ? കല്ലും തടിയും ഒക്കെ വേണ്ടേ? പണിക്കാർ വേണ്ടേ? ഈ സ്പൊലോറ്റോ താഴ്വരയിൽ എവിടെയാണ് കല്ല് കിടക്കുന്നത്? മലയിൽ നിന്നും വേണ്ടേ അത് കൊണ്ടുവരാൻ? എനിക്ക് വയ്യ. വൈദികൻ കസേരയിലേക്ക് ചാരിക്കിടന്നു. കുഞ്ഞിന്റെ സതുദ്ദേശത്തിന് ദൈവം സമ്മാനം തരും. വേണമെങ്കിൽ നീ എന്റെ കൂടെ താമസിച്ചോ. ഇത്രയും ആ നല്ല വൈദികൻ ഞരങ്ങിയും മൂളിയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് സവിനയം പ്രത്യുത്തരിച്ചു: എന്റെ അച്ഛ, എനിക്ക് താമസിക്കുവാൻ സ്ഥലമില്ലാഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. ദൈവം അവയെ തീറ്റിപ്പോറ്റുന്നു എന്നും മറ്റും നമ്മുടെ ദിവ്യനാഥൻ അരുളി ചെയ്തിട്ടുണ്ടെന്ന് അച്ഛൻ തന്നെ ഒരിക്കൽ വിശുദ്ധ റുഫീനോയുടെ പള്ളിയിൽ പ്രസംഗിച്ചത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അന്ന് അതിന്റെ ആശയം ഞാൻ അത്ര ഗ്രഹിച്ചില്ല. ആകാശത്തിലെ പറവകൾ എത്ര സുഭിക്ഷതയോടെ ജീവിക്കുന്നു. വനാന്തരങ്ങളിലെ മൃഗങ്ങളും സമൃദ്ധമായി കഴിയുന്നു. സ്വർഗീയ പിതാവ് അവയെ എല്ലാം സംതൃപ്തികരമാം വിധം തീറ്റിപ്പോറ്റുമ്പോൾ
അവിടുത്തെ പുത്രനായ എന്നെ സംരക്ഷിച്ചു കൊള്ളുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതേപ്പറ്റി ആകുല ചിന്തയോ സംശയമോ എനിക്കില്ല. അച്ഛനൊന്നു മൂളി. ഫ്രാൻസിസ് തുടർന്നു. എന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഏക ചിന്ത ഇതാണ്: ജീർണാവസ്ഥ പ്രാപിച്ചിരിക്കുന്ന പള്ളി പുനരുദ്ധരിക്കുക എന്ന ദിവ്യനാഥന്റെ അനുശാസനം സഫലീകരിക്കുവാൻ സാധിച്ചില്ലല്ലോ എന്നത് മാത്രം. അത് നിറവേറ്റാതെ നാം എങ്ങനെ സമാധാനമായിരിക്കും? അത് ദൈവനിശ്ചയമല്ലേ? അത് നിറവേറ്റുവാൻ നാം പരമാവധി ശ്രമിക്കേണ്ടതല്ലേ? ഈ ഒരു ആഗ്രഹം എന്നിൽ അവശേഷിച്ചിരുന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ ഗുഡിയോയിലെ കുഷ്ഠരോഗികളോടുകൂടി ജീവിതകാലം അത്രയും കഴിച്ചു കൂട്ടുമായിരുന്നു. ഓ ഈശോയുടെ സജീവമായ പ്രതിരൂപങ്ങൾ! ആ സാധുക്കളെ ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നത് ഈശോയുടെ ഇംഗിതം സാധ്യതമാക്കുവാനാണ്. അതിനുള്ള മാർഗം എന്താണെന്ന് നാം ശരിക്ക് കാണുന്നില്ലെങ്കിലും നല്ലവനായ സ്വർഗീയ പിതാവ് അത് കാണിച്ചു തരികയില്ലേ അച്ഛാ? പള്ളി പണിയുക ആവശ്യമാണെന്ന് നമ്മുടെ മെത്രാനച്ചനും സമ്മതിച്ചതാണല്ലോ. പണം തരുവാൻ എന്റെ പിതാവിന് ഇഷ്ടമില്ലാത്തതിനാൽ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണം തിരിച്ചേൽപ്പിക്കുവാനേ മെത്രാനച്ചൻ പറഞ്ഞുള്ളല്ലോ. പള്ളി പുതുക്കി പണിയണ്ട എന്ന് അദ്ദേഹം വിലക്കിയില്ല. ആകയാൽ അച്ഛൻ സമ്മതിച്ചാൽ മാത്രം മതി ഞാൻ ദൈവസഹായത്താൽ പള്ളിപണി ആരംഭിക്കാം. ഫ്രാൻസിസിന്റെ ദൈവവിശ്വാസവും വിനയവും പ്രവർത്തന സന്നദ്ധതയും കണ്ട് വൈദികൻ സന്തുഷ്ടനായി ദൈവത്തെ സ്തുതിച്ചു. ഇത്തരം 10 പേരുണ്ടെങ്കിൽ ഈ കൊച്ചു പള്ളി പണിയുവാൻ ഒരു പ്രയാസവുമില്ല എന്ന് അദ്ദേഹം വിചാരിച്ചു. ഫ്രാൻസിസ് ആത്മാർത്ഥമായി സംസാരിക്കുകയാണെന്ന് വികാരിയച്ഛന് മനസ്സിലായി. എന്നാൽ ആകട്ടെ എന്ന് പറഞ്ഞ് ദേവാലയ പുനരുദ്ധാരണത്തിന് അദ്ദേഹം അനുമതി നൽകി. ഫ്രാൻസിസ് അതീവ സന്തുഷ്ടനായി. സമയം വളരെ കടന്നുപോയിരുന്നു. ഫ്രാൻസിസിന് ഒരു കിടക്ക കാണിച്ചു കൊടുത്തിട്ട് വികാരിയച്ഛൻ ഉറങ്ങുവാൻ പോയി. കുറച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം കിടന്നുകൊള്ളാം അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് പള്ളിയിൽ കയറി ക്രൂശിത രൂപത്തിന്റെ മുമ്പാകെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദിവ്യനാഥ, അങ്ങ് കൽപ്പിക്കുന്നത് നിവർത്തിയാക്കുവാൻ ഏവർക്കും ശക്തി നൽകുന്ന നല്ല ഈശോയെ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ലെന്ന് അരുളി ചെയ്ത കർത്താവെ, അങ്ങ് എന്നോട് ആജ്ഞാപിച്ചത് ഇതുവരെ പൂർത്തിയാക്കാതിരുന്നത് ക്ഷമിക്കണമേ. എളുപ്പത്തിൽ അത് സാധിക്കാമെന്നാണ് അന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങയുടെ സഹായം അഭ്യർത്ഥിക്കുവാൻ ഞാൻ മറന്നുപോയി. എന്റെ പിതാവായ ബെർണാർഡിന്റെ സ്വത്തിൽ ഞാൻ ആശ്രയിച്ചു. അത് ലഭിച്ചാൽ ഈ പള്ളി നിഷ്പ്രയാസം പണിയാമെന്ന് ഞാൻ വ്യാമോഹിച്ചു. എന്റെ പിതാവ് ആ പണം തിരിച്ചെടുത്തു. തന്നെയുമല്ല, എന്നെ നിരവകാശിയാക്കി. ഞാൻ അതിൽ സങ്കടപ്പെടുന്നില്ല. അങ്ങയുടെ സഹായം അഭ്യർത്ഥിക്കാതെ പ്രവർത്തനം ആരംഭിച്ചതിനാൽ ഞാൻ ഖേദിക്കുന്നു. ഇന്ന് ഞാൻ അവിടുത്തെ പാദത്തിങ്കൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. നാഥ, അവിടുത്തെ സഹായം കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഈ പള്ളി പുനരുദ്ധരിക്കുവാനുള്ള മാർഗം എനിക്ക് കാണിച്ചു തരണമേ. അവിടുത്തെ ആജ്ഞാനുവർത്തിയായി ഇതാ ഞാൻ നിലകൊള്ളുന്നു. എങ്ങനെ പ്രവർത്തിക്കണമെന്ന് എനിക്ക് കാണിച്ചു തരികയും എന്നെ സഹായിക്കുകയും ചെയ്യണമേ. ഈ പ്രാർത്ഥന 1 മണിക്കൂർ നീണ്ടു നിന്നു. തദവസരത്തിൽ ദൈവ വെളിപാടൊന്നും ഉണ്ടായില്ല എങ്കിലും ദൈവം സഹായിക്കുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടി ഫ്രാൻസിസ് ഉറങ്ങുവാൻ പോയി. പള്ളി പണിക്ക് കല്ല് ശേഖരിക്കുന്നു. ഫ്രാൻസിസ് രാവിലെ 5 മണിക്ക് ഉണർന്ന് പതിവുള്ള പ്രാർത്ഥനകൾ ജപിച്ചു. ദിവ്യബലിയിൽ സംബന്ധിച്ച ശേഷം അസീസി നഗരത്തിൽ പോയി ദേവാലയ പുനരുദ്ധാരണത്തിനുള്ള സഹായ അഭ്യർത്ഥന ആരംഭിക്കുവാൻ തീരുമാനിച്ചു. വിശുദ്ധ ദമിയാനോസിന്റെ പള്ളിയിൽ നിന്ന് 6 ഫർലോങ് നടന്നാൽ അസീസി നഗരത്തിന്റെ തെക്ക് കിഴക്കേ കോട്ടവാതിൽക്കൽ എത്താം. പട്ടണം സ്ഥിതി ചെയ്യുന്ന കുന്നിലും അവിടെ നിന്ന് ദൂരെയുള്ള മറ്റു കുന്നുകളിലും ധാരാളം പാറക്കല്ലുകളുണ്ട്. കേരളത്തിൽ സാധാരണയായി കെട്ടിടം പണിയുവാൻ ഉപയോഗിക്കുന്ന വെട്ടുകല്ലിന്റെ കനത്തിൽ പാറക്കല്ലുകൾ കുന്നുകളിൽ നിന്നും ഇളക്കിയെടുക്കുവാൻ അസീസിയിൽ സൗകര്യമുണ്ട്. ഇങ്ങനെയുള്ള പാറകൾ അടുക്കി വെച്ചിരുന്നവ പോലെയാണ് അസീസിയിലുള്ള കുന്നുകളിലെ പാറകളുടെ നിലപാട്. അടുക്കുകളുടെ ഇടയ്ക്ക് അല്പം മണ്ണുണ്ട്. മനുഷ്യർക്ക് സൗകര്യമായി എടുത്തുകൊണ്ടുപോയി വീട് പണിയുവാൻ കല്ലുകൾ എടുത്തു വച്ചിരിക്കുന്നതാണെന്ന് തോന്നും ഒറ്റ നോട്ടത്തിൽ. ആവശ്യമുള്ള നീളത്തിൽ വെട്ടിയെടുത്താൽ മതി. കനം കുറയ്ക്കണമെന്നില്ല. ദൈവപരിപാലനയെന്നേ പറയേണ്ടു. പക്ഷേ സ്പൊലോറ്റോ താഴ്വരയിൽ ഇപ്രകാരമുള്ള കല്ലുകളില്ല. അവിടെ കെട്ടിടം പണിയണമെങ്കിൽ 1-2 മൈൽ അകലെയുള്ള മലകളിൽ നിന്ന് വേണം കല്ല് വെട്ടിക്കൊണ്ടുവരുവാൻ. കോട്ടയ്ക്ക് വെളിയിൽ താഴ്വരയിൽ സാധാരണമായി ആരും കെട്ടിടം പണിയാറില്ല. അഥവാ പണിതാൽ തന്നെ അത് ഏറെ താമസിയാതെ ശത്രുക്കളുടെ ആക്രമണത്തിനിരയാകും. വിശുദ്ധ ദിമിയാനോസിന്റെ ഒരു പള്ളി സ്പൊലോറ്റോ താഴ്വരയിൽ കോട്ടയ്ക്ക് വെളിയിലായി ഉണ്ടായത് ആരുടെയോ നേർച്ച അനുസരിച്ചായിരുന്നു. അത് ഒരു ഇടവകപ്പള്ളിയല്ലായിരുന്നു. ഇക്കാലത്ത് പോലും അധികമാരും അതിനടുത്ത് താമസിക്കുന്നില്ല. തന്നിമിത്തം വിശുദ്ധ ദിമിയാനോസിന്റെ പള്ളി പുനരുദ്ധരിക്കാൻ ആർക്കും താല്പര്യമില്ലായിരുന്നു. എങ്കിലും ദിവ്യനാഥന്റെ തിരുവുള്ളം നിറവേറ്റാൻ ഫ്രാൻസിസ് മുൻപോട്ടിറങ്ങി. ഫ്രാൻസിസ് തന്റെ ജന്മനഗരമായ അസീസിയിൽ പ്രവേശിച്ച് തെരുവുകൾ തോറും ചുറ്റു നടന്ന് ഉയർന്ന സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു: വിശുദ്ധ ദിമിയാനോസിന്റെ പള്ളി പണിയുവാൻ കല്ല് തരണമേ. 1 കല്ല് തരുന്നവന് 1 സമ്മാനം ദിവ്യനാഥൻ തരും. 2 കല്ല് തരുന്നവന് 2 സമ്മാനം. 3 കല്ല് തരുന്നവന് 3 സമ്മാനം. അസാധാരണമായ പ്രസ്തുത ശബ്ദം കേട്ട് പലരും എത്തി നോക്കി.
ഫ്രാൻസിസിനെ കണ്ട മാത്രയിൽ അവർ തല വലിച്ചു. ആ പള്ളി പണിതിട്ട് ഇപ്പോൾ എന്താണ് ആവശ്യം? ഇവിടെ അസീസി നഗരത്തിൽ ആവശ്യത്തിലധികം പള്ളികൾ ഉള്ളപ്പോൾ കോട്ടയ്ക്ക് വെളിയിലുള്ള ആ ചെറിയ പള്ളി ആരുടെ ഉപകാരത്തിന് വേണ്ടിയാ എന്നായിരുന്നു ചിലരുടെ ചിന്താഗതി. അതൊരു ഭ്രാന്തന്റെ അർത്ഥശൂന്യമായ നിലവിളിയാണ്. അതാരാണ്? ഫ്രാൻസിസോ? ഓ, അയാൾ നാട് കടന്നെന്ന് വിചാരിച്ചിട്ട് പിന്നെയും വന്നോ? അവന്റെയും കൂട്ടുകാരുടെയും അട്ടഹാസങ്ങൾ നിമിത്തം എത്രയെത്ര രാത്രികളിൽ ഉറങ്ങാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പിതാവിനെ അനുസരണമില്ലാതെ നടന്നതിനാൽ അയാളെ നിരവകാശിയാക്കി ഓടിച്ചതല്ലേ? അപ്പന്റെ മുഖത്ത് കരിതേക്കുവാൻ ഈ തെണ്ടി വീണ്ടും വന്നിരിക്കുന്നു എന്നായിരുന്നു മറ്റു ചിലരുടെ മനോഭാവം. ഈ രീതിയിലുള്ള ആക്ഷേപ വാക്കുകൾ കേൾക്കുവാൻ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങളായി. ഇവ കൊണ്ടൊന്നും ഫ്രാൻസിസ് ലജ്ജിക്കുകയോ ക്ഷോഭിക്കുകയോ നിരാശപ്പെടുകയോ ചെയ്തില്ല. സഹായ അഭ്യർത്ഥനയുമായി ഫ്രാൻസിസ് സാവധാനം നടന്നു. ഓരോ തെരുവും കവലയും മൂലയും തനിക്ക് നല്ല പരിചയമാണ്. ആ വഴികളിലൂടെ രാത്രികാലങ്ങളിൽ പലപ്പോഴും കൂട്ടുകാരുമായി ഉല്ലസിച്ച് പാട്ടുപാടി ആകാശമണ്ഡലം മുഴക്കിയത് ഫ്രാൻസിസോ നഗരവാസികളോ വിസ്മരിക്കുവാൻ കാലമായിട്ടില്ല. അവയ്ക്ക് പരിഹാരമായി ദിവ്യസ്തുതിഗീതങ്ങൾ പാടാമെന്ന് വിചാരിച്ച് ഫ്രാൻസിസ് ചിലപ്പോൾ ഉയർന്ന സ്വരത്തിൽ നല്ല പാട്ടുകൾ പാടി. അത് കേട്ട് കുട്ടികൾ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. പ്രായമുള്ള ആളുകളെ ദർശിക്കുമ്പോൾ ഫ്രാൻസിസ് തന്റെ അഭ്യർത്ഥന തുടരുകയായി. വിശുദ്ധ ദെമിയാനോസിന്റെ പള്ളി പണിയുവാൻ കല്ല് തരണമേ. ഒരു കല്ല് തരുന്നയാളിന് ഒരു സമ്മാനം ദിവ്യനാഥൻ തരും. 2 കല്ല് തരുന്നവർക്ക് 2 സമ്മാനം, 3 കല്ല് തരുന്നവർക്ക് 3 സമ്മാനം. ചുരുക്കം ചിലർ ഫ്രാൻസിസിന്റെ അഭ്യർത്ഥന കാര്യമായി കരുതി. ഏതായാലും ഒരു നല്ല കാര്യത്തിനാണല്ലോ ഇയാൾ ഇറങ്ങിയിരിക്കുന്നത്. പള്ളിപ്പണിക്ക് വേണ്ട കല്ലല്ലാതെ മറ്റൊന്നുമല്ലല്ലോ ഇയാൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കഴിവുപോലെ കല്ലുകൾ കൊടുത്തു. ഫ്രാൻസിസ് കല്ലുകൾ ഓരോന്നായി ചുമന്നുകൊണ്ട് വിശുദ്ധ ദിനിയാനോസിന്റെ പള്ളിയിലേക്ക് നടന്നു. എങ്കിലും ഫ്രാൻസിസിനെ പലരും ആക്ഷേപിച്ചിരുന്നു. മഞ്ഞുകാലത്ത് ഒരു ദിവസം ഫ്രാൻസിസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ തണുപ്പുമൂലം വിറയ്ക്കുന്നത് അനുജനായ ആഞ്ചലോ കണ്ട് പുച്ഛസ്വരത്തിൽ അടുത്തുനിന്ന ഒരാളോട് പറഞ്ഞു, ഏതാനും നാണയത്തിന് കുറെ വിയർപ്പു തുള്ളികൾ വിൽക്കാമോ എന്ന് ഫ്രാൻസിസിനോട് ചോദിക്കുക. ദൈവദാസനായ ഫ്രാൻസിസ് ഇത് കേട്ട് സന്തോഷപൂർവ്വം ഇങ്ങനെ മറുപടി പറഞ്ഞു, എന്റെ വിയർപ്പ് കൂടിയ വിലയ്ക്ക് എന്റെ ദൈവത്തിന് ഞാൻ വിറ്റുകൊള്ളാം. ഇത് എത്രയോ വാസ്തവമായിരിക്കുന്നു. ഫ്രാൻസിസിന്റെ പ്രയത്നവും വിയർപ്പും മൂലം ഈ ലോകത്തിലും പരലോകത്തിലും അദ്ദേഹത്തിനും മറ്റനേകർക്കും ധാരാളം നന്മകൾ കൈവന്നുവല്ലോ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ധാരാളം കല്ല് വിശുദ്ധ ദിമിയാനോസിന്റെ പള്ളിമുറ്റത്ത് വന്നുകൂടി. പള്ളിപ്പണി ഏതാണ്ട് പുരോഗമിക്കുന്ന മട്ട് കണ്ടപ്പോഴേക്കും കൂടുതൽ ആളുകൾ സഹായത്തിനെത്തി. കല്ല് വാങ്ങാൻ ചിലർ പണം കൊടുത്തു, മറ്റു ചിലർ പകുതി വിലയ്ക്ക് കല്ല് കൊടുത്തു. മലയിൽ നിന്ന് കല്ല് ചുമന്ന വിശുദ്ധ ദിമിയാനോസിന്റെ പള്ളിയിൽ എത്തിച്ചു കൊടുക്കുവാൻ പല യുവാക്കന്മാരും സന്നദ്ധരായി. ഒരിക്കൽ ഒരു വണ്ടി നിറയെ കല്ലുകൾ ആരോ കൊടുത്തയച്ചു. ദാതാവിന്റെ പേര് വെളിപ്പെടുത്തുകയില്ലെന്ന് വണ്ടിക്കാരൻ ശഠിച്ചെങ്കിലും പിന്നീട് ഒരിക്കൽ അയാൾ രഹസ്യമായി ഫ്രാൻസിസിനോട് പറഞ്ഞു, ആ പ്രഭു കുടുംബത്തിലെ ക്ലാര എന്ന യുവതിയുടെ നിർബന്ധം മൂലം അവളുടെ പിതാവ് കൊടുത്തയച്ചതാണെന്ന്. ഫ്രാൻസിസ് തെരുവിൽ കൂടി ഉയർന്ന സ്വരത്തിൽ സഹായ അഭ്യർത്ഥനയുമായി നടക്കുന്നത് ക്ലാര സ്വകുടുംബത്തിന്റെ മാളികയുടെ 2ാം നിലയിൽ നിന്നുകൊണ്ട് പലപ്പോഴും ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം മറ്റുള്ളവരാൽ നിന്ദിതനും തിരസ്കൃതനുമായി ഭവിക്കുന്നത് കണ്ട് ക്ലാര പലപ്പോഴും ദുഃഖിച്ചിരുന്നു. ഇത്ര നല്ല കാര്യത്തിന് സഹായിക്കുവാൻ ആളുകൾ മനസ്സില്ലെന്നോ? ആ ചെറുപ്പക്കാരൻ എത്ര ദിവസങ്ങളായി വിളിച്ചുകൂവി നടക്കുന്നു എന്ന് അവൾ സ്വപിതാവിനോട് സങ്കടപ്പെട്ടു പറഞ്ഞു. പ്രഭുക്കന്മാർ സാധാരണക്കാരുമായി ഇടപെടുക പതിവില്ലാതിരുന്നതിനാൽ കല്ല് കൊടുക്കുവാൻ ക്ലാരയുടെ പിതാവിന് അത്ര ഇഷ്ടമില്ലായിരുന്നു. എങ്കിലും മകളുടെ നിർബന്ധം സഹിക്കവയ്യാതെ വന്നതിനാൽ രഹസ്യത്തിൽ ഒരു വണ്ടി കല്ല് കൊടുത്തുവെന്ന് മാത്രം. അങ്ങനെ ഒരു വിധത്തിൽ വിശുദ്ധ ദിമിയാനോസിന്റെ നാമത്തിലുള്ള പള്ളി പണിയുന്നതിനാവശ്യമായ കല്ല് മുഴുവൻ ലഭിച്ചു. ഇത്ര വേഗം ഇത്രമാത്രം കല്ല് കിട്ടുമെന്ന് ആരറിഞ്ഞു? ദൈവപരിപാലനയുടെ വൈഭവം. ഒരു കൃത്യനിർവഹണത്തിന് നമ്മുടെ കഴിവനുസരിച്ച് പ്രയത്നിച്ചാൽ ദൈവം അത് പൂർത്തിയാക്കുമല്ലോ. എല്ലാ നല്ല പ്രസ്ഥാനത്തിന്റെയും ഗതി ഇത് തന്നെ. ദേവാലയ പുനരുദ്ധാരണം. ഫ്രാൻസിസ് സ്വന്തം കരങ്ങൾ കൊണ്ട് കുമ്മായം കൂട്ടുവാനും പള്ളി പണിയുവാനും തുടങ്ങി. ദിവ്യ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ടാണ് പണി നടത്തിയിരുന്നത്. ഇത് ദർശിച്ചവർ അത്ഭുത പരതന്ത്രരായി ഇങ്ങനെ പറഞ്ഞു, തുണിത്തരങ്ങൾ മുറിച്ച കൈകൾക്ക് കുമ്മായം കൂട്ടുവാനും കല്ലുകൊത്താനും വശമുണ്ടല്ലോ. തന്നെ അല്പനേരത്തേക്ക് സഹായിക്കുവാൻ ഫ്രാൻസിസ് കാണികളെ ക്ഷണിച്ചിരുന്നു. നല്ലൊരു കൽപ്പണിക്കാരൻ ആ വഴിക്ക് വന്നു. അയാളും വേറെ പലരും ഏതാനും ദിവസങ്ങൾ ഫ്രാൻസിസിനെ സഹായിച്ചു. അങ്ങനെ പള്ളി പണി വേഗത്തിൽ പൂർത്തിയായി. ഇന്ന് ഈ ചരിത്രം വായിക്കുന്നവർ വിചാരിച്ചേക്കും ഫ്രാൻസിസ് ഗംഭീരമായ ഒരു ദേവാലയം പണിതുവെന്ന്. ശരി തന്നെ, ഒരർത്ഥത്തിൽ ഫ്രാൻസിസ് ഒരു വൻ കാര്യം സാധിച്ചു. എന്താണത്? അന്നുവരെ രാജാക്കന്മാരോ മാർപ്പാപ്പമാരോ ധനവാന്മാരോ സ്വന്തം പണം ചെലവ് ചെയ്ത് പള്ളികളും ആശ്രമങ്ങളും പണിതുകൊണ്ടിരുന്നു.
എന്നാൽ സാധാരണക്കാർ ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ ഭാഗഭാക്കുകളാകുന്നതിന്റെ ആവശ്യകതയും അതിന്റെ ഗുണങ്ങളും പൊതുജന ഹൃദയങ്ങളിൽ രൂഢമൂലമാക്കുവാൻ ഫ്രാൻസിസിന് സാധിച്ചുവെന്നതാണ് ഏറ്റവും അഭിനന്ദനാർഹമായത്. അതിനുശേഷം എത്രയെത്ര ദേവാലയങ്ങളാണ് ലോകം മുഴുവനിലും നമ്മുടെ കേരളക്കരയിൽ പ്രത്യേകിച്ച് പൊതുജന സഹായത്താൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. എത്രയെത്ര യുവാക്കന്മാരാണ് പള്ളി പണിയുവാൻ കല്ലുകൾ സാഭിമാനം ചുമന്നിട്ടുള്ളത്. വേലയുടെ മാഹാത്മ്യം. താഴ്ന്നതരം ജോലികൾ ചെയ്യുന്നതിൽ ലജ്ജിക്കേണ്ടതില്ലെന്നും പരിശീലിച്ചിട്ടില്ലാത്ത ഏത് ജോലിയും ചെയ്യുവാൻ സന്മനസ്സുള്ള ഏവർക്കും കഴിവുണ്ടെന്നും വേണ്ടി വന്നാൽ ചെയ്യണമെന്നും ഫ്രാൻസിസ് ലോകത്തെ, പ്രത്യേകിച്ച് യൂറോപ്പിലുള്ളവരെ പഠിപ്പിച്ചു. തന്റെ അന്ത്യശാസനത്തിൽ ഫ്രാൻസിസ് ഇപ്രകാരം എഴുതി: ഞാൻ എന്റെ സ്വന്തം കൈകൾ കൊണ്ട് വേല ചെയ്തു, ഇനിയും വേല ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്റെ എല്ലാ സഹോദരന്മാരും ഉത്തമമായ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടണമെന്ന് ഞാൻ അത്യധികം ആഗ്രഹിക്കുന്നു. വേല ചെയ്യുവാൻ അറിവില്ലാത്തവർ അത് പഠിക്കട്ടെ. പ്രതിഫലം ലഭിക്കുവാനുള്ള ആവേശത്തിന് വേണ്ടിയല്ല, മടി എന്ന തിന്മ ഉന്മൂലനം ചെയ്യുവാനാണ്. എന്നാൽ നമ്മുടെ വേലയുടെ കൂലി നമുക്ക് നൽകപ്പെടാതിരിക്കുമ്പോൾ കർത്താവിന്റെ മേശയെ നമ്മൾ അഭയം പ്രാപിക്കണം. അതായത് വീടുകൾ തോറും ഭിക്ഷ യാചിക്കണം. ഏതുതരം ജോലിയെയും വിലമതിക്കുവാൻ ഫ്രാൻസിസ് തന്റെ സഭാംഗങ്ങളോട് സ്വമാതൃകയാലും ഉപദേശങ്ങളാലും ആഹ്വാനം ചെയ്തു. ഫ്രാൻസിസ്കൻ സഭാംഗങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പണിയെടുക്കുന്നതിൽ ഔത്സുക്യം പ്രദർശിപ്പിച്ചു. തന്മൂലം വേല ചെയ്യുന്നത് കുറച്ചിലല്ലെന്നും അത് അഭിമാനകരമാണെന്നും ലോകം ഗ്രഹിച്ചു. അങ്ങനെ കൈത്തൊഴിൽ ചെയ്യുന്നതിൽ യൂറോപ്യന്മാർ ഉത്സാഹികളായി തീർന്നു. തങ്ങളുടെ കൃത്യങ്ങൾ നന്നായി നിർവഹിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. കൂലിയേക്കാൾ കൂടുതലായി വേലയെ അവർ വിലമതിക്കുന്നു. ഫലമോ അവർ നിരന്തരമായി പുരോഗതി പ്രാപിച്ചുകൊണ്ടിരുന്നു. ഇത് ഫ്രാൻസിസിന് സാധിച്ച ഒരു വലിയ നേട്ടമാണെന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെയുള്ള പല നവീന പ്രവർത്തന പദ്ധതികളും ഫ്രാൻസിസ് ലോകത്തിന് പ്രദാനം ചെയ്തു. അതുകൊണ്ടാണ് ഫ്രാൻസിസ് ലോകത്തെ ഉദ്ധരിച്ചു എന്ന് 13-ാം ലിയോ മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫ്രാൻസിസ് കെട്ടിപ്പടുത്ത സൗധം ഗംഭീരം തന്നെ, സംശയമില്ല. ഇതെല്ലാം താൻ അറിയാതെ തന്നെ നിർവഹിച്ചു എന്നതാണ് അതിന്റെ പ്രത്യേകത. ദൈവം ഫ്രാൻസിസിനെ നയിക്കുകയായിരുന്നു. ഫ്രാൻസിസ് വഴി ദൈവം ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. ഇക്കാരണത്താലാണ് ലോകം ഫ്രാൻസിസിനെ അനുകരിക്കുവാൻ ആധുനിക മാർപ്പാപ്പമാർ ശക്തിയുക്തം ഉപദേശിക്കുന്നത്. വിശുദ്ധ ദമിയാനോസിന്റെ പള്ളി, ഫ്രാൻസിസ് പണിത പള്ളി ഇന്നും അവിടെ കാണാം. അതേ കല്ലുകൾ, അതേ ഭിത്തി തന്നെ. അതിന്റെ വലിയ വാതിൽ മുതൽ പ്രധാന ബലിപീഠം വരെയുള്ള നീളം 66 അടി മാത്രമാണ്. വീതി 18 അടിയുമുണ്ട്. കാഴ്ചയ്ക്ക് യാതൊരു ഭംഗിയുമില്ല. പള്ളിയുടെ മുഖവാരത്ത് വെള്ള തേച്ചിട്ട് പോലുമില്ല. പാറക്കല്ലുകൊണ്ട് പണിതതിനാൽ ആ പള്ളി ഇന്നും ഉറപ്പായി നിൽക്കുന്നു. അല്പം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇത്ര ചെറിയ ദേവാലയമാണ് ഇത്രയേറെ പ്രകീർത്തിതമായിരിക്കുന്നത്. പള്ളിയുടെ ഭംഗിയോ വലുപ്പമോ അല്ല ദൈവം നോക്കുന്നത്. പ്രത്യുത അത് പണിയുന്നതിൽ പ്രദർശിപ്പിച്ചിരുന്ന ഭക്തി തീഷ്ണതയാണ്. അതനുസരിച്ചുള്ള സമ്മാനം ദൈവം ഫ്രാൻസിസിന് നൽകുകയും ചെയ്തു. ദൈവസ്നേഹത്താൽ മാത്രം പ്രേരിതമായി ചെയ്യുന്ന ഏറ്റവും ചെറിയ പ്രവൃത്തികൾ പോലും എന്നും നിലനിൽക്കുവാൻ ദൈവം ഇടയാക്കും. എന്നാൽ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവം അവഗണിക്കുന്നു. പുരാതന രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും വിജയസ്തംഭങ്ങളും മണിമാളികകളും ഇന്ന് എവിടെ? എല്ലാം നാമാവശേഷമായി. ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്നവയ്ക്ക് മാത്രമേ ശാശ്വതമായ അസ്തിത്വമുള്ളൂ. അധ്യായം 11. ഭിക്ഷാടനം. ഫ്രാൻസിസ് വിശുദ്ധ ദിമിയാനോസിന്റെ പള്ളി പണിതുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ അദ്ദേഹത്തിന് ആവശ്യമായ ഭക്ഷണം നൽകിയിരുന്നു. ഒരു കുലീന കുടുംബത്തിൽ ജാതനായി മാതൃലാളനയിൽ വളർന്നു വന്ന ഒരുവനാണല്ലോ ഈ ഫ്രാൻസിസ്. മാത്രമല്ല അസിസി യുവജനങ്ങളുടെ കണ്ണിലുണ്ണിയായി വിരുന്ന് സൽക്കാരങ്ങൾ നൽകിയും സ്വീകരിച്ചും പരിചയിച്ചവരാണല്ലോ ഇയാൾ. ഇപ്പോൾ ഇങ്ങനെ അലഞ്ഞ് പണിയെടുക്കുമ്പോൾ വല്ലതും നല്ലതുപോലെ കഴിക്കാതെ എങ്ങനെയാണ് എന്ന് ആ നല്ല വൈദികൻ മനസ്സിലാക്കി ഫ്രാൻസിസിന് നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുന്നതിൽ ശ്രദ്ധ പതിച്ചിരുന്നു. എന്നാൽ ദൈവം തന്റെ വിശ്വസ്തദാസന് പ്രത്യേകമായ പരിശീലനം നൽകുവാൻ തീരുമാനിച്ചായി. ജീർണാവസ്ഥ പ്രാപിച്ച കത്തോലിക്ക തിരുസഭ നരകശക്തികൾ ഒരിക്കലും തകർക്കയില്ലാത്ത സുസ്ഥിരമായ പാറമേൽ പണിയപ്പെട്ടതെങ്കിലും 12-ാം നൂറ്റാണ്ടിൽ ജീർണാവസ്ഥ പ്രാപിച്ചിരുന്ന കത്തോലിക്ക തിരുസഭയെ ഫ്രാൻസിസിന്റെ കരങ്ങളാൽ പുനരുദ്ധരിക്കണമെന്നായിരുന്നു ദൈവ തിരുമനസ്. ദിവ്യനാഥൻ ഫ്രാൻസിസിനെ കൊണ്ട് ഉറപ്പുള്ള അടിത്തറ പണിയിക്കുന്നതായിട്ടാണ് ഇനി നാം കാണുന്നത്. മിശിഹായിൽ വിശ്വസിക്കുകയും അവിടുത്തെ ദിവ്യ പ്രബോധനങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികളുടെ സമൂഹമാണല്ലോ കത്തോലിക്ക തിരുസഭ. 12-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും ജ്ഞാനസ്നാനം വഴി കത്തോലിക്കരായിരുന്നെങ്കിലും മിശിഹായുടെ പ്രബോധനങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് തേഞ്ഞു മാഞ്ഞു പോയിരുന്നു. 13-ാം ലയോ മാർപ്പാപ്പയുടെ വാക്യത്തിൽ പറയുന്നതായാൽ സഭയെ ഭരിക്കുന്നതിനും മിശിഹായുടെ പ്രബോധനങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനും ചുമതലപ്പെട്ടവർ പോലും അവയെ കാര്യമായി ഗണിച്ചിരുന്നില്ല.
ഉദാഹരണമായി സുവിശേഷ ഭാഗ്യങ്ങൾ എടുക്കാം. ദാരിദ്ര്യ ചൈതന്യമുള്ളവർ ഭാഗ്യവാന്മാരാകുന്നു, എന്തെന്നാൽ സ്വർഗ്ഗരാജ്യം അവർക്കുള്ളതാകുന്നുവെന്ന് അരുളി ചെയ്തുകൊണ്ട് ദിവ്യനാഥൻ ലൗകിക സമ്പത്തിന്റെ വ്യർത്ഥതയെ ലോകത്തോട് ഉപദേശിച്ചു. വിശുദ്ധ പത്രോസും മറ്റ് അപ്പസ്തോലന്മാരും ആദിമ ക്രിസ്ത്യാനികളും അതനുസരിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പൊന്നും വെള്ളിയും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു എന്ന് വിശുദ്ധ പത്രോസ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആദിമ ക്രിസ്ത്യാനികൾ ലൗകിക വസ്തുക്കൾ പൊതുവായിട്ടല്ലാതെ സ്വന്തമായി സൂക്ഷിച്ചിരുന്നില്ല. എന്നാൽ 12-ാം നൂറ്റാണ്ടിൽ ധനത്തിന്റെ പിന്നാലെ വിരണ്ടോടാത്തവർ ചുരുക്കമായിരുന്നു. ധനത്തിനു വേണ്ടി ഏത് പാതകം ചെയ്യുന്നതിനും പലർക്കും മടിയില്ലായിരുന്നു. ദാരിദ്ര്യവും ഭിക്ഷാടനവും ശാപലക്ഷണമായി അന്നത്തെ ആളുകൾ കരുതിയിരുന്നു. ഏട്ടിലെ പശു പുല്ല് തിന്നുമോ? സുവിശേഷം ആര് വായിക്കുന്നു, ആര് പ്രസംഗിക്കുന്നു, അത് സ്വജീവിതത്തിലേക്ക് പകർത്തുവാൻ ആര് പരിശ്രമിക്കുന്നു? ഏട്ടിലെ പടി പയറ്റിലെ പടി എന്ന മട്ടിലായിരുന്നു 12-ാം നൂറ്റാണ്ടിലെ ക്രിസ്തീയ ലോകം. ദിവ്യനാഥന്റെ പ്രബോധനങ്ങൾ സാക്ഷാൽ ജീവൽ വചനസ്സുകളാണെന്നും അനുദിന ജീവിതത്തിലേക്ക് അവ പകർത്തുവാൻ മനുഷ്യർക്ക് സാധിക്കുമെന്നും അത് അപ്രകാരം ചെയ്യുന്നവർക്ക് ശാശ്വത സൗഭാഗ്യം അനുഭവിക്കാമെന്നും ലോകത്തിന് കാണിച്ചു കൊടുത്ത് അനേകരെ സുവിശേഷാദർശപരമായ ജീവിതത്തിലേക്ക് ആനയിക്കുക എന്നതാണ് പള്ളി പണിയുക എന്ന വാക്കിന്റെ യഥാർത്ഥവും ആന്തരികവുമായ അർത്ഥം. ആ മഹാകൃത്യം പ്രാവർത്തികമാക്കുവാനുള്ള സമാരംഭം മാത്രമായിരുന്നു വിശുദ്ധ ദമിയാനോസിന്റെ പള്ളിപ്പണി. ദൈവം നയിച്ച പ്രകാരം ഫ്രാൻസിസ് പ്രവർത്തിച്ചു. ദൈവം ഫ്രാൻസിസിന് പ്രത്യേക പരിശീലനം നൽകുന്നു. സുവിശേഷത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരുന്ന ദാരിദ്ര്യ ചൈതന്യത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് ദൈവം ഫ്രാൻസിസിനെ നയിച്ചു. അതിപ്രകാരമാണ്: വിശുദ്ധ ദമിയാനോസിന്റെ ദേവാലയം പണിതുകൊണ്ടിരുന്നപ്പോൾ ഒരു രാത്രിയിൽ ഫ്രാൻസിസ് ക്രൂശിത രൂപത്തിന് മുമ്പാകെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ അദ്ദേഹത്തിന് ഇപ്രകാരം തോന്നി. അതെ, ദൈവം തോന്നിപ്പിച്ചു. ഇവിടുത്തെ ബഹുമാനപ്പെട്ട അച്ഛൻ എത്ര നല്ല ആളാണ്, എത്ര താല്പര്യത്തോടു കൂടിയാണ് അദ്ദേഹം എനിക്ക് ഭക്ഷണം തയ്യാറാക്കി തരുന്നത്. സ്വർഗീയ പിതാവ് അദ്ദേഹത്തിന് നിത്യസമ്മാനം നൽകട്ടെ. എന്നാൽ ഈ ഔദാര്യത്തിന്റെ തണലിൽ ഞാൻ സുഖലോലുപത്വത്തിലേക്ക് പിന്തിരിയാതിരിക്കുവാൻ ശ്രദ്ധാലുവായിരിക്കണമല്ലോ. മാത്രമല്ല, ഞാൻ ഇങ്ങനെ രുചികരവും പോഷകാംശവുമുള്ള ആഹാരം തന്നെ ദിവസവും കഴിച്ചു പരിചയിച്ചാൽ ഞാൻ പോകുന്നിടത്തെല്ലാം ആരാണ് എനിക്ക് നല്ല ഭക്ഷണം തരാനിരിക്കുന്നത്? ദിവ്യനാഥൻ മഹോന്നതമായ ലോകരക്ഷാകർമ്മം നിർവഹിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ അവിടുന്ന് കുരിശിൽ കിടന്നുകൊണ്ട് പീഡകൾ സഹിച്ചപ്പോൾ അവിടത്തേക്ക് വിശക്കുകയും ദാഹിക്കുകയും ചെയ്തിട്ട് പാനീയം പോലും ലഭിച്ചില്ലല്ലോ. ഞാൻ ഇങ്ങനെ തിന്നു സുഖിച്ചാലോ? സർവശക്തനായ ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോൾ ദരിദ്രനായി ജീവിച്ചു. തൊഴിൽ ചെയ്ത് അവിടുന്ന് ഉപജീവനം തേടി. അവിടുത്തെ പരസ്യ ജീവിതകാലത്ത് നാട് മുഴുവൻ ചുറ്റി നടന്ന ദിവ്യ തത്വങ്ങൾ പ്രസംഗിച്ചപ്പോൾ ജനാവലിയുടെ ഔദാര്യപൂർണ്ണമായ ദാനം സ്വീകരിച്ച് ജീവിച്ചു. ആകയാൽ നാളെ മുതൽ ഞാനും ജനാവലിയുടെ ദാനം സ്വീകരിച്ച് ഭക്ഷണം കഴിക്കുവാൻ തീരുമാനിക്കുകയാണ്. ഉച്ചയാകുന്നതുവരെ പള്ളി പണിയുന്നതിൽ വ്യാപൃതനായ ശേഷം അസീസി നഗരത്തിൽ പോയി ആരോടെങ്കിലും ദൈവസ്നേഹത്തെ പ്രതി വല്ലതും ഭക്ഷണം നൽകുവാൻ യാചിക്കണം. ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ഫ്രാൻസിസ് പ്രാർത്ഥന തുടർന്നു. സർവ്വസമ്പന്നനായ ദൈവമേ, പാപത്താൽ നശിച്ച ഞങ്ങളെ പരിത്രാണം ചെയ്യുവാൻ വേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളെ ലൗകിക പക്ഷത്തിൽ നിന്ന് വിമുക്തമാക്കി സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടി കാലിത്തൊഴുത്തിൽ അങ്ങ് തന്നെ ശൂന്യമാക്കി അടിമയുടെ പ്രകൃതി സ്വീകരിച്ച് മനുഷ്യനായി പിറന്നുവല്ലോ. ഇതിനേക്കാൾ താഴ്ന്ന വസതി ലോകത്തിലുണ്ടായിരുന്നുവെങ്കിൽ അങ്ങ് അത് തെരഞ്ഞെടുക്കുമായിരുന്നു. നരികൾക്ക് അളകളും പക്ഷികൾക്ക് കൂടുമുള്ളപ്പോൾ അവിടത്തേക്ക് തല ചായ്ക്കുവാൻ ഇടമില്ലായിരുന്നുവല്ലോ. അങ്ങയുടെ ദരിദ്രമായ ജീവിതത്തെ ആദരിക്കാതെ, അങ്ങയുടെ ദിവ്യ ദൃഷ്ടാന്തങ്ങളെ പരിഗണിക്കാതെ കഴിഞ്ഞ കാലങ്ങളിൽ ദൂർധടിച്ച് നടന്നതിന് പരിഹാരമായി നാളെ മുതൽ ഭിക്ഷയാചിച്ച് ജീവിച്ചുകൊള്ളാമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ സഹായം കൂടാതെ യാതൊന്നും ചെയ്യുവാൻ വശമില്ലാത്തവനായ എനിക്ക് നല്ല ഈശോനാഥ അവിടുത്തെ ദിവ്യ സഹായം നൽകണമേ. ഞാൻ ക്ഷീണത്താൽ വീഴാതിരിക്കുന്നതിനും ലജ്ജയാൽ പിന്മാറാതിരിക്കുന്നതിനും എല്ലാ കാര്യങ്ങളിലും അങ്ങയെ അനുകരിക്കുന്നതിനും എന്നെ ശക്തനാക്കണമേ. പിറ്റേ ദിവസം കുർബാന കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് ബഹുമാനപ്പെട്ട അച്ഛനെ സമീപിച്ച് സ്തുതി ചൊല്ലിയതിനു ശേഷം സവിനയം ഇപ്രകാരം പറഞ്ഞു: ഇന്നുച്ചയ്ക്ക് എനിക്ക് ഇവിടെ ഭക്ഷണം തയ്യാറാക്കേണ്ട, ഞാൻ അസീസിയിൽ പോയി ആഹാരം കഴിച്ചുകൊള്ളാം. എന്നാൽ അങ്ങനെയാകട്ടെ എന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു. അതേപ്പറ്റി കൂടുതലൊന്നും ചോദിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം അപ്പോൾ വിചാരിച്ചില്ല. ഫ്രാൻസിസിന്റെ വീട് അവിടെയാണല്ലോ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാർ അവിടെയുണ്ടല്ലോ. ഫ്രാൻസിസ് ഉച്ചവരെ പതിവ് പോലെ അത്യധ്വാനം ചെയ്തു. ഉച്ചയായപ്പോൾ അദ്ദേഹം ഒരു പാത്രവുമായി അസീസി നഗരത്തിലേക്ക് പോയി. ഓരോ വീടിന്റെയും വാതിൽക്കൽ അദ്ദേഹം പാത്രം നീട്ടി ഭിക്ഷയായിരുന്നു. ദൈവസ്നേഹത്തെ പ്രതി വല്ലതും തിന്നാൻ തരണമേ. ഒരു വീട്ടിൽ നിന്നും കേട്ട സ്വരം പരുഷമായിരുന്നു. ആരത്? ജൗളിക്കടക്കാരൻ ഫ്രാൻസിസോ? നിന്റെ വീട് ഇവിടെ അടുത്തല്ലേ? ഫ്രാൻസിസ് വീണ്ടും ചോദിച്ചു. ദൈവസ്നേഹത്തെ പ്രതി വല്ലതും ഭക്ഷിക്കാൻ തരണമേ. വീണ്ടും പരുഷതരമായ വാക്കുകൾ അകത്തു നിന്നും മുഴങ്ങി. നിനക്ക് അമ്മയില്ലേ? നിന്റെ അപ്പൻ സ്വത്തുകാരനല്ലേ? പോകൂ ഇവിടെ നിന്ന്, ശല്യം വന്നിരിക്കുന്നു. ഫ്രാൻസിസ് ശാന്തതയോടുകൂടി അവിടെ നിന്ന് മാറിപ്പോയി. ഏതാണ്ട് ഇപ്രകാരം അദ്ദേഹം വിചാരിച്ചു: പാപിയായ എന്നെ ഇങ്ങനെ ആട്ടി ഓടിച്ചാൽ പോരാ. എന്നെ അവർ അടിക്കുകയോ തൊഴിക്കുകയോ ചെയ്താലും അത് അധികമായി പോകുകയില്ല. നിത്യനരകത്തിന് അർഹമായ പാപങ്ങൾ ഈ തെരുവിൽ കൂടി നടന്ന് ചെയ്തവനല്ലേ ഞാൻ? സ്വർഗീയ പിതാവേ, എന്റെ പാപത്തിന് ശിക്ഷയായി നരകാഗ്നിയിലേക്ക് എന്നെ തള്ളിക്കളയാതിരിക്കുവാൻ വേണ്ടി ഈ നിന്ന അപമാനങ്ങൾ ഞാൻ സ്വീകരിക്കുന്നു. ഇവ അങ്ങേ തിരുക്കുമാരന്റെ പീഡകളോട് യോജിപ്പിച്ച് അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. അന്ന് ഞാൻ പാപമാർഗത്തിൽ ചരിച്ചിരുന്നപ്പോൾ എന്നെ ആരും ആട്ടി ഓടിച്ചില്ല. അന്ന് ഞാൻ അസീസിയിലെ യുവരാജനായിരുന്നു. ഇന്ന് ഞാൻ മിശിഹായുടെ സുവിശേഷ മാർഗം സ്വീകരിച്ചപ്പോൾ അവഹേളിതനായി. എന്റെ പഴയ പാപത്തിന് പുതിയ പ്രായശ്ചിത്തം. ഇത്തരം പരിഹാരം കൊണ്ട് എന്റെ പാപക്കടം തീരുമോ? നിത്യനരകാഗ്നിയിൽ ഞാൻ നിബന്ധിക്കേണ്ടവനല്ലേ? എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ ഇങ്ങനെ നിന്ദനായി അലഞ്ഞു നടന്നാലും എന്റെ പാപത്തിന് ന്യായമായ പരിഹാരമായിരിക്കുകയില്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും നാഥ, എന്റെ പാപത്തേക്കാൾ വലുതാണല്ലോ അവിടുത്തെ കരുണ. പാപിയായ എന്റെ മേൽ കനിയണമേ. ഫ്രാൻസിസ് അടുത്ത വീടിന്റെ വാതിൽക്കൽ ചെന്ന് ദൈവസ്നേഹത്തെ പ്രതി വല്ലതും തിന്നാൻ തരണമേ എന്ന് യാചിച്ചു. അകത്തുനിന്ന് ചിരിയും അട്ടഹാസവും കേൾക്കാം. ആരോ പറയുന്നു: കുടുംബസ്വത്തില്ലാഞ്ഞിട്ടാണോ ഇവൻ ഇങ്ങനെ നടക്കുന്നത്? പാപത്തിന് പിരി അയഞ്ഞുപോയി. അപ്പൻ വല്ല രാജ്യത്തും ചെന്ന് വല്ലവരുടെയും മുതൽ തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ ഫലമായിരിക്കാം. പിതാവിന്റെ പാപത്തിന് മക്കൾ അനുഭവിക്കേണ്ടേ? പെട്ടെന്ന് ധനവാനാകുവാൻ തുനിഞ്ഞാൽ ഇങ്ങനെയിരിക്കും. വല്ലതുമാകട്ടെ, ചാകാതെ കിടക്കട്ടെ. ആ റൊട്ടിക്കഷ്ണം അങ്ങോട്ട് കൊടുത്തേക്ക് കൊച്ചേ. ഒരു കുട്ടി കടിച്ചു തിന്ന ഒരു റൊട്ടിക്കഷ്ണത്തിന്റെ ബാക്കി തറയിൽ വീണ് കിടന്നത് ഭർത്താവിന്റെ ആജ്ഞാനുസരണം ഭാര്യ ഫ്രാൻസിസിന്റെ നേരെ എറിഞ്ഞു കൊടുത്തു.
ദൈവത്തിന് സ്തോത്രവും കുടുംബാംഗങ്ങൾക്ക് നന്ദിയും പ്രദർശിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് അതെടുത്ത് പാത്രത്തിലിട്ടു. അടുത്ത വീടിന്റെ വാതിൽക്കൽ ചെന്ന് വീണ്ടും യാചിച്ചു. ഭ്രാന്തൻ വരുന്നു എന്ന് പറഞ്ഞ് കുട്ടികൾ വാതിലടച്ചു കളഞ്ഞു. ഫ്രാൻസിസ് അടുത്ത വീടിന്റെ വാതിൽക്കലേക്ക് നടന്നു. അവിടെ ചെന്ന് യാചന തുടർന്നു. ഫ്രാൻസിസ് പള്ളി പണിയുന്ന കാര്യം അവർ അറിഞ്ഞിരുന്നു. പിരി ഇളകിയവനാണെങ്കിലും നല്ല വേല ചെയ്യുന്നുണ്ടല്ലോ എന്നോർത്ത് വല്ലതും കൊടുത്താൽ കൊള്ളാമെന്ന് അവർക്ക് തോന്നി. പക്ഷേ അവരുടെ ഭക്ഷണം തീർന്നു കഴിഞ്ഞിരുന്നു. സ്വല്പം ബാക്കിയുള്ളത് തണുത്തുപോയെന്ന് ഗ്രഹനാഥ പറഞ്ഞു. ഓ, ഭ്രാന്തന്മാർക്ക് എന്തായാലും എന്താണ്, കിട്ടുന്നതെല്ലാം അവർ തിന്നും. ഉള്ളത് കൊടുത്തേക്കൂ എന്ന് ഗ്രഹനാഥൻ പറഞ്ഞു. അത് സ്വീകരിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് അവിടെ നിന്ന് പോയി. അങ്ങനെ പല വീടുകളിൽ കയറിയും ഇറങ്ങിയും പാത്രം ഏതാണ്ട് നിറഞ്ഞപ്പോൾ ഫ്രാൻസിസ് ഒരു വിജന സ്ഥലത്തേക്ക് മാറി ഒരു പാറപ്പുറത്തിരുന്നു. അദ്ദേഹം കുരിശു വരച്ച് ഭക്ഷണത്തിന് മുൻപുള്ള ജപം ചൊല്ലി. ഏലിയാസ് ദീർഘദർശിയെയും വനവാസിയായ പൗലോസിനെയും മലങ്കാക്ക വഴി തീറ്റിപ്പൊറ്റിയ സ്വർഗീയ പിതാവേ, ആകാശത്തിലെ പക്ഷികളെയും വനത്തിലെ മൃഗങ്ങളെയും സംരക്ഷിക്കുന്ന സർവ്വശക്ത, അവിടുന്ന് ഇന്നേ ദിവസം എനിക്ക് ആവശ്യമുള്ള ആഹാരം നൽകുവാൻ തീരുമാനിച്ചായല്ലോ. അങ്ങേക്ക് സ്തുതി. അങ്ങ് എന്നെയും എനിക്ക് നൽകിയ ഈ ഭക്ഷണ സാധനങ്ങളെയും ആശീർവദിക്കണമേ. ഫ്രാൻസിസ് ഒരു കൈ നിറയെ ആഹാരം വാരി അല്പം ഉയർത്തി രുചിയും വെടുപ്പുമുള്ള ആഹാര സാധനങ്ങൾ വിവിധ താലങ്ങളിൽ നിന്ന് എടുത്തു ഭക്ഷിച്ച് പരിചയിച്ച ഈ ചെറുപ്പക്കാരൻ ആകപ്പാടെ ഒന്ന് ഞെട്ടി. തന്റെ മനുഷ്യപ്രകൃതി പ്രതിഷേധിച്ചു. ശരീരമാകെ രോമാഞ്ചം പൂണ്ടു. ഇതെങ്ങനെ തിന്നുമെന്ന് വിചാരിച്ചു. ഫ്രാൻസിസിന്റെ കൈ താണു. അദ്ദേഹം മടിച്ചു, വെറുത്തു, തളർന്നു. അല്പസമയത്തിനുള്ളിൽ ഫ്രാൻസിസിന് വീണ്ടും വിചാരമുണ്ടായി. എന്ത് നീച്ച പാപി, നിനക്കിത് തിന്നുകൂടെ? നീ ഇതിനു പോലും അർഹനല്ല. നല്ല ദൈവത്തിന്റെ സ്നേഹമുള്ള ദാനമാണിത്. തിന്ന്. ഇങ്ങനെ ഉത്തമാംശത്തിന്റെയും അധമാംശത്തിന്റെയും ഘോര സംഘട്ടനം നടന്നു. ദൈവിക പ്രചോദനത്തെ സാധാരണ മനുഷ്യപ്രകൃതി എതിർക്കുന്നു. പക്ഷേ അതാരും കണ്ടില്ല, ഒരു സ്വരവും കേട്ടില്ല. എന്റെ ഈശോ രക്ഷിക്കണമേ എന്ന് ഫ്രാൻസിസ് പറഞ്ഞതും ഒരു കൈ ആഹാരം പെട്ടെന്ന് വായിലിട്ട് വിഴുങ്ങിയതും ഒന്നിച്ചു കഴിഞ്ഞു. പിന്നീട് പാത്രത്തിൽ ഉണ്ടായിരുന്നത് മുഴുവനും അദ്ദേഹം ഭക്ഷിച്ചു. അങ്ങനെ സമരം വിജയിച്ചു. അത് അസാമാന്യമായ ഒരു വിജയമായിരുന്നു. ഒരു വലിയ കോട്ട പിടിച്ചെടുക്കുന്നതിനേക്കാൾ പ്രയാസമേറിയതാണ് ആത്മവിജയം. അന്നു മുതൽ എല്ലാ ദിവസവും ഫ്രാൻസിസ് ഭിക്ഷ യാചിച്ച് ഉപജീവനം കഴിച്ചു. അതിൽ അദ്ദേഹത്തിന് സ്വർഗീയമായ ഒരു ആനന്ദം അനുഭവപ്പെട്ടു. ഏതാനും ദിവസം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസിന്റെ ഭിക്ഷാടനത്തെപ്പറ്റി ചിലർ ദിനിയാനോസിലെ ബഹുമാനപ്പെട്ട അച്ഛനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം കരഞ്ഞുപോയി. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പള്ളി പണിതുകൊണ്ടിരുന്ന ഫ്രാൻസിസിനെ വിളിച്ചു വരുത്തി ഇങ്ങനെ ചോദിച്ചു. എന്റെ കുഞ്ഞെ, നീ എന്തിന് ഈ സാഹസത്തിന് പോയി? ഞാൻ വിചാരിച്ചല്ലോ നിന്റെ വീട്ടിലായിരിക്കും നീ ഊണ് കഴിക്കാൻ പോകുന്നതെന്ന്. നിനക്ക് തൃപ്തിയാകുന്നത് വരെ ഞാൻ ഇവിടെ ഭക്ഷണം തന്നുകൊണ്ടല്ലേ ഇരുന്നത്. ഭിക്ഷ യാചിക്കേണ്ട ആവശ്യം നിനക്കില്ലല്ലോ. മാത്രമല്ല, നീ ഈ പള്ളിക്ക് വേണ്ടി ഇപ്രകാരം ബന്ധപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം ആവശ്യപ്പെടുവാൻ നിനക്ക് അവകാശമുണ്ടല്ലോ. ദാരിദ്ര്യത്തിന്റെ ശ്രേഷ്ഠത. വൈദികന്റെ വിളി കേട്ട് കുമ്മായം പുരണ്ട കൈകളോട് കൂടിയാണ് ഫ്രാൻസിസ് ഓടി വന്നത്. എന്തോ അത്യാവശ്യ കാര്യം പറയുവാൻ ധൃതിയിലുള്ള രീതിയിലായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛന്റെ വിളി. പക്ഷേ അദ്ദേഹം സംസാരം നിർത്തിയപ്പോൾ അതൊരു സാരമായ കാര്യമല്ല എന്ന മട്ടിൽ ഫ്രാൻസിസ് മന്ദസ്മിതത്തോടു കൂടി പറഞ്ഞു. എന്റെ അച്ഛ, ദാരിദ്ര്യ ചൈതന്യമുള്ളവർ ഭാഗ്യവാന്മാരാകുന്നു എന്നല്ലേ ദിവ്യനാഥൻ പഠിപ്പിച്ചിരിക്കുന്നത്? അതൊന്ന് രുചിച്ചു നോക്കുവാൻ ഞാൻ പോയതാണ്. ഭിക്ഷാടനം. ഓ, ദാരിദ്ര്യം. ഫ്രാൻസിസിന്റെ ഹൃദയസ്പന്ദനങ്ങൾ വർദ്ധിച്ചു. മുഖം പ്രകാശമാനമായി, നേത്രങ്ങൾ ഉയർന്നു. ദാരിദ്ര്യത്തിന്റെ ശ്രേഷ്ഠത ചില്ലറയല്ല. വേല ചെയ്യുന്നവർക്ക് ഭക്ഷണവും കൂലിയും ന്യായമായ അവകാശമാണെന്നത് ശരി തന്നെ. എന്നാൽ അത്യധ്വാനം ചെയ്തതിനു ശേഷം ഈ അവകാശം പോലും പരിത്യജിച്ച് ഭിക്ഷയാചിച്ച് ഭക്ഷിക്കുന്നതിൽ അനർഘമായ ഒരു ഭാഗ്യം ഒളിഞ്ഞുകിടപ്പുണ്ട്. ദാരിദ്ര്യത്തിന്റെ പൂർണ്ണത ഇതാണ്. നമ്മെ സ്വർഗരാജ്യത്തിന് അവകാശികളും അവിടെ രാജാക്കന്മാരുമാക്കി തീർക്കുന്നതിന് ഇതിന് കഴിവുണ്ട്. ലൗകിക വിഭവങ്ങൾ ഇല്ലെന്നോ ചുരുക്കമെന്നോ കാണുന്ന അവസരത്തിൽ സസന്തോഷം സംതൃപ്തി അടയുന്നതായാൽ നമുക്ക് പുണ്യവർദ്ധനം ഉണ്ടാകുന്നു. എന്റെ അച്ഛ, അങ്ങ് എന്നെ തടയരുതേ. ഞാൻ ദിവ്യനായ ഈശോയെ അനുകരിച്ച് ഏറ്റവും ദരിദ്രനായി ജീവിക്കുന്നതിൽ അങ്ങ് വിരോധം പറയില്ലേ. ഫ്രാൻസിസ് ഇത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് അമാനുഷികമായ ഒരു പ്രകാശം ആ വൈദികൻ കണ്ടു. മറ്റൊരു ലോകത്തു നിന്ന് വന്നവനെ പോലെ അദ്ദേഹം കാണപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ ക്രിസ്തു മാത്രമായിരുന്നു വിശുദ്ധ ഫ്രാൻസിസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം മുഴുവനായി ഗ്രഹിക്കുവാൻ വൈദികന് കഴിഞ്ഞില്ലെങ്കിലും അത് ശരിയാണെന്ന് സമ്മതിച്ചു. മാത്രമല്ല, ദൈവം തന്റെ വിനീതദാസനെ പ്രത്യേകമായ വിധം നയിക്കുകയാണെന്നുള്ള ബോധ്യമുണ്ടായതിനാൽ ഭിക്ഷാടനം തുടരുവാൻ ആ വൈദികൻ ഫ്രാൻസിസിനെ അനുവദിക്കുകയും ചെയ്തു. മടിയനായി ഇരുന്ന് സമയം നഷ്ടപ്പെടുത്തിയ ശേഷം മറ്റുള്ളവരുടെ പ്രയത്നഫലം അനുഭവിക്കുവാൻ ഭിക്ഷ യാചിക്കുന്നത് മോഷണത്തോട് സമമാണെന്ന് ഫ്രാൻസിസ് പഠിപ്പിച്ചിട്ടുണ്ട്. തന്റെ ഭിക്ഷാടനം മൂലം സുവിശേഷ ഭാഗ്യങ്ങളിൽ ഒന്നാമത്തേതായ ദാരിദ്ര്യത്തിന്റെ ശ്രേഷ്ഠതയെ സ്വജീവിതത്തിൽ ഫ്രാൻസിസ് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഒരുവൻ അത്യധ്വാനം ചെയ്തതിനു ശേഷം ന്യായമായ കൂലിയോ ഭക്ഷണം പോലുമോ അധികാരപൂർവ്വം അവകാശപ്പെടാതിരിക്കുന്നത് ദാരിദ്ര്യബോധമാണ്. അനന്തരം ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഭിക്ഷാടനം ചെയ്യുന്നത് പുണ്യവും ലാഭവും ഭാഗ്യവുമാണ്. കാരണം ഈ ദാരിദ്ര്യ ചൈതന്യത്തിന്റെ പ്രതിഫലം ന്യായമായ കൂലിയേക്കാൾ അനേകായിരം ഇരട്ടി വലിയ സ്വർഗീയ ഭാഗ്യമാണ്. ദാരിദ്ര്യ ചൈതന്യമുള്ളവർ ഭാഗ്യവാന്മാരാകുന്നു. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. ഒരുവൻ ഭിക്ഷാടനം ചെയ്യുമ്പോൾ സമ്പാദിക്കുവാൻ സാധിക്കുന്ന പുണ്യങ്ങളെപ്പറ്റി ചിന്തിച്ചാൽ ദാരിദ്ര്യ ചൈതന്യം രാജ്യം ഭരിക്കുന്നതിനേക്കാൾ ലാഭവും സന്തോഷവും ഉള്ളതാണെന്ന് മനസ്സിലാക്കാം. ഒന്നാമത്, അവരുടെ അഹം അഥവാ ഞാൻ എന്ന ഭാവം പുറത്തു ചാടുന്നു. ഇതൊരു വലിയ നേട്ടമല്ലേ? നീ എത്രമാത്രം നിന്നിൽ നിന്ന് ഇറങ്ങുന്നുവോ അത്രമാത്രം ഞാൻ നിന്നിലേക്ക് പ്രവേശിക്കും എന്ന് ഈശോ അരുളി ചെയ്യുന്ന രീതിയിൽ ക്രിസ്തുവാനുകരണത്തിൽ കാണുന്നുണ്ടല്ലോ. ദിവ്യനായ ഈശോ നമ്മിൽ പ്രവർത്തിക്കുക എന്നതാണല്ലോ നമ്മുടെ ഭാഗ്യം. എന്നാൽ ജലമയമായ എണ്ണയോ നനഞ്ഞ ചൂട്ടോ കത്തുകയില്ലാത്തതുപോലെ ഞാൻ ഭാവം നിറഞ്ഞിരിക്കുന്ന മനുഷ്യൻ ദൈവസ്നേഹാഗ്നിയിൽ കത്തുകയില്ല. ഞാൻ ഭാവത്തെ പുറത്തു ചാടിക്കുവാൻ അത്ര എളുപ്പമോ? ഭിക്ഷാടനം അതിനുള്ള ഒറ്റമൂലിയാണ്. കൂടാതെ ഭിക്ഷാടനം മൂലം എളിമ, വിനയം, ആത്മസംയമനം, സഹനശക്തി, സഹോദര സ്നേഹം, ദൈവവിശ്വാസം ഇങ്ങനെ അനേക പുണ്യങ്ങൾ പുഷ്ടി പ്രാപിക്കുന്നു. ഇവയെല്ലാം ഒരുവനെ സ്വർഗരാജ്യത്തിൽ വലിയവനാക്കുന്നു. പിതൃശാപത്തിന്റെ പ്രതിവിധി. ഫ്രാൻസിസ് ഭിക്ഷാടനം ചെയ്യുന്ന അവസരത്തിൽ പലപ്പോഴും തന്റെ പിതാവിനെ തെരുവീതിയിൽ വെച്ച് കണ്ടുമുട്ടിയിരുന്നു. ദുരഭിമാനിയായ പീറ്റർ ബർണാർഡ് പുത്രനെ ദർശിക്കുന്ന മാത്രയിൽ കലിതുള്ളി ശാപവർഷം ചൊരിഞ്ഞിരുന്നു.
പിതൃഭക്തനായ ഫ്രാൻസിസിന് ഈ ശാപവർഷം അസഹ്യമായ ദുഃഖത്തിന് കാരണമായി. അതിന് അദ്ദേഹം ഒരു പ്രതിവിധി കണ്ടുപിടിച്ചു. ആൽബർട്ട് എന്നു പേരായ ഒരു ഭിക്ഷുവിനോട് ഫ്രാൻസിസ് ഒരു കരാർ ചെയ്തു. അപ്പാപ്പ, ഭിക്ഷ യാചിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പോകാം. കിട്ടുന്നതിൽ പകുതി അപ്പാപ്പന് തരാം. എന്റെ പിതാവ് എന്നെ ശപിക്കുമ്പോൾ ഞാൻ അപ്പാപ്പന്റെ മുമ്പിൽ മുട്ടുകുത്തും. അപ്പോൾ അപ്പാപ്പൻ എന്നെ അനുഗ്രഹിക്കാമോ? ലാഭമുള്ള ഈ ഉടമ്പടി ആ വയോവൃദ്ധന് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നീട് ഇരുവരും കൂടി ഭിക്ഷാടനം നടത്തുകയിൽ പീറ്റർ ബെർണാർഡിനെ കണ്ടുമുട്ടി. അദ്ദേഹം പുത്രനെ പതിവ് പോലെ ശപിക്കുകയും ശകാരിക്കുകയും ചെയ്തു. വയസ്സനായ ഭിക്ഷുവിന്റെ മുൻപിൽ ഫ്രാൻസിസ് മുട്ടുകുത്തി. അയാൾ ഫ്രാൻസിസിനെ അനുഗ്രഹിച്ചു. ഉടനെ പീറ്റർ ബെർണാർഡിനോട് ഫ്രാൻസിസ് പറഞ്ഞു, ഇതാ എന്നെ അനുഗ്രഹിക്കുന്ന പിതാവിനെ എന്റെ നല്ല ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ പീറ്റർ ബെർണാർഡ് ഈ വിഷയത്തിൽ പരാജിതനായി. പിന്നീട് ഒരിക്കലും അദ്ദേഹം പുത്രനെ ശപിച്ചിട്ടില്ല. ഫ്രാൻസിസിന്റെ ആധ്യാത്മിക വളർച്ച. വിശുദ്ധ ദമിയാനോസിന്റെ പള്ളി പണിതുകൊണ്ടിരുന്നപ്പോൾ ഫ്രാൻസിസ് സ്വന്തം ആധ്യാത്മിക സൗധം പണിയുകയായിരുന്നു. ദൈവതിരുവള്ളം എന്തെന്നും മനസ്സിലാക്കിയാൽ ഉടനെ അത് നിറവേറ്റുവാൻ പരിശ്രമിക്കുന്നവരെ ദൈവം അവരറിയാതെ തന്നെ നയിച്ചുകൊണ്ടിരിക്കും. ആഡംബരപ്രിയനും അഹങ്കാരിയും സുഖലോലുപനുമായിരുന്ന ഫ്രാൻസിസ് ചുരുങ്ങിയ കാലം കൊണ്ട് എളിമ, ആത്മപരിത്യാഗം, പീഡാസഹനം, അനുസരണം, ദാരിദ്ര്യം, വിരക്തി, സേവന സന്നദ്ധത, സർവോപരി ദൈവഭക്തി മുതലായ പുണ്യങ്ങൾ പൂർണ്ണമായി അഭ്യസിക്കുവാൻ പരിശീലിച്ചു. മാനസിക ബലഹീനതകൾക്ക് വശംവദനായിരുന്ന ഫ്രാൻസിസ് ക്രമേണ അമാനുഷികത്വം കൈവരിക്കുന്നത് നാം കാണും. കത്തോലിക്ക തിരുസഭയെ ഉദ്ധരിക്കുന്നു. ഫ്രാൻസിസ് താൻ അറിയാതെ തന്നെ സഭാ സൗധത്തെയും പുനരുദ്ധരിക്കുകയായിരുന്നു. ധനമോഹം സകല തിന്മകളുടെയും മൂലകാരണമാകുന്നു എന്ന് വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഈ ധനേച്ഛ ക്രിസ്ത്യാനികളിൽ നിന്ന് പിഴുതു കളഞ്ഞെങ്കിൽ മാത്രമേ കത്തോലിക്ക തിരുസഭയെ പുനരുദ്ധരിക്കാൻ സാധിക്കുകയുള്ളൂ. ആകയാൽ ഫ്രാൻസിസിന്റെ ഭിക്ഷാടനം കത്തോലിക്ക തിരുസഭയുടെ പുനരുദ്ധാരണത്തിന്റെ സമാരംഭമായിരുന്നു. ദാരിദ്ര്യത്തിന്റെ ശ്രേഷ്ഠത ഫ്രാൻസിസിന്റെ ജീവിതചര്യ കൊണ്ട് ക്രിസ്തീയ ലോകത്തെ പഠിപ്പിക്കുവാൻ ദൈവം തീരുമാനമായി. പലരും ഫ്രാൻസിസിനെ അനുകരിക്കും. അങ്ങനെ സുവിശേഷാത്മകമായ ജീവിതം പുനഃസ്ഥാപിക്കപ്പെടും. മാത്രമല്ല, ഏതൊരു തെരുവീതിയിൽ കൂടി രാജകുമാരനെ പോലെ യുവജനങ്ങളാൽ പരിസേവിതനായി അവരുടെ സ്തുതിഗീതങ്ങൾക്ക് പാത്രമായി ആടിപ്പാടി ഘോഷയാത്രകൾ നടത്തിയോ അതേ തെരുവിൽ കൂടി തന്നെയാണ് ഫ്രാൻസിസ് ഒരു യാചകനായി, നിന്ദ്യനായി, അവഹേളന പാത്രമായി നടന്നത്. ഭാവി തലമുറകൾക്ക് ഇത് എത്രയോ ഉത്തമമായ ദൃഷ്ടാന്തമാണ്. മറ്റുള്ളവർ കണ്ടാൽ എന്ത് പറയും എന്ന ഭയം സാധാരണ ജനങ്ങൾക്കുള്ളതാണല്ലോ. അത് അഹങ്കാരത്തിന്റെ നേരിയ ഞരമ്പാണ്. ഈ മനോഭാവം മാറ്റാതിരിക്കുന്നിടത്തോളം കാലം ഒരുവൻ ആധ്യാത്മിക ജീവിതത്തിൽ ഗണ്യമായ പുരോഗതി പ്രാപിക്കുകയില്ല. ആര് കണ്ടാലും എന്ത് പറഞ്ഞാലും തരക്കേടില്ല, ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് ഞാൻ ചെയ്യും എന്ന മനോഭാവമാണ് ഫ്രാൻസിസിന്റെ ഭിക്ഷാടനം ലോകത്തെ പഠിപ്പിച്ച വേറൊരു തത്വം. എന്നാൽ എല്ലാവരും ഭിക്ഷ യാചിക്കുവാൻ തുടങ്ങിയാലോ അത് എന്തൊരു ലോകമാണ് എന്ന് ചോദിച്ചുകൊണ്ട് ചിലർ ഭിക്ഷാടനത്തെ പുച്ഛിക്കുമായിരിക്കും. അർത്ഥവത്തായ ചോദ്യം തന്നെ. അതിന് നിഷ്പ്രയാസം മറുപടി പറയാം. വരം ലഭിച്ചവർ അങ്ങനെ ചെയ്യട്ടെ. ഓരോ മനുഷ്യനും തന്റെ സ്ഥിതിക്ക് അനുസൃതമായ പരിപൂർണ്ണത പ്രാപിക്കണമെന്നാണ് ദൈവനിശ്ചയം. അവിടുന്ന് നിരവധി വസ്തുക്കൾ വിവിധ തരത്തിൽ സൃഷ്ടിച്ചു. അവിടുന്ന് പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും വ്യത്യസ്തങ്ങളായ ശക്തിവിശേഷങ്ങൾ നൽകുന്നു. ഉദാഹരണമായി കാച്ചിലിന്റെ വള്ളി മരത്തിൽ ചുറ്റിക്കയറുന്നു. പാവലിന്റെ തണ്ട് ചെറുവള്ളി കൊണ്ട് പിടിച്ചു കയറുന്നു. കൊടിയുടെ തണ്ട് വേരുകൊണ്ട് പറ്റിപ്പിടിച്ചു കയറുന്നു. ഇങ്ങനെ പലതും പലതരത്തിൽ പ്രവർത്തിക്കുന്നു. മാത്രമല്ല, ഓരോ സാധനങ്ങൾക്കും ഓരോ വിധത്തിലുള്ള രുചിഭേദങ്ങൾ ദൈവം നൽകിയിരിക്കുന്നു. അവയ്ക്ക് ഓരോന്നിനും അത് തന്നെ വേണം. ഉപ്പിന് പുളിരസമായിരുന്നാൽ അതുകൊണ്ട് പ്രയോജനം എന്ത്? ഉപ്പിന് ഉപ്പുരസവും പുളിക്ക് പുളിരസവും മുളകിന് എരിവും വേണം. ഇപ്രകാരം ധനം സമ്പാദിക്കാനുള്ള പ്രചോദനം നൽകപ്പെട്ടവർ ഭിക്ഷ യാചിക്കണമെന്നില്ല. ദാരിദ്ര്യത്തിൽ ഹീനതയൊന്നുമില്ലെന്ന് സമ്മതിച്ച് ധനത്തോടുള്ള ക്രമാതീതമായ പക്ഷം വെടിഞ്ഞ് ഔദാര്യപൂർവ്വം ദാനധർമ്മം ചെയ്ത് തങ്ങളുടെ അന്തസ്സിനനുസൃതമായി ജീവിച്ച് രക്ഷ നേടട്ടെ. എന്നാൽ ഒരുവൻ സമ്പാദിച്ച ധനം ഏതെങ്കിലും വിധത്തിൽ പെട്ടെന്ന് നശിച്ചുവെന്നിരിക്കട്ടെ. ഉദാഹരണമായി വീടിന് തീപിടിച്ചു, ബാങ്ക് പൊളിഞ്ഞു, കൃഷി നശിച്ചു, ഇങ്ങനെ പലതും. ഈ അവസരങ്ങളിൽ ഒരുവൻ വിഷാദിക്കേണ്ടതില്ല. കാരണം ധനമുള്ളതും ഇല്ലാത്തതും ദൈവത്തിനുമുമ്പാകെ അത്ര വലിയ കാര്യമല്ല. ഇവ രണ്ടിൽ ദാരിദ്ര്യമാണ് ദൈവത്തിന് കൂടുതൽ സ്വീകാര്യവും മനുഷ്യർക്ക് സൗഭാഗ്യകരവും. ഓരോരുത്തരും സ്വന്തം കർത്തവ്യം മടി കൂടാതെ ചെയ്യണം. അപ്പോൾ മാത്രമേ അവൻ ദൈവത്താൽ അനുഗ്രഹീതനാകുകയുള്ളൂ. ഭിക്ഷ യാചിക്കുവാൻ ഇടയാകത്തക്കവണ്ണം ഒരുവന്റെ സ്വത്തുക്കൾ മുഴുവൻ നശിച്ചു പോകുകയോ ഒരുവൻ സ്വത്ത് മുഴുവൻ ഉപേക്ഷിക്കുകയോ ചെയ്താൽ അത് ദൈവദത്തമായ ഒരു അനുഗ്രഹമായി പരിഗണിക്കേണ്ടതാണ്. അത് ഒരു ദൈവവിളിയാണ്, അല്ലെങ്കിൽ ദൈവ തിരുമനസ്സാണ്. വിശുദ്ധ ഫ്രാൻസിസ് സ്ഥാപിച്ച ഒന്നാം സഭയുടെ നിയമത്തിൽ അദ്ദേഹം ഇപ്രകാരം ആജ്ഞാപിച്ചിട്ടുണ്ട്: സഹോദരന്മാർ യാതൊന്നും സ്വന്തമായി വെച്ചുകൊണ്ടിരിക്കരുത്. ഭവനമോ സ്ഥലമോ മറ്റെന്തെങ്കിലുമോ പാടില്ല. പ്രത്യുത ഈ ഭൂലോകത്തിൽ തീർത്ഥകരും അപരിചിതരും എന്ന വണ്ണം എളിമയോടും ദാരിദ്ര്യത്തോടും കൂടി കർത്താവിന് സേവനം ചെയ്ത് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അവർ ഭിക്ഷ യാചിക്കുവാൻ പോകണം. നമ്മുടെ നാഥൻ നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ സ്വയം ദരിദ്രനായല്ലോ എന്നോർത്ത് ഭിക്ഷ യാചിക്കുവാൻ അവർ ലജ്ജിക്കരുത്. പിൽക്കാലത്ത് ഭിക്ഷാടന സന്യാസ സഭകൾ പലതും ആവിർഭവിച്ചു. എന്നാൽ തെന്ത്രോസ് സൂനഹദോസ് അവരുടെ ഭിക്ഷാടനത്തെ മുടക്കുകയും ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളെ മാത്രം അതിന് അനുവദിക്കുകയും ചെയ്തു. അതനുസരിച്ച് യൂറോപ്പിലുള്ള ഫ്രാൻസിസ്കൻ ഒന്നാം സഭക്കാരായ കപ്പൂച്ചിൻ വിഭാഗക്കാർ ഇക്കാലത്തും ഭിക്ഷാടനം ചെയ്യുന്നുണ്ട്. ഫ്രാൻസിസ് സ്വമനസ്സ കൈവരിച്ച ദാരിദ്ര്യവും ഭിക്ഷാടനവും മൂലം ദാരിദ്ര്യം അത്ര വെറുക്കത്തക്കതല്ലെന്ന് മാത്രമല്ല, ആരും തങ്ങളുടെ സമ്പത്തിൽ അഹങ്കരിക്കരുതെന്നും ദരിദ്രർ സഹനമൂലവും ധനവാന്മാർ ഔദാര്യം മൂലവും സ്വർഗം കരസ്ഥമാക്കണമെന്നും അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചു. ക്രമേണ ദരിദ്ര ലക്ഷണങ്ങളുടെ സ്ഥിതി മെച്ചപ്പെട്ടു. സമത്വവും സാഹോദര്യവും സമാധാനവും ലോകത്തിന് കൈവരുവാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഇതാണ് ദേവാലയ സമുദ്ധാരണം. ജീർണാവസ്ഥ പ്രാപിച്ചിരുന്ന പള്ളിയെ ഭൗതികത്വത്തിലേക്ക് വഴുതി പോന്നിരുന്ന കത്തോലിക്ക തിരുസഭയെ ഫ്രാൻസിസ് വഴി ദിവ്യനാഥൻ പുനരുദ്ധരിച്ചു. ജീർണാവസ്ഥയിൽ കിടക്കുന്ന എന്റെ ആലയം പണിയുക എന്ന് വിശുദ്ധ ദമിയാനോസിന്റെ ദേവാലയത്തിൽ വെച്ച് ക്രൂശിതനായ ഈശോയിൽ നിന്ന് ഫ്രാൻസിസ് ശ്രമിച്ച ദിവ്യസ്വരത്തിന്റെ ആന്തരാർത്ഥം കത്തോലിക്ക തിരുസഭയെ ഉദ്ധരിക്കണമെന്നതായിരുന്നു. എങ്കിലും ഫ്രാൻസിസ് ഈ രഹസ്യം ഏതാനും കൊല്ലങ്ങൾക്ക് ശേഷമേ മനസ്സിലാക്കിയുള്ളൂ. ഫാദർ മാരിയോ വോ ഗാലി SJ അവരുടെ അഭിപ്രായം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ആദ്യം സംബന്ധിച്ച ഫാദർ മാരിയോ വോ ഗാലി SJ 1972 എഴുതിയ പുസ്തകത്തിൽ ലിവിംഗ് അവർ ഫ്യൂച്ചർ, ഫ്രാൻസിസ് ഓഫ് അസിസി ആൻഡ് ചർച്ച് ടുമാറോ തെളിയിച്ചിരിക്കുന്നത് കത്തോലിക്ക തിരുസഭയെ ഫ്രാൻസിസ്കൻ രീതിയിൽ നവീകരിക്കണം, അല്ലെങ്കിൽ അത് നവീകരണമായിരിക്കുകയില്ല എന്നാണ്.
തിരുസഭ മുഖ്യമായും പാവങ്ങളുടെ സഭയാണ്. ക്രിസ്തുവിന്റെ ദാരിദ്ര്യനിഷ്ഠയുടെ സന്ദേശം ഊന്നി പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നിപ്രകാരം ആരംഭിക്കുന്ന കാർഡിനൽ ലർക്കാറോ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ചെയ്ത പ്രസംഗം പൂർണ്ണരൂപത്തിൽ പ്രസ്തുത പുസ്തകത്തിൽ ഫാദർ മാരിയോ പരിഭാഷ ചെയ്തുകൊണ്ട് ദാരിദ്ര്യനിഷ്ഠയോടുകൂടിയ ക്രിസ്തീയ ജീവിതത്തിന്റെ ശ്രേഷ്ഠത അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നു. മനുഷ്യൻ നിത്യരക്ഷ പ്രാപിക്കുന്നതിനായി ദൈവം തയ്യാറാക്കിയ പദ്ധതിയിൽ ദാരിദ്ര്യ ജീവിതത്തിന് സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. രക്ഷപ്പെടാനുള്ളവർ ദരിദ്രരായി ഭവിക്കണം. ദൈവത്തിന്റെ പ്രത്യേക സ്നേഹത്തിന് പാത്രീഭൂതരായവർ ദരിദ്രരാണ്. രക്ഷയുടെ സന്ദേശം മുഖ്യമായി പ്രസംഗിക്കേണ്ടത് അവരോടാണ്. കത്തോലിക്ക തിരുസഭയെ ദാരിദ്ര്യത്തിന്റെ പന്താവിൽ കൂടി ഇന്ന് നയിക്കുവാൻ അസിസിയിലെ ഫ്രാൻസിസ് തയ്യാറായി നിൽക്കുന്നു. ക്രിസ്ത്യാനികൾ സുവിശേഷാത്മകമായി ജീവിക്കണമെന്ന ഇന്നത്തെ ആശയം വിശുദ്ധ ഫ്രാൻസിസ് പരിപൂർണമായ വിധം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സ്വജീവിതത്തിൽ നടപ്പാക്കിയതാണ്. വിശുദ്ധ ബെനഡിക്ട് മുതൽ വിശുദ്ധ ഡൊമിനിക്, വിശുദ്ധ ഇഗ്നേഷ്യസ് മുതലായ സന്യാസ സഭാ സ്ഥാപകന്മാർ വരെയുള്ളവരുടെ കെട്ടുറപ്പോടുകൂടിയ നിയമാവലികളുടെ പുതുമകൾ തീർന്ന മട്ടാണ്. എന്നാൽ ഇന്ന് എണ്ണമില്ലാത്ത ആളുകൾ അന്വേഷിക്കുന്ന അടിസ്ഥാനപരമായ പുതുമ ഫ്രാൻസിസ് അസിസിയുടെ നിയമാവലിയിൽ കാണുന്നുണ്ട് എന്ന ആശയം ഫാദർ പീറ്റർ ലിപ്പർ SJ പ്രസ്താവിച്ചിട്ടുള്ളത് ഫാദർ മാരിയോ വോ ഗാലി SJ ഈ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു. തിരുസഭയുടെ ഭാവി നിലപാടിനെ പറ്റി ദൈവം എന്തെങ്കിലും വെളിപ്പെടുത്തിയാൽ ഫ്രാൻസിസിന്റെ ആത്മാവും ചൈതന്യവും അതിൽ കാണാതിരിക്കുകയില്ല. മനുഷ്യത്വത്തിന്റെ ശ്രേഷ്ഠതയെ പറ്റിയുള്ള ആധുനിക ചിന്താഗതി എല്ലാവരും സമത്വമുള്ളവരാണ്. ആരും ആരെയും ഭരിക്കാൻ തുനിയരുത് ഫ്രാൻസിസിന്റെ ആദ്യത്തെ നിയമാവലിയിൽ കാണുന്നുണ്ട്.